Swala Kerala. Good morning. Morning everyone. Good morning. എന്നെ കാണുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ഗായ്സ്. ഒരൊറ്റ മിനിറ്റ്, ഞാൻ ലൈവ് ആയിട്ടുണ്ടോ നോക്കട്ടെ ഒന്ന്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എനിക്കൊരു ഗുഡ് മോർണിംഗ് തന്നേ മക്കളെ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് മക്കളെ. കേൾക്കുന്നുണ്ടോ ഗായ്സ്? കാണുന്നുണ്ടോ ഗായ്സ്? ഓക്കെ ആണോ എല്ലാം? ഒരു ഗുഡ് മോർണിംഗ് തന്നെ മിസ്സിന്. അപ്പം നമ്മൾ ഇന്ന് നെക്സ്റ്റ് സീരീസിലേക്കാണ്, അതായത് നമ്മൾ ഇന്ന് നെക്സ്റ്റ് 100 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം, എന്തൊക്കെയാണോ നമ്മൾ മിസ് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മിസ് പറഞ്ഞിരുന്നു. മിസ് എന്താ പറഞ്ഞിരുന്നത് മിസ്സേ? അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തിട്ട് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എവിടെ 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 ഓടി വായോ? 10 മണിക്കല്ലേ, ഇത് സാറ്റർഡേ അല്ലേ, ഇന്ന് കൂടുതൽ പിള്ളേരെ കാണുന്നതാണല്ലോ. ഒരാളും കാണുന്നില്ലെന്ന്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓടിവാ മക്കളെ. എന്നിട്ട് എനിക്കൊരു ചാറ്റ് ബോക്സിൽ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് മിസ്സിന് ആ ഒരു സ്ട്രെങ്ത്തിൽ അങ്ങ് തുടങ്ങട്ടെ മിസ്. ഗുഡ് മോർണിംഗ് മക്കളെ, ഗുഡ് മോർണിംഗ്. എവിടെ എവിടെ ആരും കാണുന്നില്ലല്ലോ. എന്താ ചൂട്! മഴ പെയ്താലും എന്താ ചൂട് അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാ. സെഷൻ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഐ ഹോപ്പ് എവരിവൺ ഈസ് ദേർ. ഷാൽ വി സ്റ്റാർട്ട് അവർ സെഷൻ ചിൽഡ്രൻ? ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരൊറ്റ മിനിറ്റ്. The SiF6 2- is known as non, where SiCl6 2- is not. The main reasons are, അവർ രണ്ട് റീസൺ തന്നിട്ടുണ്ട്. ABC എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടല്ല 3 റീസൺസ് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് 6 large chloride ion cannot be accommodated around the Si+4 due to the limitation of its size. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് interaction between the lone pairs of the chloride ion and Si4+ is not very strong. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നോൺ അവൈലബിലിറ്റി ഓഫ് ദി d orbital can accommodate 6 large fluoride ions. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അതായത് SiF6 2- എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്തല്ല, SiCl6 2- എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും റീസൺ? പറഞ്ഞേ. യു ഹാവ് ഓപ്ഷൻ AC, BC ഉണ്ട്, AB ഉണ്ട്, ABC ഉണ്ട്. ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻസിൽ വരുന്നുണ്ടാവുക മക്കളെ? ഒന്ന് പറഞ്ഞേ മിസ്സിന്, വേഗം പറഞ്ഞു തന്നെ. ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻസിൽ വരുന്നുണ്ടാവുക? റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക ഏതായിരിക്കും മക്കളെ? എന്താണ്, വാച്ചിങ് ഉണ്ടല്ലോ, പക്ഷെ ആരും റിപ്ലൈ ഒന്നും തരുന്നില്ല. എന്നെ കേൾക്കുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ, am I audible? Am I visible? Everything is fine from my part. Then what is stopping you guys to answer me? പറഞ്ഞേ മക്കളെ, എന്താണ് ഇതിന്റെ കാരണം? ഒന്നും 10 മണിക്ക് ക്ലാസ് പറഞ്ഞാൽ വരരുത് കേട്ടോ. ഒക്കെ അത് കഴിഞ്ഞിട്ട് വരണം. ഒരു 10 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ 11 മണി, 11:30, 12 വരാവും. എന്താ മക്കളെ ഇതിന്റെ കാരണം? മക്കളെ SiF6 2- എന്ന് പറയുന്നതും അതേപോലെ SiCl6 2- എന്ന് പറയുന്നതും ബീങ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സിലിക്കൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അവർക്ക് d ഓർബിറ്റലും സിലിക്കണും പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം കാർബൺ കഴിഞ്ഞിട്ടാണല്ലോ സിലിക്കൺ വരുന്നത്. അപ്പോൾ പക്ഷെ നമുക്ക് SiF6 2- എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നോൺ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. പക്ഷെ Cl6 2- എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതിന് ഫസ്റ്റ് റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
സൈസ്, അതായത് നമ്മുടെ ക്ലോറൈഡിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. ഫ്ലൂറിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്ലോറൈഡിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. ബീയിങ് ദാറ്റ് മച്ച് ഹൈ സൈസ്, എന്ത് ചെയ്യാൻ പറ്റില്ല, SI+4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും സൈസ് കുറയുക ചെയ്യുന്നത് സിലിക്കണിന്റെ, അല്ലെ? കാറ്റയോൺസ് ആകുമ്പോൾ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആകുമ്പോൾ വീണ്ടും സൈസ് കുറയുക ചെയ്യുന്നത്. +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും വലിയ വലിയ സൈസ്ഡ് ആയിട്ടുള്ള ക്ലോറിൻ. സോ ദ ഫസ്റ്റ് റീസൺ ഇസ് ട്രൂ. നൗ നെക്സ്റ്റ് റീസൺ, ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ലോൺ പെയർസ് ഓഫ് ദ ക്ലോറിൻ അയോൺ ആൻഡ് SO4+ ഇസ് നോട്ട് വെരി സ്ട്രോങ്. ബിക്കോസ് അത് എന്തുകൊണ്ടാണ് സ്ട്രോങ് ആവാത്തെ? ക്ലോറിന്റെ ലോൺ പെയേഴ്സ് ഉണ്ട്, അതേപോലെ SiO4+4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ സൈസ് വലുതാവുന്നതുകൊണ്ട് തന്നെ, ക്ലോറിന്റെ സൈസ് വലുതാവുന്നതുകൊണ്ട് തന്നെ ആ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അവിടെ എന്താണ്, വളരെ വളരെ കുറവാണ്. സോ അതുകൊണ്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അത് അങ്ങ് അറ്റാച്ച് ചെയ്തിട്ട് നിന്നിട്ട് ആ ഒരു കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ഇനി ദ നോൺ അവൈലബിലിറ്റി ഓഫ് ദ d orbital can accommodate 6 large fluoride ion. നോൺ അവൈലബിലിറ്റി ഓഫ് ദ d orbital അവിടെ അവൈലബിൾ ആണ്, അല്ലെ? അക്യുമുലേറ്റ് 6 large fluoride ion. 6 large ആണോ ഫ്ലൂറൈഡ് അയോൺ എന്ന് പറയുന്നത്? അല്ല. സോ ഈ സി എന്ന് പറയുന്നതല്ല അതിന്റെ റീസൺ ആയിട്ട് വരുന്നത്, എയും ബിയും മാത്രമാണ് റീസൺ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ഗോയിങ് ടു ബി യുവർ കറക്റ്റ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When benzaldehyde and acetophenone is treated in the presence of dilute alkali followed by heating, product formed X is ബെൻസാൽഡിഹൈഡും അതേപോലെ തന്നെ അസറ്റോഫിനോണും ട്രീറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഫോളോഡ് ബൈ ദ ഹീറ്റിംഗ്. സോ എന്താണ് സംഭവിക്കുന്നുണ്ടാവുക എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എന്താ മക്കളെ സംഭവിക്കുന്നുണ്ടാവുക? ബെൻസാൽഡിഹൈഡും അസറ്റോഫിനോണും കൂടിയിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? എന്ത് റിയാക്ഷൻ ആക്ച്വലി അവർ അണ്ടർഗോ ചെയ്യുന്നുണ്ടാവുക? എന്ത് റിയാക്ഷൻ ആയിരിക്കും അവർ ആക്ച്വലി അണ്ടർഗോ ചെയ്യുന്നുണ്ടാവുക? ഫസ്റ്റ് കാര്യം അത് പറഞ്ഞ്, എന്ത് റിയാക്ഷൻ ആയിരിക്കും ദേ വിൽ ബി അണ്ടർഗോയിങ്? ബെൻസാൽഡിഹൈഡ് ടു അസറ്റോഫിനോൺ, അല്ലെ? ബെൻസാൽഡിഹൈഡും അസറ്റോഫിനോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ബെൻസാൽഡിഹൈഡും അസറ്റോഫിനോണും ആണ് dilute alkali ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദ റിയാക്ഷൻ ദേ വിൽ ബി അണ്ടർഗോയിങ് മൈ ഡിയർ സ്റ്റുഡൻസ്? ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ ആണ് അവർ അണ്ടർഗോ ചെയ്യുന്നുണ്ടാവുക, അല്ലെ? ക്രോസ് ആൽഡോ കണ്ടൻസേഷൻ അവർ അണ്ടർഗോ ചെയ്തിട്ട് ഇതായിരിക്കും അവരുണ്ടാക്കുന്ന പ്രോഡക്ട്സ് എന്ന് വരുന്നത്. വിച്ച് മീൻസ് ഐ ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ബെൻസാൽ അസറ്റോഫിനോൺ, അല്ലെ? ബെൻസാൽ അസറ്റോഫിനോൺ ആയിരിക്കും അവര് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ദിസ് ഇസ് ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ. Next question. I hope this is clear for you. Next question. The standard electrode potential of Zn, Ag and Cu electrodes are minus 0.0 ആണ്, 0.76, 0.80 and 0.34 volt respectively. So ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത് Zന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. വിച്ച് മീൻസ് നെഗറ്റീവ് വാല്യൂ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ഇസ് മോർ നെഗറ്റീവ്, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂയിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ലെസ് പോസിറ്റീവ് വാല്യൂ ആവുക എന്ന് പറഞ്ഞാൽ അവർ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യും എന്നാണ്. അതായത് they can undergo reduce ചെയ്യും. Okay, so we can say that ഇവിടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ഓഫ് Zn is 0.76, മറ്റേ Ag എന്ന് പറയുന്നത്, സിൽവർ എന്ന് പറയുന്നത് 0.80 ആണ്, കോപ്പർ എന്ന് പറയുന്നത് 0.34 ആണ്. So which are the things which is possible from this particular options എന്ന് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So first option എന്ന് പറയുന്നത് Zn can oxidize both Ag and Cu. Ag can oxidize An and Cu. Ag ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് ഒരിക്കലും പോസിബിൾ അല്ല. Zn can reduce Ag+ and Cu2+, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. Ag can reduce, അതും പോസിബിൾ അല്ല. ആക്ച്വലി Zn എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? Zn can reduce Ag+ and Zn2+ എന്നാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബിക്കോസ് more is the negative, more is the less, ഇങ്ങനെ പറഞ്ഞാൽ മതി, less is the positive value or more to the negative value, റിഡക്ഷൻ ആണ് ഇൻക്രീസ് ആവുന്നത്, അല്ലെ? റെഡ്യൂസിങ് കപ്പാസിറ്റി ആണ് ഇൻക്രീസ് ആവുന്നത്. സോ Zn can reduce both Ag and Cu. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദ ഗിവൻ സീക്വൻഷ്യൽ റിയാക്ഷൻ സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വേർ Y and W are reagent used as a base. So they have given you particular compound തന്നിട്ടുണ്ട്. സോ ഈ കോമ്പൗണ്ടിൽ നിന്ന് ഇത് ആക്ച്വലി എഥനൈൽ ബെൻസീൻ ആണ് കേട്ടോ. ഇതിന് ആക്ച്വലി എഥനൈൽ ബെൻസീൻ ആണ്. പേര് അറിയാത്തവർ വേണമെങ്കിൽ ജസ്റ്റ് എഴുതി വെച്ചോളാം.
എഥനൈൽ ബെൻസീൻ ആണ്. അത് Br2 in the presence of CCl4 വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ they are giving a compound X. ആ X ഏതൊരു Y കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ Z കിട്ടുന്നുണ്ട്. ആ Z ഏതൊരു W കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ we are getting the triple bond. ഏതായിരിക്കും മക്കളെ? എന്തായിരിക്കും ഇതിന്റെ ആൻസർ? അവർ ചോദിച്ചിരിക്കുന്നത് കോമ്പൗണ്ട് എക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ട് എക്സ് ഇസ് എഥനൈൽ ബെൻസിൻ. അത് റോങ് ആണ്. കാരണം എക്സ് എഥനൈൽ ബെൻസിനെ വീണ്ടും Br2 വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ അതല്ല കിട്ടുക. ദാറ്റ് ഇസ് റോങ്. Now, compound Y is alcoholic KOH, compound Y is HBr in the presence of CH2Cl2. എങ്ങനെ മക്കളെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ വേഗം മിസ്സിന്. ഈ കാണുന്നവർ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട്. 12 വാച്ചിങ് ഉണ്ട്, എനിക്ക് ആരും ചാറ്റ് കിട്ടുന്നില്ല. ഇനി എന്റെ പ്രശ്നമാണോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയോ മക്കളെ ഗായ്സ്? പറഞ്ഞേ മക്കളെ. Br2ന്റെ പ്രസൻസിൽ CCl4 വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ്? അത് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ് അല്ലെ? ഡബിൾ ബോണ്ട് മാറും. എന്നിട്ട് എന്താ കിട്ടുന്നുണ്ടാവുക? എന്താ മക്കളെ വരിക? അതായത് Br2ന്റെ പ്രസൻസിൽ നമ്മുടെ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള എഥനൈൽ ഇൻ ദ പ്രസൻസ് ഓഫ് Br2 CCl4ന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ വിനൈൽ ആയിട്ടുള്ള ബ്രോമിൻ കിട്ടും അല്ലെ? രണ്ട് ഡബിൾ ബോണ്ട് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ സംഭവിച്ച് നമുക്ക് എന്താണ് കിട്ടുന്നത് മക്കളെ? വിനൈൽ ബ്രോമൈഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എന്താ കിട്ടുന്നത്? വിനൈൽ ബ്രോമൈഡ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ വിനൈൽ ബ്രോമൈഡിലേക്ക് നമ്മൾ വീണ്ടും എന്താണ് ആഡ് ചെയ്യുന്നത്? ഒരു Y എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആഡ് ചെയ്ത് നമുക്ക് Z കിട്ടുന്നുണ്ട്. Z എന്ന് നമുക്ക് കിട്ടുന്നത് W ആണ്. അപ്പൊ മക്കളെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് X കിട്ടുന്നു, Z കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ Z എന്ന് എന്തോ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആള് കിട്ടുന്നത്. അപ്പൊ ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആള് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഹാലോ ആൽക്കേന്ന് ട്രിപ്പിൾ ബോണ്ടിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെ? റിഡക്ഷൻ അല്ലേ നടക്കുന്നത്? വിച്ച് മീൻസ് എന്തോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? യെസ്, വിനൈൽ ബ്രോമൈഡ് കിട്ടിയിട്ടുണ്ട്. ഈ വിനൈൽ ബ്രോമൈഡിലേക്ക് Z എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കഹോളിക് KOH. ഓക്കെ, നമ്മുടെ Y എന്ന് പറയുന്നത് ആൽക്കഹോളിക് KOH ആണെങ്കിൽ അത് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? HBr എന്ന് പറയുന്നത് റിലീസായി എന്തായിരിക്കും? It will be going to be ബ്രോമിൻ മാത്രമായിട്ട് മാറും അല്ലെ? ഈ ബ്രോമിനിലേക്ക് നമ്മൾ ഇൻ ദ പ്രസൻസ് ഓഫ് NaNH2 വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ we will be getting what? Alkyne. YNE എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇതെങ്ങനെ വന്നേന്ന് മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടുന്ന് HBr ആണ് പോകുന്നത്. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ നമുക്ക് പറയാം X എന്ന് പറയുന്നത് എന്താണ്? വിനൈൽ ബ്രോമൈഡ് ആണ്. സോ 1,2-ഡൈബ്രോമോ just a second 1,2-ഡൈബ്രോമോ ഫിനൈൽ ഈഥെയ്ൻ 1,2-ഡൈബ്രോമോ ഫിനൈൽ ഈഥെയ്ൻ. ഓപ്ഷൻ A is the correct answer അല്ലേ? X എന്ന് പറയുന്നതിന്റെ വിനൈൽ ഒരു വിനൈൽ ബ്രോമൈഡ് ആണ്. അതിന്റെ പേര് നോക്കിക്കേ, എത്ത് അല്ലെ? ഒന്നാമത്തെ സ്ഥാനത്ത് രണ്ടാമത്തെ സ്ഥാനത്ത് ബ്രോമിൻ ഉണ്ട്. സോ 1,2-ഡൈബ്രോമോ 1 ഫിനൈൽ ഈഥെയ്ൻ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇതെങ്ങനെ വന്നേന്ന് കിട്ടിയോ? മക്കളെ? ഇതെങ്ങനെ വന്നേന്ന് കിട്ടിയോ നിങ്ങൾക്ക്? ഒരൊറ്റ മിനിറ്റ്. കിട്ടിയായിരുന്നോ? സോ ദിസ് ഇസ് A is the correct answer. C റിയേജന്റ് എന്ന് പറയുന്നത് W എന്ന് പറയുന്നത് W എന്ന് പറയുന്നത് NaNH2. ആൽക്കഹോളിക് KOH വെച്ചിട്ട് ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ളത് നമുക്ക് പറ്റില്ല. അതേപോലെ തന്നെ Y എന്ന് പറയുന്നത് HBr in the presence of CH2Cl2 അല്ല. അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ആൽക്കഹോളിക് KOH യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടുത്തെ വിനൈൽ ബ്രോമൈഡിനെ മാറ്റുന്നത്. മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? ക്ലിയർ ആണല്ലോ? So option A is the correct answer. Now IUPAC name of the complex PtCl2 En twice NO3 twice. So IUPAC name ആണ് ചോദിച്ചിരിക്കുന്നത്. PtCl2
PTCl2 En twice NO3 twice. എന്തായിരിക്കും മക്കളെ വരുന്നുണ്ടാവുക IUPAC നെയിം? Cl2 എന്ന് പറയുമ്പോൾ തന്നെ ഇതെന്ന് പറയുന്നത് കാറ്റോണിക് പോർഷൻ ആയിരിക്കും, ആനിയോണിക് പോർഷൻ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ക്ലോറിൻ സ്റ്റാർട്ട് ചെയ്യണം, വിച്ച് ഇസ് നമ്മുടെ ആനിയോണിക്, നമ്മുടെ ലിഗാൻസ് സ്റ്റാർട്ട് ചെയ്യണം. സോ ഡൈക്ലോറിഡോ എന്ന് വരും. അതേപോലെ തന്നെ EN എന്ന് പറയുന്നത് നമുക്കറിയാം മോണോഡെൻഡേറ്റ് ആയിട്ടുള്ളതല്ല, ബൈഡെൻഡേറ്റ് ഒക്കെയാണ്. ടൈഡൻ്റെ ഒക്കെ വരുമ്പോൾ നമുക്ക് ബിസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യണം. 2 വരുമ്പോൾ ട്രിസ് ബിസ് ഒക്കെ യൂസ് ചെയ്യും. സോ ബിസ്, ഇതിന്റെ പേര് EN പേരെന്തായിരുന്നു? ഈഥെയ്ൻ 1,2 ഡയമീൻ അല്ലെ? ഈഥെയ്ൻ 1,2 ഡയമീൻ വരും. പിന്നെ പ്ലാറ്റിനം വരും. ഇതിന്റെ 3 - 1 ഇത് -2 അങ്ങോട്ട് പോകുമ്പോൾ 4 വരും അല്ലെ? സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡൈക്ലോറിഡോ ബിസ് ഈഥെയ്ൻ 1,2 ഡയമീൻ പ്ലാറ്റിനം. ഓപ്ഷൻ ഡി. Static case. Option D. Yes, Meenakshi. Correct answer. Okay. Next question. Consider the following reaction. So you have given a reaction. നമ്മുടെ alkanes ആണ്. ആൽക്കൈൻസിലേക്ക് ഡൈലൂട്ട് H2SO4. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് കേട്ടോ. ഒരുപാട് ഞാൻ നമ്മുടെ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് ആൽക്കൈൻസിൽ നിന്ന് ആൽക്കൈൻ ടു കീറ്റോൺസ്, ഓക്കെ, കീറ്റോൺസിലേക്ക് പോകുന്ന റിയാക്ഷൻ ആണ് ഡൈലൂട്ട് H2SO4 ഇൻ ദ പ്രസൻസ് ഓഫ് HgSO4 എന്ന് പറയുന്നത്. ആ ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ളതിലേക്ക് നമ്മൾ ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത് ആഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ടെൽ മീ മക്കളെ, CH3C ട്രിപ്പിൾ ബോണ്ട് CH ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് H2SO4 ബാർ HgSO4 നമുക്ക് എക്സ് കിട്ടുന്നുണ്ട്. ഈ എക്സിലേക്ക് നമ്മൾ CH3MgBr ആഡ് ചെയ്യുമ്പോൾ നമുക്ക് Z കിട്ടുന്നുണ്ട്. അതേപോലെ ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് Y കിട്ടുന്നുണ്ട്. ഇവരുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ എക്സും വൈ ഒന്നല്ല ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ക്യാൻ ബി യൂസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ Y ആൻഡ് Z. ഈ കിട്ടിയിരിക്കുന്ന വൈയും സെഡിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് നിങ്ങൾക്ക് എന്തറിയണം? എന്താണ് Y എന്നറിയണം, എന്താണ് Z എന്നറിയണം. റൈറ്റ്, ആമി റൈറ്റ് അല്ലെ? എന്താണ് Y എന്നറിയണം, എന്താണ് Z എന്നറിയണം. മക്കളെ, ഞാൻ ഈ ഇക്വേഷൻ ഒന്നുകൂടി എഴുതുവാണ്. CH3C triple bond CH in the presence of dilute HgSO4 bar H2SO4. എന്താ സംഭവിക്കുന്നുണ്ടാവുക? they will be creating CH3CO CH3. ഓക്കെ, അസറ്റോൺ കിട്ടും. അസറ്റോണിലേക്ക് നമ്മൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ക്രിയേറ്റിംഗ് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? they will be creating CH3CH3OH ആൽക്കഹോൾ കിട്ടും. അതായത് കീറ്റോൺസിൽ നിന്ന് ആൽക്കഹോൾസ് ചെയ്യുന്ന സെക്കൻഡറി ആൽക്കഹോൾസ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? ദിസ് ഈസ് ഗോയിങ് ടു ബി ദി സെക്കൻഡറി ആൽക്കഹോൾ. എന്ത് ആൽക്കഹോളോ മക്കളെ? സെക്കൻഡറി ആൽക്കഹോൾസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ ഒരൊറ്റ മിനിറ്റ്, AC എന്താ വർക്ക് ആവാത്തതിന്റെ പൊന്നി. സെക്കൻഡറി ആൽക്കഹോൾസ് നമുക്ക് കിട്ടി. ഇനി CH3CO CH3യിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ഗ്രിഗ്നാഡ് റിയേജന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? CH3 ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത് OH ആയിട്ട് മാറി we will be getting tertiary alcohol. രണ്ടും ആൽക്കഹോൾസ് ആണ്. ഒന്ന് സെക്കൻഡറി ആൽക്കഹോൾസ് ആയിരിക്കും, ഒന്ന് എന്തായിരിക്കും? ടെർഷ്യറി ആൽക്കഹോൾസ് ആയിരിക്കും. സോ വാട്ട് വി ക്യാൻ ഡു ടു ഡിസ്റ്റിംഗ്വിഷ് ദം? അവർ രണ്ടുപേരെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ലൂക്കാസ് ടെസ്റ്റ് മതി അല്ലെ? ലൂക്കാസ് ടെസ്റ്റ് എന്നാണ്. നമുക്ക് ടർബിഡിറ്റി നമുക്ക് നോക്കിയാൽ മതി. ടർബിഡിറ്റി വളരെ പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് ടെർഷ്യറിയും, കുറച്ച് സമയത്തിന് ശേഷം ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തായിരിക്കും? സെക്കൻഡറി ആയിട്ടും വരുന്നതായിരിക്കും. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ലൂക്കാസ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു പ്രൊപ്പനോയിക് ആസിഡ് ആണ്. മെത്തേഡ് പ്രൊപ്പനോയിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് NH3 ബാർ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എന്നിട്ട് Br2 ഇൻ ദ പ്രസൻസ് ഓഫ് KH2 ആഡ് ചെയ്ത് ഇങ്ങനെ 1 2 3 4 എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം NH3 ബാർ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു കോമ്പൗണ്ട് കിട്ടും. ആ കോമ്പൗണ്ടിലേക്ക് നമ്മൾ Br2 ഇൻ ദ പ്രസൻസ് ഓഫ് KOH ആഡ് ചെയ്യും. ഓക്കെ, ആ കോമ്പൗണ്ടിലേക്ക് H2NO HNO2 ആഡ് ചെയ്യും. അതിലേക്ക് പിന്നീട് ആഡ് ചെയ്യുന്നത് PHN2, അതായത് ബെൻസീൻ്റെ തന്നെ സോണിയമാണ് ആഡ് ചെയ്യുന്നത് 0 ഡിഗ്രി സെൽഷ്യസിൽ. ഇത് ആലോചിക്കുക, ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള സാധനമാണ്. എങ്ങനെയാ വരുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ മക്കളെ. എന്തായിരിക്കും ഫസ്റ്റ് വരുന്നുണ്ടാവാം? അതായത് പ്രൊപ്പനോയിക് ആസിഡിലേക്ക് അമോണിയ ആഡ് ചെയ്യുമ്പോൾ അമോണിയ എന്ത് ബാർ ഓഫ് ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ അമൈഡ്സ് ആണ് നമുക്ക് ആദ്യം കിട്ടുന്നത് അല്ലെ? CH3 CH2 COOH അമോണിയ ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് CH3 CH2 CONH2 അമൈഡ്സ് കിട്ടും.
ഇതിലേക്ക് Br2 in the presence of sodium hydroxide അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ബ്രോമോമൈഡ് റിയാക്ഷൻ ആണ് അല്ലെ. ബ്രോമോമൈഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? വാട്ട് വാസ് ബ്രോമോമൈഡ് റിയാക്ഷൻ മക്കളെ? ഒരൊറ്റ മിനിറ്റ്. എന്താ ബ്രോമോമൈഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് തന്നിരുന്നത്? നമുക്ക് എന്ത് ചെയ്യും? ഒരു കാർബൺ കുറവുള്ള എന്താ സംഭവിക്കുന്നത്? ഒരു കാർബൺ കുറവുള്ള അനിലിൻ അമീൻസ് കിട്ടും അല്ലെ. സോ ഇവിടെ 3 കാർബൺ ആണെങ്കിൽ അവിടെ കിട്ടുന്നത് എത്രയായിരിക്കും? ഇല്ല, സെയിം നമ്പർ ആണ്, സെയിം നമ്പർ ആയിരിക്കും. CH3 CH2 NH2 എന്ന് കിട്ടും അല്ലെ. ഇനി അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത് മക്കളെ? ഇതിലേക്ക് we are going to add HNO2 in the presence of water എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വാട്ടറിന്റെ പ്രസൻസിലാകുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ അത് വാട്ടർ എന്നാണ് അർത്ഥം കേട്ടോ. ആൽക്കഹോൾ കിട്ടും. ഈ ആൽക്കഹോളിലേക്കാണ് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? PHN2Cl in the bar of 0 degree Celsius. ഇത് കപ്ലിംഗ് റിയാക്ഷൻ ആണ്. ഓക്കെ, ദിസ് ഈസ് കപ്ലിംഗ് റിയാക്ഷൻ. കപ്ലിംഗ് റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത് ഉണ്ടാവുക? എന്താ എഴുതാൻ പറ്റാത്ത? കപ്ലിംഗ് റിയാക്ഷൻ നമുക്ക് എന്താ കിട്ടുന്നുണ്ടാവുക? വി വിൽ ബി ഗെറ്റിംഗ് 2 പ്രോഡക്ട്സ്. കപ്ലിംഗ് റിയാക്ഷൻ വഴി എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? ആലോചിച്ച് പറഞ്ഞ എല്ലാവരും. അമർനാഥേ അതായിരിക്കോ കിട്ടുന്നുണ്ടാവുക? ആലോചിച്ച് പറഞ്ഞേ. കപ്ലിംഗ് റിയാക്ഷൻ C6H5N2. ഇത് PH എന്ന് ഉദ്ദേശിക്കുന്നത് C6H5നെയാണ്. എന്നിട്ട് അതിലേക്ക് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നുണ്ടാവുക? വി വിൽ ബി ഗെറ്റിംഗ് ബെൻസീൻ. ബെൻസീനും കിട്ടുന്നുണ്ടാവും. പിന്നെന്താ കിട്ടുന്നുണ്ടാവുക? ബെൻസീനും കിട്ടുന്നുണ്ടാവും ആൻഡ് CH3CH2. So we can say that the product going to be benzene. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ക്ലിയർ ആവുന്നുണ്ടോ? HNO2 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ ആണ്. ഓപ്ഷൻ C is going to be the correct answer. ഓപ്ഷൻ C is going to be the correct answer. ഇത് എന്തുവാ ഇത്? Option C is going to be the correct answer. Okay. Now, COF6 3 minus, NiCl4 2 minus, NiCN4 2 minus, CONH3 6 times 3 plus. So, ഇത്രയും കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ the number of complex ion which show high spin complex. High spin complex ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും മക്കളെ high spin complex ഉണ്ടാവുക? So, you can understand that whenever there is ഒരു pairing നടക്കുവാണെങ്കിൽ that compound will be undergoing low spin. സോ പെയറിംഗ് ഏതാണോ നടക്കാത്തത് അതായിരിക്കും എന്തായിട്ട് വരുന്നുണ്ടാവുക? ഹൈ സ്പിൻ ആയിട്ട് നടന്നുണ്ടാവുക. സോ ഫസ്റ്റ് COF6 3 മൈനസ് എന്ന് പറയുന്നത് F6 3 മൈനസ് ആകുമ്പോൾ ദേ വോണ്ട് ബി ഹാവിംഗ് F എന്ന് പറയുന്നത് എന്താണ്? വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. പെയറിംഗ് നടക്കുന്നില്ല. സോ ദേ വിൽ ബി ടേംഡ് ആസ് ദി ഹൈ സ്പിൻ കോംപ്ലക്സ്. NiCl4 2 മൈനസ് എന്ന് പറയുന്നത് ബീയിങ് ഇൻ ദ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ക്ലോറിൻ ഈസ് ഓൾസോ വീക്ക് ഫീൽഡ് ആണ്. അതുകൊണ്ട് തന്നെ അതും എന്തായിരിക്കും? ഹൈ സ്പിൻ ആയിരിക്കും. NiCN4 2 മൈനസ് എന്ന് പറയുന്നത് ഇവിടെയും നമുക്ക് എന്ത് നടക്കുന്നുണ്ട്? പെയറിംഗ് നടക്കുന്നുണ്ട്. അതേപോലെ കൊബാൾട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അമോണിയ ആണെങ്കിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സോ ദർ ഇസ് ഓൾസോ ഹാപ്പനിങ് ദി പെയറിംഗ്. സോ പെയറിംഗ് നടക്കുകയാണെങ്കിൽ LS ആണ്. സോ ഇത് രണ്ടും എന്തായിരിക്കും? ലോ സ്പിൻ ആയിരിക്കും. സോ വിച്ച് ആർ ദ 2 1 which is undergoing high spin? This one. So the answer is 2. Option B is the correct answer. Yes, Meenakshi. Cedrus നോക്കിക്കേ ഒന്നുകൂടി. ഓപ്ഷൻ B ആണ് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ക്ലിയർ ആണോ? നിക്കല് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഫ്ലൂറിൻ ആണ്. അതെന്ത് കാണിക്കുന്നത്? സ്ട്രോങ് ഫീൽഡ് ലീഡായിട്ട്. ഇതിലിപ്പോ എക്സെപ്ഷൻ കേസ് വരുന്നത് നിങ്ങൾക്ക് നിക്കൽ CNന്റെ പ്രസൻസിലൊന്നും അവിടെ എക്സെപ്ഷൻ വരുന്നില്ല. പക്ഷെ നിക്കൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഫ്ലൂറിൻ എഫിന്റെ പ്രസൻസിലാണെങ്കിൽ there will be some exceptions. Okay, അപ്പോൾ നിക്കൽ Ni+4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഫ്ലൂറിൻ ആണ് വരുന്നതെങ്കിൽ സ്ട്രോങ് ഫീൽഡ് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിട്ടുള്ള ഫ്ലൂറിൻ അവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് കേട്ടോ. വെൻ ഇറ്റ് ഈസ് വിത്ത് ദ ഫ്ലൂറിൻ ആൻഡ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നിക്കൽ. ആ രണ്ട് ടേംസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ദ കറക്റ്റ് സെറ്റ് ഓഫ് റിയേജൻസ് ഫോർ ദ കൺവേർഷൻ ഓഫ് ബെൻസാൽഡിഹൈഡ് ടു 1-phenyl propane 1-ol. ഓക്കെ മക്കളെ, ഇതിൽ മിസ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ ശ്രദ്ധിക്കുക, മിസ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിലേക്കും പോണമെന്നില്ല. അതായത് ഇവിടെ അവർ തന്നിരിക്കുന്നത് MG പ്രൊപ്പൈൻ MgBr ആണ്, MeMgBr ആണ്, മീഥൈലാണ് വന്നിരിക്കുന്നത്. ഇത് ഈഥൈലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ഫസ്റ്റ് രണ്ടാമത്തെയോ മാക്സിമം മൂന്നാമത്തെയോ ആൻസർ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഹായ് ഹിലാൽ, ഹലോ.
സോ ഇങ്ങനെ മൂന്നെണ്ണത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും, അതിൽ ഏതിലേലും ആൻസർ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് CH3 MgBr വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്രിഗ്നൈറ്റ് റിയേജന്റ് റിയാക്ഷൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു സാധനത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കുക. ബെൻസാൽഡിഹൈഡ് അല്ലേ മക്കളെ? ഇതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. യെസ് പേട്രിയോസ്, കറക്റ്റ്. സോ ഇതിൽ ഏതാ വരുന്നുണ്ടാവുക മക്കളെ? ഏതായിരിക്കും ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക? അതായത് 1 ഫീനൈൽ പ്രൊപ്പൈൻ 1 ഓൾ ആണ്. അതായത് ഒന്നാമത്തെ സ്ഥാനത്ത് ഒരു ഫിനൈൽ ഗ്രൂപ്പ് ബെൻസൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. പ്രൊപ്പൈൻ 1 ഓൾ, മെത്ത് പ്രൊപ്പ്, ഇതാണ് നമ്മുടെ വേർഡ് ചെയിൻ. സോ വിച്ച് ഈസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ഇസ് ഗോയിങ് ടു ബി ദി correct answer. Option C is going to be the correct answer. Next question. Match the column 1 with the column 2. Okay, match the 1 column 1 ഉം 3 match ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. They have given you CrF6 3 minus, BrF5, BrF3 വന്നിട്ടുണ്ട്, PtCl4 2 minus ഉം തന്നിട്ടുണ്ട്. Okay, clear ആണല്ലോ? സോ ഇതാണ് തന്നിരിക്കുന്നത്. സോ യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ. അപ്പൊ ഒന്ന് മാച്ച് ചെയ്ത് നോക്കിക്കേ മക്കളെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ 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 എളുപ്പമായിരിക്കും. യെസ്, യു ആർ റൈറ്റ്. ചെയ്തേ മക്കളെ, ചെയ്ത് നോക്കിക്കേ. യെസ്, വെരി ഗുഡ് മീനാക്ഷി, വെരി ഗുഡ്, വെരി ഗുഡ്. CrF6 മക്കളെ ഇത് എളുപ്പമാണ് കേട്ടോ. CrF6 എന്ന് പറയുന്നത് CrF6 2 മൈനസ് എന്ന് പറയുന്നത് എന്ത് ഇതാണ്? ഒക്ടാഹൈഡ്രൽ ഷേപ്പ് ആണ്. നോക്കട്ടെ, ഞാനും ചെയ്ത് നോക്കിയിട്ടില്ല. BrF5 എന്ന് പറയുന്നത് എന്തായിരിക്കും? BrF5 എന്നാണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഈസ് ഗോയിങ് ടു ബി സ്ക്വയർ പിരമിഡൽ, റൈറ്റ്? BrF5 എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡൽ ആയിരിക്കും. അതേപോലെ തന്നെ BrF3 എന്ന് പറയുന്നത് BrF3 T ഷേപ്പ് ആയിരിക്കും, റൈറ്റ്? സോ T ഷേപ്പ് ആയിരിക്കും വരുന്നുണ്ടാവുക. PtCl4 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി സ്ക്വയർ പ്ലാനാർ. Cl4 അല്ലേ? 4 ആകുമ്പോൾ സ്ക്വയർ പ്ലാനാർ, സ്ക്വയർ. സോ A gives 3 എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഓപ്ഷനാണ്. ഒരൊറ്റ ഒന്ന് ചെയ്താൽ മതി മക്കളെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അത് അറിയാതെ ചെയ്ത് പോയതാണ്, നിങ്ങൾക്ക് ഒരു അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഒരൊറ്റ ഒന്ന് ചെയ്താൽ മതി. കാരണം എയിലുള്ള എല്ലാ ഓപ്ഷൻസും റോങ് ആണ്, മനസ്സിലായോ? എയിൽ 3 എന്ന് പറയുന്നത് കിട്ടിയാൽ മാത്രം മതി. ബി ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. ഒരുപാട് ടൈം ഒന്നും അതിൽ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Match the following column 1 with the column 2. Okay, so they have given you the simple distillation, fractional distillation, steam distillation, distillation under reduced pressure. These are the column 1, and in the column 2 for steam volatile compound, for liquid having nature of decomposition as its boiling point, between the two liquids which have low difference in their boiling point, between the liquids which is having high difference in their in boiling point. Yes, ഇത് എവിടുന്ന ഈ സാധനം വരുന്നേ? ഇൻ ബോയിലിംഗ് പോയിന്റ് ചെയ്ത മക്കളെ, ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? ഫസ്റ്റ് ഓഫ് ഓൾ, സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് സിമ്പിൾ ഡിസ്റ്റിലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് തന്നെ, ഇഫ് ദർ ഇസ് 2 compounds which is miscible with each other and they have a difference in their boiling point. For example, ethanol വാട്ടർ ആകുമ്പോൾ ഹൈ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചൂടായി അത് ബോയിലിംഗ് പോയിന്റിലേക്ക് റീച്ച് ചെയ്ത് അത് കണ്ടൻസേഷൻ നടത്തി നമുക്ക് ആ ബീക്കറിൽ കിട്ടിയതിന് ശേഷമാണ് രണ്ടാമത് ബോയിൽ ആവുള്ളൂ. സോ വി കൻ സീ ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 liquids which is having high difference in their boiling point. So A gives 4 എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. A gives 4 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ മിസ് പറയാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ഡിസ്റ്റിലേഷൻ ആണ്, പക്ഷെ ബോയിലിംഗ് പോയിന്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറൻസ് വരുന്നില്ല. സോ ഡിഫറൻസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ് ലോ ഡിഫറൻസ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ്. സോ സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, സ്റ്റീം ഡിസ്റ്റിലേഷൻ എപ്പോഴായിരിക്കും മക്കളെ വരുന്നുണ്ടാവുക? അതായത് സ്റ്റീം ആയിട്ട് വോളറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് വരുന്നുണ്ടാവുക. സോ വിച്ച് മീൻസ് 3 gives 1. സോ അതും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ സി ഈസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓപ്ഷൻ സി ആണ്.
മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. സിമ്പിൾ ജസ്റ്റ് ഡിസ്റ്റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ലിസൺ കെയർഫുള്ളി, ജസ്റ്റ് ഡിസ്റ്റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ സിമ്പിൾ ഡിസ്റ്റിലേഷൻ ആണ്. അതായത് സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് മിസിബിൾ ആയിട്ടുള്ള രണ്ട് കോമ്പൗണ്ട്സ് ഉണ്ട്, രണ്ടാളും മിക്സ് ചെയ്തിട്ടുള്ള എഥനോളോ വാട്ടർ എന്തെങ്കിലും ഒക്കെ. പക്ഷെ അവരുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് രണ്ടിന്റെയും വളരെ ഹൈ ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 100°C അതേപോലെ ഒന്ന് 75°C അല്ലെങ്കിൽ 62°C ആണ്. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് 40°C ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ. സോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പെർട്ടിക്കുലർ ബീക്കറിൽ ഈ രണ്ട് മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് എടുത്തതിന് ശേഷം വി വിൽ ബി ഹാവിംഗ് എ കോളം ആൻഡ് ഒരു കണ്ടൻസേഷൻ ട്യൂബ് ഉണ്ടായിരിക്കും. ആ ട്യൂബിന് നേരെ നമുക്ക് ഇവിടെ ഒരു ബീക്കർ ഉണ്ടായിരിക്കും. സോ ഇവിടെ ഇത് ബോയിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബോയിൽ ചെയ്യുന്നത് ആരായിരിക്കും? ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ളതായിരിക്കും. 1600 ആണെങ്കിൽ 60°C കിട്ടുമ്പോഴേക്കും ആര് ചെയ്തിട്ടുണ്ടാവും? ഏതാണോ? അപ്പൊ എയും ബിയിലും എയ്ക്കാണ് ലോ ബോയിലിംഗ് പോയിന്റ് എങ്കിൽ എ ബോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. സോ എ ബോയിൽ ചെയ്തിട്ട് അതിന് മേലൊരു പോയിന്റ് എത്തുമ്പോൾ ആ കണ്ടൻസേഷൻ ചാമ്പറിലൂടെ പോകുമ്പോൾ ഗ്യാസസ് ആയിട്ട് മാറിയത്, ലിക്വിഡിൽ നിന്ന് ബോയിൽ ചെയ്തിട്ട് ഗ്യാസസ് ആയിട്ട് വേപ്പേഴ്സ് ആയിട്ട് മാറിയത് കണ്ടൻസേഷൻ പോയിന്റിലൂടെ പോകുമ്പോൾ വീണ്ടും എന്തായിട്ട് മാറുന്നുണ്ടാവും? ലിക്വിഡ് ആയിട്ട് മാറും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ട്യൂബിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിച്ച് എവർ ഇസ് ഹാവിംഗ് ലോ ബോയിലിംഗ് പോയിന്റ് ദാറ്റ് വിൽ ബി അറ്റൈനിങ് ഫസ്റ്റ്. പിന്നീടാണ് രണ്ടാമത്തെ ആൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? കണ്ടൻസേഷനിലേക്ക് പോയിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വീണ്ടും വന്നിട്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. So simple distillation is something we can separate the liquids which is having more difference in their boiling point. അവരുടെ boiling point difference എന്ന് പറയുന്നത് ഹൈ ആയിട്ടുള്ളതാണ് simple distillation എന്ന് ഉദ്ദേശിക്കുന്നത്. So what is this? This will be the first one. ഓക്കെ, ഇനി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ അവരുടെ ബോയിലിംഗ് പോയിന്റിന് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഒരു 10°C അല്ലെങ്കിൽ ഒരു ലെസ്സർ ദാൻ 25°C. അതങ്ങനെയാണ് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് ലെസ്സർ ദാൻ 25°C ഡിഫറൻസ് ആണ് അവർക്ക് ഉണ്ടാവുന്നതെങ്കിൽ രണ്ടും ഒരേ സമയത്ത് ഓൾമോസ്റ്റ് ബോയിൽ ചെയ്യും. പക്ഷെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് ആ മേലേക്ക് ബോയിൽ ചെയ്ത് ആ വേപ്പറങ്ങ് കയറുമ്പോൾ അവിടെ ഒരു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ കോളം വരും. ആ കോളത്തിന്റെ സഹായത്തോടെ ഒന്ന് സപ്രസ് ആയിട്ട് വീണ്ടും താഴേക്ക് വരും. അതിൽ നിന്ന് ഒന്ന് മാത്രമാണ് പിന്നീട് കണ്ടൻസേഷനിലേക്ക് പോകുന്നുള്ളൂ. ഇപ്പൊ എയും ബിയും ഉണ്ടെങ്കിൽ എയും ബിയും ഓൾമോസ്റ്റ് സെയിം ടൈമിൽ തന്നെ ബോയിൽ ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഗ്യാഷ്യസ് പേപ്പറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മേലെ പോയിട്ട് ആ പെർട്ടിക്കുലർ ഫ്രാക്ഷണൽ ട്യൂബിൽ എത്തുമ്പോൾ അവിടെ എത്തിയിട്ട് അവിടെ തന്നെ തിരിച്ചു വരും. ഒന്ന് ബി മാത്രം അത് കൂടെ പോളൂ, അല്ലെങ്കിൽ എ മാത്രമേ അത് കൂടെ പോളൂ. മനസ്സിലാവുന്നുണ്ടോ? സോ അതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ലെസ് ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഫോർത്ത് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീടാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, സ്റ്റീം ഡിസ്റ്റിലേഷനും അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയുന്നത് കിട്ടിയത്. ക്ലിയർ ആണോ ഹിലാൽ? മനസ്സിലാവുന്നുണ്ടോ ഹിലാൽ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ ഹിലാൽ? സോ ഓപ്ഷൻ സി ഇസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CH3 CH ഡബിൾ ബോണ്ട് CH2, അതായത് ആൽക്കീൻസുകളാണ്. ആൽക്കീൻസുകൾ HBrന്റെ പ്രസൻസിൽ we are getting a compound and that compound is undergoing in the presence of haloarenes in the presence of sodium bar dry ether. അതിന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? we are getting Y also കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ X into Y എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എക്സോ വൈയോ കാണാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമായിരുന്നു. ഇവിടെ സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. പറഞ്ഞേ മക്കളെ, ഏതാ വരുന്നതിന്റെ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണോ, സ്വാട്സ് റിയാക്ഷൻ ആണോ, വൂഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ ആണോ, ഫിംഗൽസ്റ്റൺ റിയാക്ഷൻ ആണോ, അത് ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ് ആണോ എന്നാണ്. ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ് ആണോ വരുന്നത്? ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ് ആകെ രണ്ട് നമുക്ക് ഫ്ലൂറോ ആൽക്കീൻസ് അല്ലെങ്കിൽ അയോഡോ ആൽക്കീൻസിന് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. യെസ് മീനാക്ഷി, വെരി ഗുഡ്. അതേഴ്സ്, വേറുള്ളവരൊക്കെ എവിടെ? ഓടിവാ. യെസ് അഫ്സൽ, ഹായ് അഫ്സൽ, കുറെ കാലമായല്ലോ കണ്ടിട്ട് അഫ്സലിനൊക്കെ. ഏതാ മക്കളെ വരുന്നത്? ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. വൂഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ. ബിക്കോസ് നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടുന്നുണ്ടാവുക? ഒരു ഹാലോ ആൽക്കെയിൻ കിട്ടും അല്ലെ. ബ്രോമോ അല്ല 2 ബ്രോമോ മെത്തേഡ് പ്രൊപ്പെയിൻ, അത് HBr in the presence HBr ആകുമ്പോൾ പെറോക്സൈഡ്സ് അല്ലെങ്കിൽ എന്ത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത് ഹിലാൽ? വൂഡ്സ് ഫിറ്റിംഗ് അല്ലേ മോനെ? അതേലോ, വൂഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ അല്ലേ വരുന്നത്. സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ, ഹാലോ ആൽക്കീനും ഹാലോ അറീൻസും വെച്ച് നോക്കുമ്പോൾ റൈറ്റ്. ഫസ്റ്റ് വി ഗെറ്റ് പ്രൊപ്പെയിൻ ടു ഓൾ. പ്രൊപ്പെയിൻ ടു ഓളിലേക്ക് നമ്മൾക്ക് എന്താ കിട്ടുക?
നോ പ്രൊപ്പൈൻ ടു ഓൾ അല്ലല്ലോ നമുക്ക് കിട്ടുന്നത്, HBrന്റെ അഡീഷൻ അല്ലേ ഇവിടെ വരുന്നേ, HBrന്റെ അഡീഷൻ അല്ലേ വരുന്നേ, H2O ആകുമ്പോഴല്ലേ നമുക്ക് ആൽക്കഹോൾ കിട്ടുക അല്ലേ? ആലോചിച്ച് നോക്കിക്കേ. Yeah, I got the guess paper. I can guess the paper now. അങ്ങനെയല്ലേ ഹിലാൽ, മനസ്സിലായോ? HBrന്റെ പ്രശ്നത്തിലാവുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, നമുക്ക് 2 ബ്രോമോ മെത്തേഡ് പ്രൊപ്പൈൻ കിട്ടുന്നത് അല്ലേ, അല്ലേ? 2 ബ്രോമോ പ്രൊപ്പൈൻ കിട്ടുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ബ്രോമോ ബെൻസീൻ ആണ് തന്നിരിക്കുന്നത്, അതിലേക്ക് സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് അല്ലേ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഒന്ന് ഹാലോ ആൽക്കിനും ഒന്ന് ഹാലോ അറൈൻ ആണ്. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് ബി സോറി, യു ആർ സ്റ്റഡിങ് നൗ, ഡോണ്ട് ബി സോറി, ദിസ് ഇസ് എ കൈൻഡ് ഓഫ് എ റിവിഷൻ. ഓക്കെ, സോ ഇറ്റ് വിൽ ബി എന്താ സംഭവിക്കുന്നുണ്ടാവുക, വൂട്ട്സ് ഫിറ്റിംഗ് റിയാക്ഷൻ ആയിരിക്കും. വൂട്ട്സ് റിയാക്ഷൻ അല്ല, ഫിറ്റിംഗ് റിയാക്ഷൻ അല്ല. വൂട്ട്സ് റിയാക്ഷൻ ആണെങ്കിൽ രണ്ടും ഹാലോ ആൽക്കീനുകൾ ആവണം, ഫിറ്റിംഗ് റിയാക്ഷൻ ആണെങ്കിൽ രണ്ടും ഹാലോ അറൈനുകൾ ആവണം. ഇവിടെ എന്തായിരിക്കും, വൂട്ട്സ് ഫിറ്റിംഗ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണോ, മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത് കേട്ടോ. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ നമ്മുടെ ഇപ്പോൾ നമുക്ക് എപ്പോഴായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്, മെയിലായിരുന്നല്ലോ ഫസ്റ്റ് എക്സാം ഉണ്ടായിരുന്നത്. ആ മെയിൻ്റെ എക്സാമിൻ്റെ സമയത്ത് തന്നെ നമുക്കൊരു ഏകദേശം ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പോയിട്ടുണ്ട്, 250 ചോദ്യങ്ങളുടെ. പിന്നെ വീണ്ടും ഒരു 50 ചോയ്സിങ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എത്രയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ പറ്റുമോ, എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ പറ്റുമോ, അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാനലിലുള്ള, ഞാൻ എൻ്റെ സബ്ജക്റ്റ് മാത്രമല്ല ഞാൻ പറയുന്നത്, കെമിസ്ട്രി മാത്രമല്ല ഞാൻ പറയുന്നത്, ഐ എം ഓൾസോ ടെല്ലിങ് അബൌട്ട് ദ ഫിസിക്സ് ഓൾസോ, ഈവൻ ഫിസിക്സ്, ബയോളജി ഓൾസോ. ഇറ്റ്സ് ഓക്കെ ഹിലാൽ. സി, നമ്മൾ പഠിക്കുന്ന സ്റ്റേജ് അല്ലേ, അപ്പോൾ നമുക്ക് തെറ്റ് വരാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ റിവിഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ്, അപ്പോൾ അത് നിങ്ങൾ തെറ്റ് വരുമ്പോൾ നിങ്ങളത് മൈൻഡിൽ നന്നായിട്ട് ഓർക്കും. ഓക്കെ, യു ആർ മൈ ക്യൂട്ടി മാം, ട്രസ്റ്റ്. ഓക്കെ ഹിലാൽ. സോ ദ തിങ് ഈസ് ആക്ച്വലി, അപ്പൊ നമുക്ക് നിങ്ങളുടെ കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഏകദേശം എനിക്ക് തോന്നുന്നു 1000+ ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാനലിൽ തന്നെ ഓരോ ഈച്ച് സബ്ജക്റ്റ് നമ്മൾ പോയിട്ടുണ്ട്. 1000-ന് മേലെ ചോദ്യങ്ങൾ എന്തായാലും നമുക്ക് പോയിട്ടുണ്ടാകും. കാരണം നമ്മളുടെ അടുത്ത് അത്രയും PPT ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്രയും 1000-ന് മേലെ മേ ബി ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ 1000 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 700 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് സ്റ്റിൽ ഒരു സബ്ജക്റ്റിൽ 700 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ജോക്കല്ല, റൈറ്റ്? ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസി ആയിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന എല്ലാ PPTസും നമ്മുടെ ആപ്പിൽ, PWൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ PWൻ്റെ ആപ്പിൽ അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PPT ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൽ കയറിയിട്ട് PPT ഫെച്ച് ചെയ്യാം. എന്നിട്ട് കിട്ടിയ ആൻസർ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കാനുള്ള ടൈം അടക്കമുണ്ട്. ഓക്കെ, സില്ലി ആയിട്ട് ഇരിക്കരുത്. നിങ്ങളുടെ കയ്യിലില്ല, എനിക്കിനി പറ്റില്ല, ഇറ്റ്സ് ഓവർ, ലൈക്ക് ഐ കനോട്ട് ടേക്ക് ദ ബുക്ക്. എൻ്റെ അടുത്തൊരു കുട്ടി വന്ന് വിളിച്ചിട്ട്, ലവ് ഫ്രം ആസാം, എനിവൺ ഫ്രം കർണാടക. എൻ്റെ അമ്മേ, താങ്ക് യു. നിങ്ങൾക്കൊക്കെ ഈ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? ഡു യു ഗൈസ് ആർ അണ്ടർസ്റ്റാൻഡിങ് അവർ ലാംഗ്വേജ്? ആസാം, കർണാടക ലിറ്റിൽ ബിറ്റ്, ബട്ട് ആസാം ഐ എം നോട്ട് ഷുവർ. ആസാം ഇസ് നോട്ട് ദാറ്റ് കോർണർ, നോ? കറക്റ്റ്. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, you may think that okay, June 21st, oh, it's very again a second chance, again how can I study it, എല്ലാം അടച്ചു വെച്ച് you will be just taking your passions, right? നിങ്ങൾക്ക് ഇപ്പോൾ ഡാൻസ് കളിക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഡ്രോയിങ് ആണ് ഇഷ്ടം, നിങ്ങൾ ആ ബുക്കൊക്കെ അടച്ചു വെച്ച് you have started doing that. Again you are going back to the initial stage and taking the book from the cupboard means it's really difficult. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആ ഒരു കാര്യത്തിന് ഞങ്ങൾ അന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, വി ആക്ച്വലി 15 പേര് കാണുന്നവരുണ്ടല്ലോ, it's really difficult to start over, right? And I definitely ഞാൻ ആലോചിക്കാറുണ്ട്, how could you guys can do that again? I mean, എനിക്ക് ഞാനിങ്ങനെ ആലോചിക്കും, എൻ്റെ പൊന്നി, ഈ മക്കൾക്ക് എങ്ങനെ ഇത്രയും ഡിറ്റർമിനേഷൻ ഉണ്ടാവുക എന്നുള്ളത്. ഇറ്റ്സ് വെരി, നിങ്ങൾ ഭയങ്കര ഡിറ്റർമൈൻഡ് ആയതുകൊണ്ടാണ് അല്ലേ, നിങ്ങൾക്ക് വീണ്ടും അത് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഈ 15 പേര് എൻ്റെ അടുത്ത് നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് കിട്ടുമോ നിങ്ങൾക്ക് കിട്ടില്ലേ അതൊക്കെ രണ്ടാമത്തെ. ഈ ഓൾറെഡി വിൻ, നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്തിട്ടുള്ള നിങ്ങൾ ഓൾറെഡി വിൻ ആണ്. ഓക്കെ, ബിക്കോസ് വീണ്ടും എല്ലാത്തതും സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, അത് നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾ ഓൾറെഡി വിൻ ആയി കഴിഞ്ഞു. ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഓൾറെഡി ഹീറോസ് ആണ്, ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഓൾറെഡി വൈറ്റ് കോട്ട് ഇട്ട് കഴിഞ്ഞു. Still I got every concept. Ma'am say in English. അയ്യോ, ഞാനത് എങ്ങനെ മൊത്തത്തിൽ ഇംഗ്ലീഷിൽ പറയാം? കറക്റ്റ് ആണ് മാം, ഞാൻ PW ക്ലാസ് ഫസ്റ്റ് മുതൽ നോക്കുന്നുണ്ട്, അതിൽ ഡെയിലി 100 ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്, എനിക്ക് യൂസ്ഫുൾ ആണ്. താങ്ക് യു ടീച്ചർ. ദാറ്റ്സ് ഇറ്റ്.
Super, super. Steady boy. Nothing. You're already win and you're already a doctor in front of us because you guys are starting over everything, right? After closing your books, you thought that it is done. NEET is done. Everything is done. You just check your marks. Everything is done. And you got this much marks and you are okay with that. Maybe you're not okay also. But you thought that it's all done, right? Again, you're starting over. Again, you're watching the channel. Again, you're revising the chapters. Means it's not just a joke or a silly thing. You guys are already win and you guys are already doctor for us. Sure, study boy, you can cover it. You would still have a lot of, lot of time, right? Almost 20 days in it. You can start over it. No issues. Don't think twice. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട് വീട്ടിലിരുന്നിട്ട് ഇഷ്ട ഞാൻ ഈ പ്രിപ്പറേഷൻ ഒക്കെ ഇഫ് ഐ ഡൺ ഇൻ മൈ ഗുഡ് ടൈം ലൈക്ക് 20 ഇയേഴ്സിലോ അല്ലെങ്കിൽ 19 ഇയേഴ്സിലോ ഒക്കെ ഇഫ് ഐ ഹാവ് ഡൺ ദിസ് മച്ച് ഹാർഡ് വർക്ക് ഫോർ യു ഗൈസ് ഐ വുഡ് ഹാവ് ബിക്കം എ ഡോക്ടർ. Correct? So you guys have all the resources with you. You guys have the YouTube channels. You guys have all the notebooks, PDFs. Everything is available in the online. You just want to make use of it. That's it. Correctly, നിങ്ങൾ use ചെയ്യേ വേണ്ടു അല്ലേ? Thank you, artist. Next question. Given reaction between two gases represented by the A2 and B2 to give the compound AB. That is A2 plus B2 gives 2AB. They have given the equation also. Okay. So at equilibrium, the concentration of the A2 എന്ന് പറയുന്നത് 3 into 10 to the power of minus 3 molar. B2 എന്ന് പറയുന്നത് 4.2 into 10 to the power of minus 3 molar. And AB, they have given you 2.8 into 10 to the power of minus 3. If the reaction take place in a sealed vessel, okay, sealed vessel ആണ്. So you can easily at 27 degrees Celsius എന്ന് തന്നിട്ടുണ്ട്. The value of the Kp ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ അതായത് വലിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ച് ചെയ്യണതൊക്കെ ആണെങ്കിൽ ആ ക്വസ്റ്റ്യനിനകത്ത് if there is a lot of things to read for you guys, just make sure there will be some hint for that question. ആ ക്വസ്റ്റ്യൻ ഒന്നില്ലെങ്കിൽ ഈസി ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഹിന്റ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ആ ഹിന്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു കെൻ ഈസിലി സോൾവ് ദ ക്വസ്റ്റ്യൻ. ട്രൈ ടു ഡു ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. അവർ തന്നിട്ടുണ്ട് A2 plus B2 gives 2AB എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നത്തിങ് എൽസ് ദേ ഹാവ് ഗിവൺ. അവർ തന്നിരിക്കുന്നത് A2 ഉം B2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് എവറിത്തിങ് ഇസ് ഇൻ ദ ഗ്യാഷ്യസ് ഫോം. സോ വി ഡോണ്ട് വാണ്ട് ടു വെറി അബൌട്ട് ഇറ്റ്. 2AB തന്നിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് ഓൾസോ ഗിവൺ ദറ്റ് കേസ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. സോ വി കൻ ഫൈൻഡ് ഔട്ട് ദ KC. ഓക്കെ, കാരണം നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് KP is equal to KC into RT delta NG എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. യു റിമെമ്പർ ദാറ്റ് ഇക്വേഷൻ? സോ KC കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. വേറെ വഴിയില്ല. വി ഡോണ്ട് ഹാവ് എനി അതർ ഡാറ്റ. വി ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദ KC. നിങ്ങൾക്ക് ഇഫ് യു ഡോണ്ട് ഹാവ് എനി ഡാറ്റ, ഓക്കെ, ഗിവൻ ഡാറ്റ വെച്ച് നിങ്ങൾക്ക് എന്താണോ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ജസ്റ്റ് ഡു ദാറ്റ്. ഫ്രം ദർ യു വിൽ ഗെറ്റ് സം ഐഡിയ. ഓക്കെ, സോ KC കിട്ടിയിട്ടുണ്ടായിരുന്നു. KC എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 3 into 3 ആണോടാ? അല്ല, KC എന്ന് പറയുന്നത് ഗായ്സ് 2.8 into 10 to the power of minus 3 square ആണ് divided by because it is 2AB na concentration അല്ല raised to the power stoichiometry. Okay, 3 into 10 to the power of minus 3 into 4.2 into 10 to the power of minus 3. Okay, 10 to the power of minus 3, 10 to the power of minus 3 ഇത് കട്ട് ചെയ്തു because this is 10 raised to minus 6. 10 raised to minus 3, 10 raised to minus 3 മേലേക്ക് പോകുമ്പോൾ 10 raised to 6 ആയിരിക്കും. 10 raised to minus 6 പ്ലസ് 10 raised to 6 എന്ന് പറയുന്നത് കട്ട് ചെയ്തു പോയി. ഇനി നമുക്ക് ആകെ ഉള്ളത് നമുക്കറിയാം 2.8 into 2.8 സ്ക്വയർ ആണല്ലോ, ഡിവൈഡഡ് ബൈ 3 into 4.2. ചെയ്ത് നോക്കിക്കേ മക്കളെ, യു വിൽ ഓൾമോസ്റ്റ് ഗെറ്റ് ദ വാല്യൂ വിൽ ബി അപ്രോക്സിമേറ്റ്ലി 0.62. നിങ്ങൾ ചെയ്ത് നോക്കിക്കേ 0.62. Value approximately, I miss the value approximately will be equal to 0.62. You got it how this cut off, right? 10 raised to minus 3 raised square and the 10 raised to minus 6 are. And here already 10 raised to minus 3 and 10 raised to minus 3. When this go to upside, it is going to be 10 raised to 6. 10 raised to minus 3 into minus 3 and 10 raised to 6 are. That is 10 raised to 6 out. 10 raised to minus 6 are. It when it go upside, 10 raised to 6 are. 10 raised to minus 6 cut you will be having 2.8 into 2.8, 3 into 4.2. So now, listen carefully. Now you know I told you the equation Kp is equal to Kc into RT delta raised to Ng. Delta raised to Ng എന്ന് പറയുന്നത് delta Ng എന്ന് പറയുന്നത് number of എന്തായിരുന്നു? Number of delta Ng എന്ന് പറയുന്നത് number of the gaseous product അല്ലേ? Number of the gaseous product, stoichiometry of the അല്ലെങ്കിൽ നമ്മുടെ moles of the gaseous product minus gaseous reactant ആണ്. So you have 2 here. 2 minus 1 plus 2 is equal to 2 minus 2, which is equal to 0. So we can easily found that Kp is equal to Kc, which Kc we already got it 0.6. That will be equal to Kp. So Kp is going to be option C, 0.6. Option C, 0.6.
As simple as that. ഇങ്ങനെ വലിയ വലിയ ക്വസ്റ്റൻ ഒക്കെ ആകുമ്പോൾ there will be some loop points, okay? There will be some loop points and you have to find out the loop points only. ഒരുപാട് കാൽക്കുലേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റൻ ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് this is a trick actually. If that particular question does not have that much lengthy question, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരുപാട് ലെങ്തി അല്ലെങ്കിൽ കാൽക്കുലേഷൻ കുറച്ചുകൂടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് ദ ക്വസ്റ്റ്യൻ itself is too lengthy, they won't, I mean there will be some tricks in between. അത് നിങ്ങൾ കണ്ടെത്താത്തതുകൊണ്ടാണ്. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ ഇസ് ലിറ്റിൽ ബിഗ് ആക്ച്വലി. നമ്മളത് വായിച്ചു വരാൻ തന്നെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. സോ ദർ വിൽ ബി സം ട്രിക്സ്. അത് നിങ്ങൾ കണ്ടെത്തുകയുള്ളൂ, അത്രേ ഉള്ളൂ. അതിന് യു ഹാവ് ടു പ്രാക്ടീസ് ആസ് മച്ച് ക്വസ്റ്റ്യൻസ് ആസ് യു ക്യാൻ. ഓക്കെ അല്ലേ മക്കളെ? ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ റൂമിൽ, ഈ സ്റ്റുഡിയോയിൽ ഞാൻ എവിടെ തൊട്ടാലും സ്റ്റാറ്റിക്കാ. ഞാൻ അവിടെ ചുമ്മാ തൊട്ടപ്പോഴേക്ക് എന്റെ മുടിയൊക്കെ മുന്നിലേക്ക് വന്നു. കംപ്ലീറ്റ് സ്റ്റാറ്റിക്കാ. ഓക്കെ, സോ can I go to the next question? Okay. Next question, something, okay, X is given. X, when they react with the tolerance reagent, they are giving propanoic acid. So you have to know what will be reacting with the tolerance reagent and to get the propanoic acid. That is not the question. പക്ഷെ നിങ്ങൾക്ക് അത് അറിയണം. ഓക്കെ, പ്രൊപ്പനോയിക് ആസിഡിലേക്ക് B2H6 in the presence of H2O plus ആഡ് ചെയ്തപ്പോൾ Y കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ Yയിലേക്ക് CrO3 എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ് കേട്ടോ. ഓക്സിഡേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് H2SO4 ചെയ്യുമ്പോൾ Z കിട്ടുന്നുണ്ട്. യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് Z. Z എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിച്ചേ മക്കളെ. ക്യുക്ക്. B2H6 എന്ന് പറയുന്നത് നമുക്കറിയാം BH3 ആണ്, അതായത് റിഡക്ഷൻ ആണ് അവിടെ ഉണ്ടാകുക ചെയ്യുന്നത്. ഓക്കെ, B2H6 എന്ന് ഉദ്ദേശിക്കുന്നത് റിഡക്ഷൻ ആണ്. ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കിക്കേ. നമ്മുടെ ഓപ്ഷൻസിൽ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കിക്കേ ഹിലാൽ. ഒന്നുകൂടി ചെയ്ത് നോക്കിക്കേ ഹിലാൽ. അതായത് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഞാൻ പറയാണ്, നമുക്കറിയാം ടോളറൻസ് റിയേജന്റ് വെച്ച് റിയാക്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി an aldehyde. When they react with the tolerance reagent, they are giving you the alcohol, I mean acid, which is CH3COOH. Okay, ഇതിലേക്ക് B2H6 is undergoing the reduction. അല്ലേ, റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക മക്കളെ? when it is undergoing the reduction means what will be happening, which product will be giving? എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? ആൽക്കഹോൾ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. CH3 സെയിം നമ്പർ ഓഫ് ആൽക്കഹോൾ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ആൽക്കഹോൾ കിട്ടി. മെത്തഡ് പ്രൊപ്പനോൾ എന്ന രീതിയിലേക്ക്. അതിലേക്ക് CrO3 in the presence of H2SO4 ഓക്സിഡൈസിങ് ഏജന്റ് which is lightly mild only. അതിൽ നിന്ന് ആൽക്കഹോളിൽ നിന്ന് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക? ആലോചിച്ച് നോക്കിക്കേ. CrO3 in the presence of H2SO4 സോ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. that will be getting no ആൽക്കഹോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? ആസിഡ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ again that will going to get the propanoic acid. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. നമ്മൾ അത് ഒരിക്കലും ആലോചിക്കില്ല, കാരണം ഓൾറെഡി ഒരു പ്രൊപ്പനോയിക് ആസിഡ് ഉള്ളതുകൊണ്ട് നമ്മൾ Z എന്ന് പറയുന്നത് വീണ്ടും പ്രൊപ്പനോയിക് ആസിഡ് ആവുമെന്ന് ചെയ്യില്ല. കാരണം ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ വന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് റിഡക്ഷനും ഉണ്ട് ഓക്സിഡേഷനും ഉണ്ട്. മനസ്സിലായോ? ഈ സെയിം പ്രൊപ്പനോയിക് ആസിഡിന് റിഡക്ഷനും ഓക്സിഡേഷനും അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവസാനത്തെ പ്രോഡക്റ്റ് എന്ത് തന്നെ കിട്ടുന്നുണ്ടാവുക? പ്രൊപ്പനോയിക് ആസിഡ് തന്നെ ആയിരിക്കും. റിഡക്ഷൻ അണ്ടർഗോ ചെയ്തു, ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്തു, ആ ചേഞ്ചസ് അവിടെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ സെയിം ആയിട്ട് പ്രൊപ്പനോയിക് ആസിഡ് അങ്ങനെ ആലോചിച്ചാലും മതി. പക്ഷെ അങ്ങനെ എല്ലാ സമയത്തും അങ്ങനെ ആവണമെന്നില്ല. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ പ്രൊപ്പനോയിക് ആസിഡ്. ക്ലിയർ ആണോ? യെസ്, ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി. മക്കളെ ഞാൻ ഇപ്പോഴും പറയുന്നു ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി അല്ല. ഐ നോ ദ സ്റ്റുഡൻസ് നോ അബൌട്ട് ദ സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി. ഐ നീഡ് ദ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി നിങ്ങൾക്ക് അറിയാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവരുത്. സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പിയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കറക്റ്റ് ഓർഡർ ഓഫ് ദ സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി വേഗം ചെയ്തേ. എന്തായിരിക്കും ഫസ്റ്റ്? നമുക്കറിയാം ഇതെന്ന് പറയുന്നത് NS2NP2 എന്ന് പറയുന്നത് 2s2 എന്ന് പറയും. 2s2 2p2 ആണ്. ഇതെന്ന് പറയുന്നത് 2s2 2p3 ആണ്. ഇതെന്ന് പറയുന്നത് 2s2 2p4 ആണ്. സോ ഫസ്റ്റ് അയോണൈസേഷൻ എനർജി ഐ ക്യാൻ സേ ദാറ്റ് ദിസ് വിൽ ബി ഗോയിങ് ടു ബി ഹയർ. പക്ഷെ സെക്കൻഡ് അയോണൈസേഷൻ എനർജി അതാവില്ല. സെക്കൻഡ് അയോണൈസേഷൻ എനർജി ഓക്സിജൻ ഇസ് ഗോയിങ് ടു ബി ഹയർ ബിക്കോസ്
2p4 ആയിരുന്നത് 2p3 ആവുകയാണ് ഒന്ന് പോയപ്പോൾ. സെക്കൻഡ് ionization energy it is 2p3. So when it is 2p3 means they have to give that much effort because it's partially stability കിട്ടിയിട്ടുള്ളതാ. So oxygen will be more, right? Oxygen will be greater. പിന്നെ you have the fluorine also. So fluorine എന്ന് പറയുന്നത് 2s2 2p5 ആണ് അല്ലേ, 2p5 ആണ്. സോ ഓൾറെഡി ഒന്ന് പോയിട്ട് 2p4 നിൽക്കുക. ആൻഡ് ഫ്ലൂറിൻ they themselves have more energy, correct? So oxygen will be lesser, greater than fluorine. പിന്നെ നൈട്രജൻ വരും, ഏറ്റവും കുറവാണ് കാർബൺ വരെ, കാരണം 2p1 നിൽക്കുന്നുണ്ടാവുക. So they will be having less. So option C is going to be the correct answer. Option C is the correct answer. Clear ആവുന്നുണ്ടോ? എങ്ങനെ വന്നേന്ന് മനസ്സിലായോ? Next question, statement 1, FeCN63- is weakly paramagnetic, while FeH2O6 3+ is strongly paramagnetic. ഒന്ന് weakly paramagnetic ആണ്, ഒന്ന് strongly paramagnetic ആണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമോ? FeCN6 എന്ന് പറയുന്നത്, CN എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. Fe എന്ന് പറയുന്നത് they will be having the oxidation state of +3 oxidation state ആയിരിക്കും വന്നിട്ടുണ്ടാവുക. +3 oxidation state എന്ന് പറയുമ്പോൾ number of unpaired electrons എണ്ണം എന്ന് പറയുന്നത് കുറവാണ്. പാരാമാഗ്നറ്റിക് ആണെങ്കിലും അതിന്റെ എണ്ണം എന്ന് പറയുന്നത് കുറവാണ്. ആൻഡ് FeH2O എന്ന് പറയുന്നത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. സോ ദേ വിൽ ബി ഹാവിംഗ് മോർ അൺപയർഡ് ഇലക്ട്രോൺസ് അല്ലെ. സോ അൺപയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ കൂടുതലാണ്. So that's why this is going to be the strongly paramagnetic and this is weakly paramagnetic. Statement 1, which is correct. Now statement 2 എന്ന് പറയുന്നത് MnCN6 3+ is at D2sp3 hybridization and paramagnetic in nature. MnCN6 3+ എന്ന് പറയുന്നത് Mn എന്ന് പറയുന്നത് അപ്പൊ എന്ത് സ്റ്റേറ്റിലാണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അതായത് 3D 4s2 3d5 നിൽക്കുന്നതായിരുന്നു, അത് എന്തായിട്ട് മാറുന്നുണ്ടാവും? 3d4 മാറുന്നുണ്ടാവും. ആൻഡ് just a second my dear students. MnCN6 is D2sp3 and it should be diamagnetic na. So option A is the correct answer. Let me into my question എന്തെങ്കിലും mistake ഉണ്ടോ എന്ന് മിസ് നോക്കട്ടെ. മക്കളെ ഇത് പാരാമാഗ്നറ്റിക് തന്നെയല്ലേ വരിക? T2 രണ്ട് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, പാരാമാഗ്നറ്റിക് തന്നെയാണ്. പാരാമാഗ്നറ്റിക്, യെസ് പാരാമാഗ്നറ്റിക് തന്നെയാണ് കേട്ടോ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്, പാരാമാഗ്നറ്റിക് തന്നെയാണ്. നെക്സ്റ്റ് വൺ, 2-bromo 2-3-trimethyl pentane is treated with sodium ethoxide in ethanol. The minor product. ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത്
നമ്മൾ മൈനർ പ്രോഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മൈനർ പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ സെയ്റ്റ്സഫ് റൂൾ വെച്ചിട്ട് നമുക്ക് മേജർ പ്രോഡക്റ്റ് കിട്ടുവാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതിൽ ഏതാണോ മൈനർ ആയിട്ട് വരുന്നത് അതാണ് പ്രോഡക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, മേജർ അല്ല ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദേ ഹാവ് ഗിവൻ യു 3 ബ്രോമോ 2,2,3 ട്രൈമീഥൈൽ പെന്റൈൻ. മക്കളെ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ്. രണ്ടാമത്തെ സ്ഥാനത്ത് CH3 ഉണ്ട്, 2 CH3 ഉണ്ട്. പിന്നെ എന്തുണ്ട്, മൂന്നാമത്തെ സ്ഥാനത്ത് ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു ബ്രോമിനും ഉണ്ട്. ഇത് ട്രിക്കി ആയിട്ടുള്ള കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ലിസൺ കെയർഫുള്ളി. അതായത് CH3 ഉണ്ട്, ഇവിടെ ഒരു CH2 ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു CH3 ഉണ്ട്. ഈ CH2 ഞാൻ എഴുതാത്തതാണ്, ഞാൻ വേണമെങ്കിൽ എഴുതി തരാം. ഇതിലേക്ക് സോഡിയം ഈത്തോക്സൈഡ് വിച്ച് മീൻസ് CH3CH2ONA, അതായത് അവിടെ വർക്ക് ചെയ്യുന്നത് CH3CH2O ഈത്തോക്സൈഡ് NA മൈനസ്. E2 എലിമിനേഷൻ ആണ് നടക്കുന്നത്. യെസ് ഹിലാൽ, എലിമിനേഷൻ ആണ് നടക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 തരത്തിലുള്ള പ്രോഡക്ട്സ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മൾ എങ്ങനത്തെ പ്രോഡക്ട്സ് ഉണ്ടാക്കാം. അതായത് ഇവിടെ വരുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കാം. ഐ മീൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുമോ? ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഡബിൾ ബോണ്ട് വരാനുള്ള ചാൻസസ് ഉണ്ടോ മക്കളെ? ഇസ് ദർ എനി ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഡബിൾ ബോണ്ട് ദർ? ഉണ്ടോ? അതേപോലെ ഇവിടെയും ഡബിൾ ബോണ്ട് വരാം, ഇവിടെയും ഡബിൾ ബോണ്ട് വരാം കാർബണിന്റെ. ഇവിടെ ഡബിൾ ബോണ്ട് വരാനുള്ള ചാൻസസ് ഉണ്ടോ? ഇല്ല, അവിടെ ഡബിൾ ബോണ്ട് വരാനുള്ള ചാൻസ് ഇല്ല. ഇവിടെ 2 തരത്തിലുള്ള പ്രോഡക്റ്റ് ആണ് മിസ് എഴുതാൻ പോകുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ, 2 തരത്തിലുള്ള പ്രോഡക്റ്റ് ആണ് മിസ് എഴുതാൻ പോകുന്നത്. ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റാണ് കിട്ടുന്നതെന്നാണ് പറയാൻ പോകുന്നത്. CH3 C double bond CH2 CH3 and they do have a CH3 here. ഇത് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇനി കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് മിസ് അതിന്റെ ഓർഡറിൽ തന്നെ എഴുതാണ്, അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. CH3 C ഡബിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 CH3. അതായത് ഇവിടെ ഡബിൾ ബോണ്ട് വരില്ല, കാരണം അവിടെ കൊടുക്കാൻ ഹൈഡ്രജൻ ഒന്നുമില്ല, എലിമിനേഷൻ നടക്കുന്നില്ല. പക്ഷെ ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇവിടെയും ഡബിൾ ബോണ്ട് വരും. ബിക്കോസ് ദേ ഹാവ് ദ ഹൈഡ്രജൻ ഹിയർ ആൻഡ് ദേ ഡു ഹാവ് ദ ഹൈഡ്രജൻ ഫ്രം ഹിയർ, അല്ലേ? അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ പോകുന്നുണ്ട്, ഇവിടെ ഒരു കാർബൺ ഹൈഡ്രജനേ ഉള്ളൂ, അല്ലേ? ഇങ്ങനെയാണ് 2 പ്രോഡക്റ്റ് വരുന്നത്. മക്കളെ ഈ 2 പ്രോഡക്റ്റിൽ ഫസ്റ്റ് പ്രോഡക്റ്റ് മിസ് പറയുകയാണെങ്കിൽ ഇതായിരിക്കും കാർബൺ കഴിഞ്ഞിട്ട് ഇവിടെ 3 വരുന്നുണ്ട്, ഇതിന്റെ അടുത്ത് ഈ കാർബൺ ഇവിടെ 3 വരുന്നുണ്ട്, ഇവിടെയും 3 വരുന്നുണ്ട്. വിച്ച് മീൻസ് ദേ ഡു ഹാവ് 6 ആൽഫ ഹൈഡ്രജൻ. ദിസ് ഈസ് ഗോയിങ് ടു ബി ദി മേജർ പ്രോഡക്റ്റ്. മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് മേജർ പ്രോഡക്റ്റ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഡബിൾ ബോണ്ട് ആണ്, ഈ കാർബണിൽ ഒരു കാർബണും വരുന്നില്ല, ഈ ഡബിൾ ബോണ്ടിന്റെ അടുത്ത് എടുക്കുന്ന ഇവിടെ ആകെ 2 ഹൈഡ്രജനേ വരുന്നുള്ളൂ. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ദ മൈനർ പ്രോഡക്റ്റ്. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആസ് പെർ ദ സെയ്റ്റ്സഫ് റൂൾ they are asking you about the minor product. Now while counting tell me what will be the minor product. ഇവിടെ എന്തായിരിക്കും നമ്മൾ ഉണ്ടാവുക? 1 2 3 4 ഇങ്ങനെയായിരിക്കും കൗണ്ട് ചെയ്യുന്നുണ്ടാവുക. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ലോങ്സ്റ്റ് ചെയിൻ ബിക്കോസ് ഡബിൾ ബോണ്ട് ഉള്ളതല്ലേ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് നമുക്കൊരു ഈഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, അല്ലേ? രണ്ടാമത്തെ സ്ഥാനത്ത് ഒരു ഈഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, മൂന്നാമത്തെ സ്ഥാനത്ത് 2 ഡൈമീഥൈൽ ഗ്രൂപ്പും വന്നിട്ടുണ്ട്. And you have a double bond on the first strand. So എന്തായിരിക്കും? 2 ethyl 3 dimethyl meth prop but 1 ethene 1 ene 2 ethyl 3 dimethyl but 1 ene. Option B is going to be the correct answer. എത്ര പേർക്ക് ഇത് മനസ്സിലായി? Yes Raj, very good. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ക്ലിയർ ആണോ? ഇത് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എങ്ങനെയാ വന്നേന്ന് മനസ്സിലായോ? കുറച്ച് ട്രിക്കി ആയിട്ട് അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നോർമൽ ആയിട്ടുള്ള എലിമിനേഷൻ ആണ്, പക്ഷേ യു വിൽ എൻഡ് അപ്പ് ഇൻ ഗെറ്റിംഗ് റോങ് ആൻസർ. കാരണം നിങ്ങൾ പെട്ടെന്ന് ചെയ്യുക, ഇവിടെ ഡബിൾ ബോണ്ട് ഇടാനാ ശ്രമിക്കുക. നമ്മൾ വേറെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും നമ്മൾ നോക്കില്ലല്ലോ, പെട്ടെന്ന് ചെയ്യല്ലേ ചെയ്യുക. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ഇട്ട് ചെയ്യുമ്പോൾ അത് റോങ് ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ചാലും മതി, എങ്ങനെ കാർബണിന്റെ വാലൻസി 1 2 3 4 5 വരില്ലല്ലോ, അങ്ങനെ ആലോചിച്ചാലും മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കിട്ടിയോ? ആര്യാനന്ദ, വെരി ഗുഡ് ആര്യാനന്ദ. അതേഴ്സ്
ഒരു വട്ടം കൂടി പറയണോ? ലിസൺ കെയർഫുള്ളി. നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് കോമ്പൗണ്ട് ഇതാണ് മക്കളെ. അതായത് നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്ഥാനത്ത് ബ്രോമിൻ ഉണ്ടായിരുന്നു. രണ്ട് സ്ഥാനത്ത് 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ സ്ഥാനത്തും ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. സോ 3 ബ്രോമോ 2 ട്രൈ മീഥൈൽ പെൻറ്റെയിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. അതിലേക്ക് നമ്മൾ ഈത്തോക്സൈഡ് ആണ് വാട്ട് എവർ ഇറ്റ് ഇസ് എ ബേസ്, ബൾക്കി ബേസ് ഒന്നും അല്ല. ഓക്കെ, ടെർഷ്യറി ബ്യൂട്ടൈൽ ഓക്സൈഡ് ഒക്കെ ആണെങ്കിലാണ് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഹോഫ്മാൻ പ്രോഡക്റ്റിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമുള്ളൂ. ഇത് സെയ്റ്റ്സ് ഓഫ് റൂൾ തന്നെയാണ്. സോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിംഗ് ദി CH3CH2O എന്ന് പറയുന്നത് ഈത്തോക്സൈഡ് ആണ് വരുന്നത്. ദിർ ആസ്കിങ് യു ടു ഫൈൻഡ് ഔട്ട് ദി മേജർ പ്രൊഡക്റ്റ് അല്ല, മൈനർ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇവിടെ 2 തരത്തിലാണ് നമുക്ക് എലിമിനേഷൻ നമുക്ക് ചെയ്യാം. നമുക്കറിയാം ബ്രോമിന്റെ അടുത്ത് കിടക്കുന്ന കാർബണിലേക്ക് ഡബിൾ ബോണ്ട് ചെയ്തിട്ടാണ് നമ്മൾ എലിമിനേഷന്റെ പ്രോഡക്റ്റ് എഴുതാൻ എളുപ്പത്തിൽ നമുക്കറിയാം. സോ നമ്മുടെ വഴി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പോസിബിൾ ആണ്. അതായത് ഇവിടെ ഡബിൾ ബോണ്ട് വരാം, ഇവിടെയും ഡബിൾ ബോണ്ട് വരാം, ഇവിടെയും ഡബിൾ ബോണ്ട് വരാം. എന്തുകൊണ്ട്? കാർബണ് ചുറ്റും ഈ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണ് ചുറ്റും ഇത്രയും കാർബൺ ഉള്ളതുകൊണ്ട് ഈ 3 ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് പോസിബിൾ. പക്ഷേ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ റിലീസ് ചെയ്ത് പോകുന്നത് ഇവിടെ HBr ആണ്. അതായത് ഹൈഡ്രോ ഹാലോജിനേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഹൈഡ്രജനും പോകുന്നുണ്ട്, ഹാലോജനും പോകുന്നുണ്ട് അവിടെ. ഓക്കെ, സോ ഹൈഡ്രജനും ഹാലോജനും പോകുമ്പോൾ ഇവിടെ പോവാൻ എന്തില്ല, ഒരു ഹൈഡ്രജൻ ഇല്ല. അവിടെ ഒരു ഡബിൾ ബോണ്ട് വന്നു എന്ന് വിചാരിക്കുക. അവിടെ പെട്ടെന്ന് ഒരു ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാലൻസിനെ നോക്കിക്കേ, 1 2 3 4 5 അല്ലെ, 1 2 3 4 5 ആ വരുന്നത്. അങ്ങനെ വരുമോ? കാർബൺ വരില്ല. അപ്പൊ നമുക്ക് ഇവിടെ വരാൻ നമ്മൾ ആസ് പെർ അവർ നോളജ് അവിടെയും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ വരില്ല എന്നാണ് മിസ് പറയുന്നത്. നിങ്ങൾ യു വിൽ ended up in getting here and you will write the answer and it is going to be wrong. നിങ്ങൾ അത് ചെയ്യും. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും കാർബണിൻ്റെ അത് വരുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും മേജർ പ്രൊഡക്റ്റ്. നിങ്ങൾ ഇതിനെ മൈനറായിട്ട് എടുത്തിട്ട് എഴുതും. ഇത് മേജർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് മൈനറായിട്ട് മാറിപ്പോകും. മനസ്സിലാവുന്നുണ്ട്? അവർ 2 ഓപ്ഷനും തന്നിട്ടും ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ദേ വിൽ ഗിവ് യു ദ ബോത്ത് ഓപ്ഷൻ ഓൾസോ ആൻഡ് ദേ വിൽ ആസ്ക് യു ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതും മാത്രമാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഡബിൾ ബോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കോമ്പൗണ്ട് കിട്ടുന്നത്. ഇത് വെച്ച് ചെയ്യുമ്പോഴാണ് ഈ കോമ്പൗണ്ട് കിട്ടുന്നത്. ഇനി ഇവിടുത്തെ ട്രിക്ക് 2ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഡബിൾ ബോണ്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാർബൺ ഡബിൾ ബോണ്ടിന്റെ അടുത്ത് കിടക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. ഈ കാർബൺ ഡബിൾ ബോണ്ടിന്റെ അടുത്ത് കിടക്കുന്ന ഈ ആൽക്കൈൽ ഗ്രൂപ്പിന് 3 ഹൈഡ്രജൻ ഉണ്ട്, which is together there are 6 alpha hydrogen. Okay, now while I'm taking this is the double bond and I can understand that ഈ 2 കാർബണിന്റെ അടുത്ത് കിടക്കുന്ന ഇതിലൊരു കാർബണും ഇല്ല അറ്റാച്ച് ചെയ്തിട്ട്. ഈ കാർബണിലേക്ക് അറ്റാച്ച് ആവുന്നത് ഇവിടെ കാർബൺ ഉണ്ട്, ഇവിടേക്ക് ആൽഫ ഹൈഡ്രജൻ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ഉണ്ട്. So there is 6 alpha hydrogen here, 2 alpha hydrogen here, and you can say that this is going to be the major product as per the Sates of rule. അല്ലേ? ഇനി നമ്മുടെ മൈനർ ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ ഓഫ് കോഴ്സ് ദിസ് ഇസ് ഗോയിങ് ടു ബി ദ മൈനർ. ഇനി എവിടെ ട്രിക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു നെയിം ഇറ്റ്. നെയിം ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ ബോണ്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നെയിം ചെയ്യുക. സോ ഇങ്ങനെ നെയിം ചെയ്തിരുന്ന സാധനം അങ്ങനെ മാറിയിട്ട് നമ്മൾ എങ്ങനെ നെയിം ചെയ്യേണ്ടി വരും. ഡബിൾ ബോണ്ട് വരുന്ന തരത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പാരന്റ് ചെയിൻ എടുക്കേണ്ടി വരും. സോ 1 2 3 4 എന്ന രീതിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വി കൻ സേ ദാറ്റ് 2ാമത്തെ സ്ഥാനത്ത് നമുക്കൊരു ഈഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, 3ാമത്തെ സ്ഥാനത്ത് 2 മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, 1ാമത്തെ സ്ഥാനത്ത് നമുക്കൊരു ഡബിൾ ബോണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 2 ഈഥൈൽ 3 dimethyl methylpropyl-bute 1 ENE. 2 ethyl 3 dimethyl-bute 1 ENE. മനസ്സിലായോ അഫ്സൽ? ക്ലിയർ ആണോ? ഇവിടത്തെ ഒരു ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ if you got ended up in taking this as the major product, ഇത് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു കാർബൺ ഡബിൾ ബോണ്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, അപ്പൊ തന്നെ 9 ആൽഫ ഹൈഡ്രജൻ ആയി. അപ്പൊ നിങ്ങൾ വിചാരിക്കുക അതാ മേജർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു ഭാഗത്തിനെ കുറിച്ച് നിങ്ങൾ മറന്നുപോകും. നിങ്ങൾ ഇത് പിന്നെ എന്തായിട്ട് എടുക്കും? മൈനർ പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കും. ഇത് മൈനർ പ്രൊഡക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇങ്ങോട്ട് എത്തിക്കും. മനസ്സിലായോ? ഇതാ ഈ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുക. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 3 4 ട്രൈ മീഥൈൽ എന്ന രീതിയിലേക്ക് കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് ഡബിൾ ബോണ്ട് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ സാധനം ഇല്ല കേട്ടോ, ഇതില്ല. ഇത് ഡബിൾ ബോണ്ട് ആയിട്ട് 2ാമത്തെ സ്ഥാനത്ത് എന്തുണ്ട്? പെൻറ്റീന്റെ 2ാമത്തെ സ്ഥാനത്ത് ENE വന്നിട്ട്, 3ാമത്തെ സ്ഥാനം മീഥൈൽ വന്നിട്ട്, 4ാമത്തെ സ്ഥാനത്ത് എന്തുണ്ട്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ യു വിൽ ബി ended up in getting this answer which is wrong. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് ഇവരങ്ങനെ 2 ആൻസർ അവർ തന്നിട്ടുണ്ട്. 2 തന്നിട്ടുണ്ട്. അവർക്കറിയാം മക്കൾ ഇങ്ങനെയാണ് ആലോചിക്കാൻ അവർക്ക് അറിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് റോങ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യരുത് കേട്ടോ. ക്ലിയർ ആണോ? നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറും കിട്ടുമല്ലോ. എല്ലാം ചെയ്ത് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എണ്ണം നോക്കുമ്പോൾ ഒക്കെ കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ഫസ്റ്റ് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതെ ചൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? ആലോചിച്ച് ചെയ്യട്ടെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനും ചാൻസ് കൂടുതലാണ്. വി ക്യാൻ എക്സ്പെക്ട് ദിസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൾസോ.
Okay, next question. Consider the following reaction. Select the correct statement among the following. Okay. Now, they have given you the particular diazonium chloride തന്നിട്ടുണ്ട്. അതിലേക്ക് CuCN Sandmeyer reaction ആണ്. In the presence of KCN വെച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. So, you can say that ബെൻസീനിലേക്ക് CN group add ആയിട്ടുണ്ടാവും. അതിലേക്ക് sodium in the presence of HgC2H5OH എന്ന് പറയുന്നതിലേക്ക് react ചെയ്യുമ്പോൾ you are getting Y. Y-ന് PbSO2Cl എന്ന് പറയുന്നത് ഹെയ്സൻബർഗ് PbSO2Cl എന്ന് പറയുന്നതൊക്കെ ആഡ് ചെയ്യുമ്പോൾ Z കിട്ടുന്നുണ്ട്. You are supposed to find out എന്തായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. X is formed by the Gatman reaction. X Gatman reaction ആണോ CN എന്ന് വെച്ചിട്ടുള്ളത്? അല്ല. സോ ദാറ്റ് ഇസ് റോങ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കിയുള്ളതിനാണ് നിങ്ങൾക്ക് നോക്കേണ്ടത്. ആദ്യം ഈ റിയാക്ടന്റിന്റെ ഈ റിയാക്ഷൻ ഒന്ന് എഴുതിക്കേ. എന്താ കംപ്ലീറ്റ് റിയാക്ഷൻ ഒന്ന് കൊടുത്തേ. Z ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഇല്ലല്ലോ മോനെ ഹിലാലെ. യെസ് ഹിലാൽ, വെരി ഗുഡ് കറക്റ്റ് ആൻസർ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ണിൽ നമുക്ക് എന്ത് കിട്ടും? സൈനോ ഗ്രൂപ്പ് SCN ആഡ് ചെയ്യും. ഈ CNലേക്ക് സഡൻ ഇൻ ദ പ്രസൻസ് ഓഫ് Hg എന്ന് പറയുന്ന റിഡക്ഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. നമുക്ക് എന്ത് കിട്ടും മക്കളെ? വി വിൽ ബി ഗെറ്റിംഗ് CH2NH2 അല്ലെ? CH പ്രൈമറി അനലിൻ കിട്ടും, CH2NH2 കിട്ടും, സാൻമേയർ റിഡക്ഷൻ വരും. പിന്നീട് PbSO2 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹേസൻബർഗ് ആണ്. SO2 അല്ലേ? ഹേസൻബർഗ് റിയാക്ഷൻ ഹേസൻബർഗ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ എന്താ വരിക? They will be ended up in getting SO they will end up in getting this particular reaction, right? സൾഫണമൈഡ് കിട്ടും അല്ലേ മക്കളെ? അതായത് ഇവിടെ ബെൻസിൻ C6H5SO NH2CH2C6H5 എന്ന രീതിയിലേക്ക് കിട്ടും. സൾഫനമൈഡ് ആണത്. സൾഫനമൈഡ് വരുമ്പോൾ യു ക്യാൻ സേ ദാറ്റ് ദേ ആർ റിയാക്ടിങ്. സൾഫനമൈഡ് എന്ന് പറയുന്നത് ദേ ആർ ആക്ച്വലി സോൾവബിൾ ഇൻ ദ ആൽക്കലീസ്. ആൽക്കലീസ് വളരെ സോൾവബിൾ ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. സോ ഓപ്ഷൻ ഡി ഇസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസെഷൻ ആണ്. സ്പെല്ലിംഗ് തെറ്റാട്ടോ അസെഷന്റെ. അസെഷൻ ആണ്. Thion and chloride are preferred over phosphorus chloride, tri and penta for the preparation of the alkyl chloride from the alcohols. Okay. So reason എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ this reaction alkyl halide is formed along with the escapable gases products as SO2 and HCl. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അതൊന്നും നിങ്ങൾ സമയേ കളയരുത്. ഭയങ്കര പ്യൂറസ്റ്റ് ഫോം ആണ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ മക്കളെ ഇതിൽ? Come on, tell me the correct answer here. എന്താ മക്കളെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? A and R are true and R is the correct explanation of the A. വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ SOCl to thionyl chloride വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പ്യൂറസ്റ്റ് ഫോം ഓഫ് ആൽക്കെയിൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. പ്യൂറസ്റ്റ് ഫോം ഓഫ് ആൽക്കൈൽ, അതായത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഹാലൈറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ബിക്കോസ് ബാക്കി എല്ലാ ഗ്യാസസും എന്താണ്? എസ്കേപ്പബിൾ ആണ് കേട്ടോ. ബാക്കിയെല്ലാം ഗ്യാസസ് ആയതുകൊണ്ട് തന്നെ they will be going escape. Now, for the balanced reaction A plus 2B gives 3C. When 2 moles of A react with 3 moles of B, the amount of the C formed is 4.5 moles. Okay. Sorry teacher, late I boy. For the given data, B is the limiting reagent. Come on, tell me which one will be the limiting. Is it true or wrong? Yes. Darson reaction. Darson method. D ആണ്. D for dot. മക്കളെ ഫോർ ദ ബാലൻസ് റിയാക്ഷൻ A plus 2B. ഓ എൻ്റെ പൊന്നേ,
A plus 2B gives 3C. 2 moles of A is react with the 3 moles of B. The amount of C formed is 4.5 mole. So they are telling reason എന്ന് പറയുന്നത് B is a limiting reagent ആണെന്നാണ് പറയുന്നത്. So tell me which is right or wrong, which is right, which is wrong, and what is the reason also. ഞാൻ ഇതൊന്ന് എഴുതുകയാണേ. എന്തായിരുന്നു അവിടെ? A plus 2B gives A plus 2B gives 3C. Okay. So A എന്ന് പറയുന്നത് 1 ആണെങ്കിൽ they are giving 2. Okay. A എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമുക്ക് 3 ആണ് കിട്ടുന്നത്. Okay. Now, when 2 moles of A react with the 3 moles of B, okay, 2 moles of A and 3 moles of B reacting to get 4.5 moles of C. 2 moles of A ഉണ്ടെങ്കിൽ 1 gives 2 ആണെങ്കിൽ 2 gives എത്രയായിരിക്കണം? 4 moles of B കിട്ടണം. അതേപോലെ തന്നെ 2 moles ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ 6 moles of C ആയിരിക്കണം കിട്ടുന്നുണ്ടാവുക. പക്ഷെ അതല്ല കിട്ടിയിരിക്കുന്നത് വെറും 4.5 ആണ്. വിച്ച് മീൻസ് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ബി എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് 4 moles ഉണ്ടാവണമായിരുന്നു. പക്ഷെ എത്ര മാത്രമേ റിയാക്ട് ചെയ്തിട്ടുള്ളൂ? 3 moles മാത്രമാണ് അവർ എടുത്തിട്ടുള്ളൂ. Which means which is going to be the limiting reagent? Limiting reagent is B. Limiting reagent എന്ന് പറയുന്നത് മക്കളെ ഒരു മിനിറ്റ്. Limiting reagent എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? B is the limiting reagent, which is true, and the amount of the C formed എന്ന് പറയുന്നത് 4.5 കിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകെ നമുക്ക് എത്ര എണ്ണേ വരുന്നുള്ളൂ? ഇവർ എത്ര എണ്ണ എടുത്തിട്ടുള്ളൂ? 3 moles എടുത്തിട്ടുള്ളൂ. അപ്പോൾ 4.5 കിട്ടുള്ളൂ. So we can say that A and R are true. A is the correct answer for the correct explanation. Clear ആണോ? Okay അല്ലേ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ മിസ്. Okay, next question, match the column with 1 with the 2. Photography, gelatin reagent, chlorophyll, hardness of the water estimation. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് NCERT എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് NCERT-ൽ അവർ അതിന്റെ യൂസസ് പറയുന്നതിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ദേ ഹാവ് ഗിവൻ യു ഫോട്ടോഗ്രാഫി. നമുക്കറിയാം ഫോട്ടോഗ്രാഫിക്ക് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? AgS2O3 ആണ്. അത് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും തന്നെ നമുക്ക് ആക്ച്വലി ആൻസറിലേക്ക് എത്താം. അതായത് ഓപ്ഷൻ ബി എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താം. ഇങ്ങനത്തെയൊക്കെ തരുമ്പോൾ അതാണ്. ഇങ്ങനത്തെയൊക്കെ തരുമ്പോൾ 2 ക്വസ്റ്റ്യനെങ്കിലും 2 ഓപ്ഷൻസ് ആയാലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. NCERT അത്യാവശ്യം നന്നായിട്ട് വായിച്ചതാണെങ്കിൽ 2 ആൻസറേനും നമുക്ക് അറിയുന്നുണ്ടാവും. സോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് സിൽവർ S2O3 ടോയ്സ് M3- ആണ്. ചിലാറ്റിൻ ലിഗാൻസ് എന്ന് പറയുന്നത് പെൻസ്ലമൈൻ ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ക്ലോറോഫില്ലേക്ക് യൂസ് ചെയ്യുന്നത് മെഗ്നീഷ്യം ആണ്, Mg ആണ്. അതേപോലെ ഹാർഡ്നെസ് ഓഫ് ദ വാട്ടർ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് EDTA യൂസ് ചെയ്തിട്ടാണ്. വിച്ച് മീൻസ് ഓപ്ഷൻ ബി. Okay, clear ആണോ? ഓപ്ഷൻ ബി is going to be the correct answer. Okay, next question. N2 plus 3H2 gives 2NH3 at ഇത് ഇങ്ങനെയാണ് കേട്ടോ മക്കളെ. N2 plus ഞാൻ ഇവിടെ എഴുതുകയാണ് ആ ക്വസ്റ്റ്യൻ ഒന്ന്. N2 plus 3H2 gives 2NH3 Haber process ആണ്. And they are giving you the T is equal to 0 1 mole of N2 എടുത്തിരുന്നു, 3 moles of H2 എടുത്തിരുന്നു, 0 moles of NH3 ആയിരുന്നു. NH3 is formed at equilibrium required 100 ml of 0.5 molar HCl for neutralization. Okay, അതിന്റെ മോൾസ് എത്രയെന്ന് കണ്ടുപിടിക്കുക. ഇക്വിലിബ്രിയത്തിൽ ഉള്ളതിന്റെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ KC എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഓക്കെ ഹില, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കിക്കേ. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ മക്കളെ. നിങ്ങൾ എന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കേ. ഈ HCl എന്ന് പറയുന്നത് NH3 is formed at equilibrium. ഓക്കെ, NH3 യൂസ് ചെയ്തിട്ടുള്ള ഇക്വിലിബ്രിയത്തിൽ ഫോം ചെയ്തതിന് എത്ര മോൾസ് ഓഫ് HCl വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കി ചെയ്യാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ അപ്പൊ NH3 at ഇക്വിലിബ്രിയത്തിൽ എത്ര വേണം മക്കളെ? ഈ 100 ml of 5 molar HCl എന്ന് പറയുന്നതിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്ക് പറയാം
0.5 ആയിരിക്കും, റൈറ്റ്? പക്ഷേ 0.5 ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് അമോണിയ എന്ന് പറയുന്നത് 0.5 ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇക്ലിബ്രിയത്തിൽ. സോ ഇഫ് ഐ സേ 1 മൈനസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് 3 മൈനസ് 3x ആയിരിക്കും. ദിസ് ഇസ് ഗോയിങ് ടു ബി 2x. സോ 2x ഇസ് ഈക്വൽ ടു 0.5 ആണ്. അപ്പൊ x ഇസ് ഈക്വൽ ടു 0.5 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 0.25. അമ്മേ കറക്റ്റ്? അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി 0.25 എന്ന്. സോ നമുക്കിതൊന്ന് 1 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0.25 ആയിരുന്നു. അപ്പൊ എക്സ് ഐ മീൻ 1 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് N2 ആയിരുന്നു. അപ്പോ 1 മൈനസ് 0.25 ഇസ് ഈക്വൽ ടു 0.75 എന്ന് പറയുന്നതാണ് കോൺസെൻട്രേഷൻ ഓഫ് N2 എന്ന് പറയുന്നത്. സോ വി ഗോട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് N2 ആൻഡ് now concentration of this H2 കണ്ടുപിടിക്കണം അല്ലെ? concentration of the H2 എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? concentration of H2 എന്ന് പറയുന്നത് 3 മൈനസ് 3x ആയിരിക്കും, which is 3 മൈനസ് 3 into 0.25 അല്ലെ? 3 മൈനസ് 3 into 0.25 എന്ന് പറയുമ്പോൾ 2.25 എന്ന് വരും അല്ലെ? 2.25 എന്ന് വരും. സോ വി ഗോട്ട് ദ കോൺസെൻട്രേഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് മക്കളെ. ഇത് കുറച്ച് ട്രിക്കിയാണ്. വി ഹാവ് ഗോട്ട് ദ പെർട്ടിക്കുലർ concentration of ammonia at the equilibrium and the concentration of N2 at equilibrium, and we also got the concentration of H2 at equilibrium. Now we are supposed to find out the Kc. Kc is equal to concentration of the product rate-to-say stoichiometry, which means 0.5 square divided by square അല്ലേ വരിക? 2 അല്ലേ? N2 എന്ന് പറയുന്നത് 0.75 ആയിരുന്നു into 2.25 into raised to the stoichiometry എന്ന് പറയുന്നത് 3 ആണ്. ഇതാണ് വരുന്നത്. ഇത് ഓപ്ഷൻസിൽ ഓപ്ഷൻ എ. ഓപ്ഷൻ എ. യെസ് മീനാക്ഷി, കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓപ്ഷൻ എ is going to be the correct answer. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ മിസ്. കിട്ടിയോ? അത് കാണുന്നവർക്ക് കിട്ടിയോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാന്നുള്ളത്? ഓക്കെ, hope this is clear for you guys. Next question. The tetrahedral complex which is diamagnetic ആണ് but colored one. NiCl4 2 minus ഉണ്ട്, CrO4 2 minus ഉണ്ട്, MnO4 2 minus ഉണ്ട്, CdCN4 2 minus ഉണ്ട്. മക്കളെ നമുക്കറിയാം NiCl4 2 minus എന്ന് പറഞ്ഞാൽ of course it's going to be the paramagnetic അല്ലെ? അപ്പൊ അത് diamagnetic in colored ആ ചോദിച്ചിരിക്കുന്നത്. So this is not going to be the correct answer. ഇനി CdCN4 2 minus എന്ന് പറയുന്നത് അതായത് കാഡ്മിയം എന്ന് പറയുന്നത് D10 ആയിട്ടാണ് വരിക. D10 ആയിരിക്കും. It is actually colorless ആണ്. D10 ആയതുകൊണ്ട് തന്നെ കളർലെസ് ആയിരിക്കും. സോ ഓപ്ഷൻ ഡിയും കറക്റ്റ് ആൻസർ അല്ല. ഇനി CrO4 2 മൈനസ് എന്ന് പറയുന്നത് ക്രോമേറ്റ് ആണ് അല്ലെ? ക്രോമേറ്റ് എന്ന് പറയുന്നത് ആസ് ഐ ടോൾഡ് യു ദേ വിൽ ബി ഹാവിംഗ് നമ്മുടെ D0 ആണെങ്കിൽ പോലും ഡയാമാഗ്നറ്റിക് ആണ്. ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ പോലും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഒരൊറ്റ മിനിറ്റ്, ഞാനിത് നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടി എനിക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് എഴുതി വെച്ചതായിരുന്നു. കട്ട് ചെയ്യട്ടെ. അതായത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് LMCT എന്തായിരുന്നു? ലിഗാൻഡ് മെറ്റൽ charge അല്ലേ? charge transfer. So which one is going to be the correct answer? Option B is going to be the correct answer. MnO4 എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. even though that is diamagnetic, due to the presence of the they will be having ligand to metal, in ligand to metal oxygen അല്ലേ? So oxygen will be having lone pair. So ligand to metal ആയിട്ടുള്ള ചാർജ് ട്രാൻസ്ഫറിന്റെ പ്രസൻസ് കൊണ്ടാണ് they are colored. Okay, next one. Number of T2G and EG electrons in the NiF6. Okay, NiF6 എന്ന് പറയുന്നതിന്റെ T2Gയും F6ഉം ആണ് അല്ല എന്താ ചോദിച്ചിരിക്കുന്നത്? T2Gയിലും EGയിലുള്ള ഇലക്ട്രോൺസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിച്ചേ മക്കളെ, കണ്ടുപിടിച്ചേ. T2Gയിലും EGയിലുള്ള ഇലക്ട്രോൺസ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചേ, വേഗം കണ്ടുപിടിച്ചേ. നമുക്കൊരു 40 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമാണ് ഐ വിൽ ഗിവ് യു എ ബ്രേക്ക്. നാൽപ്പത് ക്വസ്റ്റ്യൻസിനും ചെയ്യണം. ഇനി 10-12 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. വെറും 30 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് എത്തിയിട്ടേ ഉള്ളൂ. ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരിക മക്കളെ?
Nickel in the presence of NiF6 2 minus എന്ന് പറയുന്നത് nickel plus 4 oxidation state ആണ്. We expected that they will be having weak field ligand. നമ്മൾ expect ചെയ്യുന്നത് weak field ligand ആയിരിക്കും. പക്ഷേ nickel in the presence of F6 if nickel is plus 4 oxidation state, if they have fluorine as a ligand, they act as a strong field ligand. അല്ലെ അവർ ആക്ട് ചെയ്യുന്നത് strong field ligand ആയിട്ടാണ്. Pairing is possible. So nickel F6 എന്ന് പറയുമ്പോൾ nickel എന്ന് പറയുന്നത് they are in the oxidation state of Ni plus 4 oxidation state. അല്ലെ nickel എന്ന് manganese, iron, cobalt, nickel. Correct? So manganese, iron, cobalt, nickel എന്ന് പറയുമ്പോൾ 4s2 3d8 വരുന്നത്. So 3d8 ആവുമ്പോൾ we can say that അതിൽ എന്തായിരിക്കും ഓക്സിഡേഷൻ നമുക്ക് 6 ആയിരിക്കും വരിക. 3d6 ആയിട്ട്, അതായത് Ni എന്ന് പറയുന്ന സ്റ്റേറ്റിലാവുമ്പോൾ Ni plus 4 state ആണെങ്കിൽ they will be having 3d6 ആയിട്ടായിരിക്കും വരിക. So 3d6 നമ്മൾ എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണല്ലോ, അപ്പോൾ 1 2 3 എന്ന് കഴിഞ്ഞിട്ട് പിന്നെ മേലെ പോയിട്ട് ഈജിയിലും 3 പോവും, പിന്നെ താഴെ വരുന്നതാണ് നമ്മൾ ആലോചിക്കുക. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ദേ ആക്ട് എസ് എക്സെപ്ഷൻ കേസ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ എക്സെപ്ഷൻ എന്തായാലും കൊടുക്കും. എക്സെപ്ഷൻ കേസ് ആണ്. ദേ ആക്ട് ആസ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് Ni+4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഫ്ലൂറിൻ ആണെങ്കിൽ. സോ വാട്ട് ഹാപ്പൻസ്, പെയറിംഗ് നടക്കും. 6 എന്ന് പറയുന്ന പെയറിംഗ് നടന്ന് T2Gയിൽ എത്ര ഉണ്ടായിരിക്കും? 6 ഇരിക്കുന്നുണ്ടാവും. EGയിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ 6 and 0 going to be the correct answer. 28th question ആണ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഓപ്ഷൻ C is going to be the correct answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് യു ഹാവ് ഗിവൺ കീറ്റോൺസ് ആണ് തന്നിരിക്കുന്നത്. കീറ്റോൺസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്തായിട്ടാണ് കിട്ടുന്നത്? ആൽക്കൈനുകളായിട്ടാണ് കിട്ടുന്നത്. എന്ത് യൂസ് ചെയ്താണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. റെഡ് ഫോസ്ഫറസ് ഇൻ ദ പ്രസൻസ് ഓഫ് HI വോൾഫ്രിഷ്നർ റിഡക്ഷൻ, അതായത് ആൽക്കൈൻസിന്റെ റിഡക്ഷൻ തന്നെയാണ് വരുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രോസിൻ. ഫിനൈൽ NH2 പ്രസൻസിലാണല്ലോ, ഹൈഡ്രോസിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ക്ലെമൻസൺ റിഡക്ഷൻ Zn ഇൻ ദ പ്രസൻസ് ഓഫ് HG യുടെ പ്രസൻസിൽ നടക്കുന്നതാണ് ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഓൾ. വളരെ എളുപ്പമാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്താ മക്കളെ വരിക? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. റെഡ് ഫോസ്ഫറസ് ഇൻ ദ പ്രസൻസ് ഓഫ് HIന്റെ പ്രസൻസിലാണെങ്കിൽ നമുക്ക് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വോൾഫ്രിഷ്നർ റിഡക്ഷന്റെ പ്രസൻസിലാണെങ്കിലും റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്, ആൽക്കൈൻസുകൾ കിട്ടുന്നുണ്ട്. അതേപോലെ ക്ലെമൻസ് റിഡക്ഷൻ ആണെങ്കിലും ഹൈഡ്രോ കാർബൺസ് ആണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ വിൽ ബി ഓൾ. ക്ലിയർ ആണോ? എല്ലാതും ഇതിൽ നടക്കും. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓൾ ആണ്. ഇനി മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റോൺ ഇൻ ദ ഫോളോയിങ് ഗ്രൂപ്പ്. മക്കളെ ഇതിലൊരു കൺഫ്യൂഷൻ വരും കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. മോസ്റ്റ് ഫോളോയിങ് കാർബോകാറ്റോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും ആലോചിക്കാം, നമ്മുടെ കയ്യിൽ ഓക്സിജൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഓക്സിജൻ പ്രസന്റ് ചെയ്യുന്ന കാർബോകാറ്റോൺ ആണെങ്കിൽ ദേ വിൽ ബി മോർ സ്റ്റേബിൾ. അങ്ങനെ ഒരു ആലോചിക്കുക. നമ്മൾ വിചാരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഇതും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. CLും CH3 ആകുമ്പോൾ ദേ വിൽ ബി ഹാവിങ് ലെസ് സ്റ്റെബിലിറ്റി. പക്ഷേ നിങ്ങൾ വിചാരിക്കും യു വിൽ ബി ടെല്ലിങ് ദിസ് അല്ലേ, അതായത് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നുണ്ടാവും. ഓക്കെ, CH2 ഡബിൾ ബോണ്ട് CH+ ഓൺ സ്റ്റെബിലിറ്റി ഉണ്ട്, കുറച്ചുകൂടി സ്റ്റേബിൾ ആണെന്നുള്ളത്. അല്ല, അങ്ങനെയല്ല മക്കളെ. ദേ വിൽ ബി ഹാവിങ് മോർ സ്റ്റേബിൾ ആയിട്ട് വരുന്നത് ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്യുന്നതാണ്. CH3O ഇത് സ്റ്റെബിലിറ്റി കിട്ടിയിട്ട് അതെന്തായിട്ടാണ് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CH3O CH2 ഇങ്ങനെയായിട്ടാണ് മാറുക. സോ മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റോൺ എന്ന് പറയുന്നത് എന്താണ് ഉണ്ടാവുന്നത്? ദേ വിൽ ബി ഹാവിങ് ഓക്സിജൻ. സോ ഓപ്ഷൻ ഡി ഇസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. ഇങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ലീസ്റ്റ് റിയാക്റ്റീവ് ടുവേഴ്സ് ദ SN1. ഇതെല്ലാം സെക്കൻഡറി കാർബോകാറ്റോൺസ് ആണ്. ദിസ് ഇസ് സെക്കൻഡറി, ദിസ് ഇസ് സെക്കൻഡറി, ദിസ് ഇസ് സെക്കൻഡറി കാർബോ. കാരണം SN1 എന്ന് പറയുമ്പോൾ SN1 റിയാക്ഷൻ മെക്കാനിസത്തിന്റെ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കാർബോകാറ്റോൺ ആണ്. സോ ഫോർമേഷൻ ഓഫ് കാർബോകാറ്റോൺ എന്ന് പറയുമ്പോൾ ദിസ് ആർ ഓൾ അണ്ടർഗോ ദ സെക്കൻഡറി വൺ. സോ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ കാര്യം മോസ്റ്റ് ലീസ്റ്റ് റിയാക്റ്റീവ് ആ ചോദിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് റെസോണൻസ്, ഇതെന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡറി കാർബോകാറ്റോൺ ആണ്. ഇനി ഓപ്ഷൻ സിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേബിൾ ആണോ, ലീസ്റ്റ് സ്റ്റേബിൾ ആണോ? ഇതെന്ന് പറയുന്നത് നോർമൽ ആയി സെക്കൻഡറി ആണ്. ഇവിടെ നോക്കിക്കേ മക്കളെ, ഇത് വിനൈലിക്കാണ് അല്ലേ. വിനൈലിക് കാർബോകാറ്റോണോ വിനൈലിക് ആയിട്ടുള്ള ഹാലോ ആലൈഡ്സ് ആണ് ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ. വിനൈലിക് ആണ്. ഞാൻ ലീസ്റ്റ് സ്റ്റേബിൾ ആ ചോദിച്ചിരിക്കുന്നത്, ലീസ്റ്റ് റിയാക്റ്റീവ് ആ ചോദിച്ചിരിക്കുന്നത്, മോർ അല്ല, ലീസ്റ്റ് റിയാക്റ്റീവ്. വിച്ച് വൺ ഗോയിങ് ടു ബി ലീസ്റ്റ് വൺ? ഓപ്ഷൻ ബി.
ലീസ്റ്റ് ആണ് ഹിലാൽ ഞാൻ ചോദിച്ചിരിക്കുന്നത്, ലീസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, മോർ അല്ല. ലീസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് SN1. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. ലീസ്റ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലീസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് SN1? ഓഫ് കോഴ്സ് വിനൈലിക് 1 വിൽ ബി ലീസ്റ്റ് റിയാക്റ്റീവ്. ഹൈ ഓക്കെ, ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. Okay, next question. Aniline in the presence of CHCl3 KOH in the heat ചെയ്ത് കഴിഞ്ഞാൽ X കിട്ടുന്നുണ്ട്. അതിലേക്ക് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് കൂട്ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ Y കിട്ടുന്നുണ്ട്. Y എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Y എന്താ മക്കളെ? ആലോചിച്ചത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയേ. CHCl3 in the presence of NaOH എന്ന് പറയുന്നത് KOH എന്ന് പറയുന്നത് കാർബമൈൻ റിയാക്ഷൻ ആണ് അല്ലെ? കാർബമൈൻ റിയാക്ഷൻ ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഐസോസൈനൈഡ് ആണ്, NC ആണ് കിട്ടുന്നത് അല്ലെ? അതിലേക്കാണ് നമുക്ക് എന്താ ആഡ് ചെയ്യുന്നത്? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, കൺഫ്യൂഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. അനിലിനിലേക്ക് നമ്മൾ CHCl3 in the presence of KOH followed by heat എന്ന് പറയുമ്പോൾ we will be getting എന്താ കിട്ടുക മക്കളെ? എന്താ കിട്ടുന്നുണ്ടാവാം? ഇതിലേക്ക് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു pH വെച്ച് തന്നേ ഉള്ളൂ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ, എൻ മീഥൈൽ അനിലിൻ. സെക്കൻഡറി ആണ് വരുന്നത്, സെക്കൻഡറി ആണ് എൻ മീഥൈൽ അനിലിൻ എന്നാണ് വരിക പേര് കേട്ടോ. NH അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NO2 in the presence of H2 bar PD ആണ്. H2 ആണ്, ഇത് H3 അല്ല, H2 ആണ്. റിഡക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. റിഡക്ഷൻ ചെയ്യുമ്പോൾ NO2 റിഡക്ഷൻ ചെയ്യുമ്പോൾ എഥനോളിന്റെ പ്രസൻസിൽ റിഡക്ഷൻ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? വളരെ എളുപ്പമാണ്. നൈട്രോബെൻസിൻ റിഡക്ഷൻ ഉണ്ടോ ചെയ്ത് എന്താ കിട്ടുക മക്കളെ? ഇതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. H2 in the presence of PD നമ്മൾ സ്റ്റാർട്ടിങ് ഓഫ് ദ അനിലിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ പഠിക്കുന്നതാണ്, നൈട്രോബെൻസിൻ എന്നുള്ള പ്രിപ്പറേഷനിൽ. ഓപ്ഷൻ സി, മീനാക്ഷി, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി അനിലിനാണ് കിട്ടുക. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്, ഇതിലേക്കൊന്നും സമയമേ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. The final product C obtained in the reaction would be, you have NH2, okay, NH2 ഉണ്ട്, നമുക്കൊരു CH3 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, പിരിഡിന്റെ പ്രസൻസ് CH3 COO ട്വൈസ് വരുന്നുണ്ട്, അതിലേക്ക് BR3 in the presence of acetic acid ആഡ് ചെയ്യുന്നുണ്ട്, ആ കിട്ടിയതിന് H2O plus bar H plus കൊണ്ട് ഹീറ്റ് ചെയ്യുന്നുണ്ട്. എന്താ സംഭവിക്കുന്നേ? നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കിക്കേ മക്കളെ. Try to find it out. പാരാട്ടൊളിഡിൻ ആണ്. പാരാട്ടൊളിഡിലേക്ക് പിരിഡിൻ ആഡ് ചെയ്ത് CH3 CO ട്വൈസിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? NH2 എന്ന് പറയുന്ന ഗ്രൂപ്പിന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് NHCO CH3 ആയിട്ട് മാറും അല്ലെ? NHCO CH3 ആയിട്ട് മാറും. ഈ NHCO CH3യിലേക്കാണ് BR3 ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? BR3 ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? മെറ്റാ ഗ്രൂപ്പിൽ ഓർത്തോ ഗ്രൂപ്പിൽ BR കിട്ടും, കാരണം പാര ഓൾറെഡി ഉണ്ട്. അല്ല, ഓർത്തോ ഗ്രൂപ്പിലാണ്, മെറ്റാ ഗ്രൂപ്പിലല്ല, ഓർത്തോ ഗ്രൂപ്പിൽ. എന്നിട്ട് അതിലേക്ക് H2+ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ചെയ്തതിന് എന്തായിരിക്കും? ബാക്ക് ടു നോർമൽ. ഐ വിൽ ടെൽ യു. ഞാൻ എഴുതി തരാവേ. പാരാട്ടൊളിഡിൻ ഇൻ ദ പ്രസൻസ് ഓഫ് CH3 CO twice O. അവിടേക്ക് എന്താ സംഭവിക്കുന്നുണ്ടാവുക? NH2ന്റെ NHCO CH3 എന്നുള്ള രീതിയിലേക്ക് മാറും. CH3 ഇവിടെ പാരാഗ്രൂപ്പിൽ CH3, അതിലേക്ക് BR2 ഇൻ ദ പ്രസൻസ് ഓഫ് അസറ്റിക് ആസിഡ്, ആസിഡിന്റെ പ്രസൻസിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ആസ് യു നോ, ഓർത്തോ പൊസിഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, അല്ല പാരാ പൊസിഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. സോ ദേ വിൽ ബി ആഡിങ് ദാറ്റ് ഇൻ ടു ദി CH3 ആണ് ഓർത്തോ പൊസിഷൻ, മറ്റല്ല ഓർത്തോ പൊസിഷൻ. അതിലേക്ക് വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? അതായത് H3O+ ആഡ് ചെയ്യാണ്. H3O+ എന്ന് പറയുമ്പോൾ അതിനെ വീണ്ടും NHCO NH2 ആയതിനാണ് എന്താ സംഭവിക്കുന്നുണ്ടാവുക? എഗെയിൻ ഇറ്റ് വിൽ ബി ഗോയിങ് ബാക്ക് അല്ലെ? വീണ്ടും തിരിച്ചു പോകും. സോ വീണ്ടും അതെന്തായിട്ട് മാറും? NH2 ആവും, BR ഉണ്ടായിരിക്കും, ഇവിടെ CH3 ഉണ്ടായിരിക്കും. ഓപ്ഷൻ സി ഈസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. ഇത് എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. The number of orbital associated with the third shell എന്ന് പറയുമ്പോൾ ആലോചിച്ച് പറഞ്ഞേ. The number of orbital, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അതൊക്കെ. Number of orbital which is associated with the third shell. Number of orbitals which is associated with the third shell. 3 square, n square, 3 square. Third shell number 3s, 3p, 3d. അല്ലേ? 3d എന്ന് പറയുമ്പോൾ 5, 3p എന്ന് പറയുമ്പോൾ 3, s എന്ന് പറയുമ്പോൾ 1. അല്ലെങ്കിൽ n square എന്നുള്ള രീതിക്ക് ചെയ്താലും മതി. Option C is going to be the correct answer. Yes, Arindam. Yes, Hilal, correct answer. Yes. Very good. Very good, Makhalam. Okay. Match the list 1 with the list 2. Choose the correct answer from the options given below. So they have given you NH3, BRFI, XCF4, SF6. You know that NH3 is going to be what? NH3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രയാഗണൽ പിരമിഡൽ ആയിരിക്കും. അതേപോലെ BRF5 എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? BRF5 is going to be square pyramidal, which is already known. BRF3 എന്ന് പറയുന്നതാണ് T shape ആയിട്ടുള്ളത്. അപ്പോൾ XCF4 എന്ന് പറയുന്നത് സ്ക്വയർ പ്ലാനർ ആയിരിക്കും. കറക്റ്റ്? XCF4 എന്ന് പറയുന്നത് സ്ക്വയർ പ്ലാനർ, SF6 എന്ന് പറയുന്നത് ഒക്ടാഹൈഡ്രൽ. 1 gives 1, A gives 1, which is option C. Option C. ഫസ്റ്റ് നിന്ന് നമുക്ക് കിട്ടും ഓപ്ഷൻ സി എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ് ചിൽഡ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The compound with the molecular formula C6H14 has 2 tertiary carbons. The IUPAC name is C6H14. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചൂസ് ഫ്രം ദ ഓപ്ഷൻസിൽ നിന്ന് ആൻസറിലേക്ക് പോവാ കേട്ടോ. കാരണം 6 കാർബൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ ചൂസ് ഫ്രം ദ ഓപ്ഷൻസ് നിന്ന് ആൻസറിലേക്ക് പോവാം. നോക്കുക, എഴുതി നോക്കുക. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ദേ ഹാവ് 2 tertiary carbon. സോ ഓപ്ഷൻസ് നിന്ന് ആൻസറിലേക്ക് പോകുന്നതാണ് ബെറ്റർ. നമുക്ക് വേറെ ഐഡിയ ഒന്നുമില്ല, കാരണം അവർ വേറെ ഒന്നും തന്നിട്ടില്ല. യെസ്, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഞാൻ ചെയ്ത് നോക്കുകയാണ്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. രണ്ടാമത്തെ സ്ഥാനത്ത് മീഥൈലുണ്ട്, മൂന്നാമത്തെ സ്ഥാനത്തും മീഥൈലുണ്ട്. ഇതും ടെർഷ്യറി കാർബൺ ആണ്, ഇതും ടെർഷ്യറി കാർബൺ ആണ്. ഓപ്ഷൻ എ. രണ്ടാമത്തെ ഓപ്ഷൻ വരില്ല മക്കളെ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. രണ്ടാമത്തെ സ്ഥാനത്ത് മീഥൈൽ ഗ്രൂപ്പ്, രണ്ടാമത്തെ സ്ഥാനത്ത് തന്നെ മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ ഇത് ക്വാട്ടർണറി കാർബൺ ആണ്. ആൻഡ് ദർ ഇസ് നോ ടെർഷ്യറി കാർബൺ. സോ ഓപ്ഷൻ എ ഇസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ, ബാക്കി രണ്ടെണ്ണം വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകണം. ഓക്കെ. KMnO4 react with oxalic acid according to the equation. 2MnO4 minus gives 5C2O4 2 minus plus 16H plus gives 2Mn2 plus 10CO2 8H2O. Okay. Here 20 ml of 0.1 molar KMnO4 is equal to. മക്കളെ, KMnO4 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ MnO4 2 മൈനസിലേക്കും അതേപോലെ C2O4 minus 1. ഓക്സാലിക് ആസിഡ് H2CO4 H2C2O4 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് തന്നെ കിട്ടുന്നുണ്ട്. 2 MnO4 2 minus ആണെങ്കിൽ we are getting 5 C2O4 2 minus. You are asking about the 20 ml of 0.1 molar KMnO4. So അതിന്റെ മോൾസ് എത്രയാണ് കണ്ടെത്തുക. ആ മോൾസിനോട് ഇത് ബാലൻസ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ചെയ്താൽ മതി. ചെയ്ത് നോക്കിക്കേ, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിക്കേ മക്കളെ. അതായത് നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ആണ്. അപ്പോൾ വോളിയം ഇൻ ലിറ്റേഴ്സിന് 1000 ആണ്. സോ നമുക്കിതിന്ന് നമുക്ക് എങ്ങനെ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊളാരിറ്റി എന്ന് പറയുന്നത് 0.1 is equal to നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് n ആണ്. 20 into 1000 എന്ന രീതിയിലേക്ക് എഴുതാം. സോ അതിന്ന് നമുക്ക് n is equal to എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ
20 into 0.1 divided by 1000 എന്ന് ചെയ്യാം, which is 2/1000 എന്ന് പറയുമ്പോൾ 0.002 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 2 into 10 to the power of -3 ആയിട്ടും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇതാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് KMnO4 എന്ന് പറയുന്നത് 0.02 എടുക്കുവാണെങ്കിൽ എത്ര C2O4 വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ 2 എടുക്കുമ്പോൾ 5 ആണ്, അപ്പോ 1 എടുക്കുമ്പോൾ 5/2 ആയിരുന്നു അല്ലേ? കിട്ടി? ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി ആണോ മക്കളെ? നമുക്ക് മോൾസ് കിട്ടി, ഇനി ഇതിൽ ഇക്വേറ്റ് ചെയ്താൽ മതി. 2 കിട്ടുമ്പോൾ 5 ആയിരുന്നു, അപ്പൊ ഒന്ന് കിട്ടുമ്പോൾ 5/2 ആണ്. അപ്പൊ 0.022 0.002 കിട്ടുമ്പോൾ എത്ര കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 0.005 മോൾസ് ആണ് കിട്ടുന്നത്. അത് കിട്ടുന്ന ഏതാണെന്ന് നോക്കിയാൽ മതി. 50 ആയിരിക്കും വരുന്നുണ്ടാവുക. 0.1 മോളാർ ആണെങ്കിൽ 0.1 is equal to n divided by 50 into 1000. So 5 divided by 1000, 0.0005. Option B. സ്ഥാനം ഒരൊറ്റ മിനിറ്റ് മക്കളെ. ഓപ്ഷൻ ബി അല്ല കേട്ടോ, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 0.01 വരുമ്പോൾ അവര്. ഓപ്ഷൻ സി ആണ് കേട്ടോ മക്കളെ, 0.01 ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. When O2 is converted into O2 2+, bond order decreases. O2, first statement ആണ്. O2 molecule is paramagnetic because it contains 2 unpaired electrons. Okay, because unpaired electrons ഏതിലാണ്? pi 2px equal to pi 2px ലും pi star 2py ലും ഉണ്ട്. The bond length of NO is greater than the NO plus. So you can understand that when O2 is converted into O2 2+, the bond order is decreasing. ബോണ്ട് ഓർഡർ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. O2 എന്ന് പറയുന്നത് നമുക്കറിയാം 8 + 8 16 ആണ്. O2 2+ എന്ന് പറയുമ്പോൾ 16 14 ആണ് വരുന്നത്. ബോണ്ട് ഓർഡർ ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. 14 ആകുമ്പോൾ ഓൾമോസ്റ്റ് 3 ആണ് വരുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. ഇനി O2 molecule is paramagnetic എന്തിന്റെ റീസൺ ഉണ്ടായിരുന്നു? അത് നമ്മുടെ ആന്റി മോളിക്കുലർ ഓർബിറ്റലിലുള്ള ഹാഫ് ഫിൽഡ് ആയിരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The bond length NO is greater than NO+. അതെ, കാറ്റയോൺസ് ആണല്ലോ. NO+ന്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് NO എന്ന് പറയുന്നത് it will be greater. So they can say that second and third option C is going to be the correct answer. അല്ലേ? സെക്കൻഡും തേർഡും ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് എലമെന്റ്സ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ ഇലക്ട്രോനെഗറ്റിവിറ്റി. നൈട്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, സിലിക്കൺ. ഇങ്ങനെയാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഉള്ളത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നാലും ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി തന്ന എക്സെപ്ഷൻ ഇല്ലാത്ത കേസസ് ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന്
വരയ്ക്കാൻ നോക്കുക എവിടെയാണ് ഏകദേശം ഉള്ളത് എന്നുള്ളത് പീരിയോഡിക് ടേബിളിൻ്റെ. സോ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ആണ് തന്നിരിക്കുന്നത്. സോ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇലക്ട്രോണെഗറ്റിവിറ്റി വരുന്നുണ്ടാവുക ഫ്ലൂറിൻ. ഏറ്റവും കൂടുതൽ ഫ്ലൂറിൻ ആയിരിക്കും, പിന്നെ വരെ ഓക്സിജൻ ആയിരിക്കും, പിന്നെ വരെ നൈട്രജൻ ആയിരിക്കും, പിന്നെ വരെ കാർബൺ ആയിരിക്കും. ബിറ്റ്വീൻ കാർബൺ ആൻഡ് സിലിക്കൺ ആണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുള്ളൂ, കാരണം രണ്ടും ഒരേ ഗ്രൂപ്പിൽ വരുന്നതാണല്ലോ. ബിറ്റ്വീൻ ദീസ് ടു നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതൽ ഉണ്ടാവുക കാർബൺ ആയിരിക്കും, ഏറ്റവും കുറവ് ഉണ്ടായിരിക്കും സിലിക്കൺ ആയിരിക്കും. സിലിക്കൺ ഈസ് ലെസ്സർ ദാൻ കാർബൺ ഈസ് ലെസ്സർ ദാൻ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അല്ലേ. സോ ഓപ്ഷൻ സി ഈസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. യെസ്, ഓപ്ഷൻ സി ഈസ് ഗോയിങ് ടു ബി ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 1 with 2. ഓക്കെ, gives a contact number MMS1 LN എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം, അറിയുന്നത് ആദ്യം നിങ്ങൾ ചെയ്ത് നോക്കാം. M എന്ന് പറയുന്നത് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് ദ ഓറിയന്റേഷൻ ഓഫ് ദ ഓർബിറ്റൽ. MS എന്ന് പറയുന്നത് ഇത് ആക്ച്വലി അത് പെർട്ടിക്കുലർലി എന്ന് പറയുന്നത് ഓറിയന്റേഷൻ ഓഫ് ഇലക്ട്രോൺസിന്റെ സ്പിൻ ആണ്, ഇലക്ട്രോൺസിന്റെ സ്പിൻ ആണ് നോക്കുന്നത്. L എന്ന് പറയുന്നത് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ. N എന്ന് പറയുന്നത് സൈസ് ആണ്. സോ നിങ്ങൾക്ക് ഇനി എല്ലും എന്നും മാത്രം കിട്ടിയാലും മതി. C gives 1 ആണ്, N gives 2 ആണ്. C gives 1, N gives 2 എന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. ബാക്കി ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സിയും ഡിയും കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. ഓപ്ഷൻ ഡി ഈസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഹൈഡ്രജൻ ബോൺസ് ആർ ഫോംഡ് ഇൻ ദ കോമ്പൗണ്ട്സ്, എക്സാമ്പിൾ H2O, HF, NH3 and all. ഓക്കെ ഓക്കെ, ഓക്സിജൻ, ഫ്ലൂറിൻ, അതായത് ഇങ്ങനെയാണ് ഓക്സിജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇങ്ങനെയാണ് കേട്ടോ ഹൈഡ്രജൻ ബോണ്ട് വന്നിരിക്കുന്നത്. H2O, HF, NH3. The boiling point of such compounds depends upon the extent of the strength of the hydrogen bond and number of hydrogen bonds. The correct decreasing order of the boiling point. So basically എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, we expected that എന്താ പറയാ, ഫ്ലൂറിൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ, ഫ്ലൂറിൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവും, പിന്നെ ഓക്സിജൻ വരും, പിന്നെ നൈട്രജൻ വരും. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുക. അതായത് വി വിൽ ബി എക്സ്പെക്ടിങ് ദാറ്റ് HF is greater than H2O is greater than NH3 എന്ന രീതിയിലേക്ക് എക്സ്പെക്ട് ചെയ്യുക. പക്ഷേ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ, രണ്ട് സെറ്റ് ഓഫ് ലോൺ പെയേഴ്സ് ഉള്ളതുണ്ട്. ലോൺ പെയേഴ്സ് ഉണ്ടാകുമ്പോൾ തന്നെ ഓക്സിജൻ ബീങ് ഹൈ ഇലക്ട്രോണെഗറ്റീവ്, ഓക്സിജൻ നൈട്രജനേക്കാട്ടിലൊക്കെ ഫ്ലൂറിൻ അത്ര ഇല്ല, ലോൺ പെയേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോണെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ദ ഓപ്ഷൻ വിൽ ബി H2O വിൽ ബി മോർ, ദെൻ HF, ദെൻ NH3. രണ്ട് റീസൺ ആണ് ഒന്ന് പറയുന്നത്. ഒന്ന് HF-നേക്കാൾ കൂടാനുള്ള റീസൺ കാരണം ലോൺ പെയേഴ്സിന്റെ പ്രസൻസ് ആണ്. NH3-നേക്കാട്ടിലും കൂടാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇലക്ട്രോണെഗറ്റിവിറ്റി ഓഫ് ദ ഓക്സിജൻ ആണ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോട്ടെ മിസ്. ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. അതായത് ലാസ്റ്റ് ക്വസ്റ്റൻ മീൻസ് ഒരു ബ്രേക്ക് തരാം, അതിന് മുമ്പുള്ള ക്വസ്റ്റൻ എന്ന് ഉദ്ദേശിച്ചത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദി ഇൻക്രീസിംഗ് ഫീൽഡ് സ്ട്രെങ്ത്? നമുക്ക് അറിയാവുന്നതാണ്. SCN തന്നിട്ടുണ്ട്, F- തന്നിട്ട്, CN- തന്നിട്ട്, C2O4 തന്നിട്ട്. അപ്പോൾ SCN അതായത് ഏറ്റവും കൂടുതലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, കറക്റ്റ് ഓർഡർ അല്ലേ. ഏറ്റവും കൂടുതൽ വരുന്നത് ഏതായിരിക്കും? CN- ആയിരിക്കും. പിന്നെ വരുന്നുണ്ടാവുക C2O4 2- ആയിരിക്കും. പിന്നെ വരുന്നുണ്ടാവുക F- ആയിരിക്കും. പിന്നെ ആയിരിക്കും SCN വരുന്നുണ്ടാവുക അല്ലെ. സോ ഓപ്ഷൻ ഡി ഈസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി, D4 ഡോൾ. ഓക്കെ, SCN മൈനസ് F- C2O4 2- CN-. ഇങ്ങനെയായിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. യെസ് യെസ്. ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി. ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ആസ്, അതായത് നമുക്കൊരു ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ CH3ClO ഹാലോ ആൽക്കനും തന്നിട്ടുണ്ട്. സോ വി ആർ ഗെറ്റിംഗ് ഈതർ. എന്ത് റിയാക്ഷനാണ് ഇത്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. എന്ത് റിയാക്ഷനാണ്? വില്യംസൺ സിന്തസിസ്, റൈറ്റ്? വില്യംസൺ സിന്തസിസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. വില്യംസൺ സിന്തസിസ് ആണ് വന്നിരിക്കുന്നത്. ഇത് ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ് അല്ലാതെ പ്രൈമറി അല്ലെങ്കിൽ ബൾക്കി ഗ്രൂപ്പ് അല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് അൽക്കീൻസുകളായിട്ടാണ് മാറുക. അത് ഓർമ്മയുണ്ടല്ലോ. ബ്യൂട്ടോക്സൈഡ്സ് തന്നെ നമ്മുടെ ONA എന്ന് പറയുന്നത് സോഡിയം ഓക്സൈഡ്സ് നമുക്ക് ഹൈലി, അതായത് ടെർഷ്യറി അതായത് ഹൈലി ആയിട്ട് നിൽക്കുന്ന വേണം, ബൾക്കി ആയിട്ടുള്ള ഗ്രൂപ്പ് വേണം. അതല്ലാത്ത ഗ്രൂപ്പ് വരുവാണെങ്കിൽ ദേ വിൽ ചേഞ്ച് ടു ആൽക്കീൻസ്. അതേപോലെ തന്നെ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് വേണം, പ്രൈമറി വേണം. സെക്കൻഡറി, ടെർഷ്യറി അല്ലെങ്കിൽ ബൾക്കി ഗ്രൂപ്പാണ് ഹാലോ അലക്കൈൻസ് വരുന്നതെങ്കിൽ ദേ വിൽ ടേൺ ടു ആൽക്കീൻസ്. ഓക്കെ, ഡബിൾ ബോണ്ട് ആയിട്ട് മാറത്. അത് ഓർമ്മയുണ്ടല്ലോ, NCERT-ലുള്ള ഒരു ചെറിയൊരു പോർഷൻ ആണ്. സോ വില്യംസൺ ഈതസിസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞു, എന്നിട്ട് നമുക്കൊരു ബ്രേക്ക് തരാം കേട്ടോ.
43 ആയില്ലേ. ഓൺ ഹീറ്റിംഗ് സം സോളിഡ് സബ്സ്റ്റൻസ് ചേഞ്ചസ് ഫ്രം സോളിഡ് ടു വേപ്പർ സ്റ്റേറ്റ്. സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോവാതെ വേപ്പറിലേക്കാണ് പോകുന്നത്. And without passing through the liquid state. The technique for the purification of such solid substance above the principle. വളരെ എളുപ്പമാണ്. നമ്മുടെ ആ പാറ്റഗുളിക്കൊക്കെ ഉണ്ടല്ലോ, നാഫ്തലിനൊക്കെ ഈ പ്രോസസ്സാണ്. സോളിഡിൽ നിന്ന് വെള്ള കളറുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡിലേക്ക് മാറുന്നത് നമ്മൾ കാണില്ലേ, പക്ഷെ അതിങ്ങനെ അതിന്റെ സൈസ് കുറഞ്ഞു വരും. അതെന്താ കറക്റ്റ്? സബ്ലിമേഷൻ. സബ്ലിമേഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ആ സബ്ലിമേഷൻ കൊണ്ടാണ്, അതായത് ട്രാൻസ്ഫർ ഓഫ് ദ ഫേസ് ട്രാൻസിഷൻ സോളിഡ് ടു ഗ്യാസ് ആണ് ഡയറക്ട്ലി വിത്തൗട്ട് എൻട്രിങ് ടു ദ ലിക്വിഡ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ആ ലിക്വിഡ് ഗ്യാസിൽ നിന്ന് സോളിഡിലേക്ക് പോകുന്നതിനെയാണ് ഡെപ്പോസിഷൻ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആണോ? ഗ്യാസിൽ നിന്ന് സോളിഡിലേക്ക് തിരിച്ചു പ്രസിപ്പിറ്റേഷൻ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? സോ നമുക്കൊരു ബാക്ക് ബൈ 12 മണിക്ക് വാ. ഓക്കെ, നമുക്ക് എന്നിട്ട് ഒറ്റയടിക്ക് അങ്ങ് തീർക്കാം. 12 മണിക്ക് വന്നിട്ട് ഒരു 1.5 മണിക്കൂർ എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ശരി, കളിയാടി.
One more, guys. Hi, guys. I'm back. Correct. இருக்காதனம் கையில் கிடைச்சாலும் பேரை எழுதி ரசிப்பேன். ഓക്കെ, തുടങ്ങാം. ഓടിവാ ചാടിവാ വേഗം വാ. ആരംഭിക്കലാമോ? നമ്മൾ ഇനി ബ്രേക്ക് ഇല്ല കേട്ടോ മക്കളെ. ഇനി നമ്മളിത് മൊത്തം തീർത്തിട്ടാണ് ബ്രേക്ക് ഉള്ളൂ കേട്ടോ. ഓടി വാടാ. ഞാൻ 12 മണിക്ക് വരാൻ പറഞ്ഞതല്ലേ, എവിടെയൊക്കെ ഒന്നിനും കാണുന്നില്ലല്ലോ. എന്റെ ദൈവമേ. ഓക്കെ, തുടങ്ങാം. So which of the following oxides are amphoteric in nature? ഏതാണ് amphoteric in nature എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അലുമിനിയം ഓക്സൈഡും അതേപോലെ ഗാലിയവും ആണ് amphoteric ആയിട്ട് വരുന്നത്. So option both 1 and 3 going to be the correct answer. അല്ലെ, 1ഉം 3ഉം ആണ് correct answer ആയിട്ട് വരുന്നത്. വന്നു ഞാൻ. കാരണം നിങ്ങളൊക്കെ കേറി വാടാ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following does not exist? ഓക്കെ, ഞാനിതിൽ കുറച്ച് ഒരു മിനിറ്റ്. Which of the following does not exist? ഏതാണ് എക്സിസ്റ്റ് ചെയ്യാത്ത കോമ്പൗണ്ട്? ഇത് മക്കളെ പി ബ്ലോക്കിൽ വരുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്കറിയാം ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓർക്കുന്നുണ്ടോ നീ? ഇനേർട്ട് പെയർ എഫക്റ്റ് എന്താ മക്കളെ? ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മിസ്സേ, ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. അതായത് അവർക്കും വരുന്നുണ്ട്. അതേപോലെ NH2NP2 എന്ന് പറയുന്നത് നമ്മുടെ കാർബണിന്റെ ഫാമിലിയാണ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലക്ടൻസ് ഓഫ് ദ s ഓർബിറ്റൽ ടു ടേക്ക് പാർട്ട് ഇൻ ദ ബോണ്ട് ഫോർമേഷൻ. അതായത് NH2NP2 എന്ന് പറയുന്നതിലാണെങ്കിൽ NS എന്ന് പറയുന്നത് താഴത്തേക്ക് വരുന്തോറും, മേലെ നിന്ന് താഴത്തേക്ക് ഗ്രൂപ്പിലേക്ക് വരുന്നതോറും ഈ NS2 എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് ആ ഓർബിറ്റിൽ ഫോം ചെയ്യാനുള്ള താല്പര്യം കുറയും. സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈസി ആയിട്ട് പറയാം ഇത് രണ്ടെണ്ണം, അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നവരാ. കാരണം കാർബണും സിലിക്കണും ടോപ്പിലുള്ളവരാ. ഇവിടെ ഈ രണ്ടെണ്ണത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. മിസ്സേ ഇപ്പൊ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് മോർ സ്റ്റേബിൾ ദാൻ +4 എന്നാണ് അർത്ഥം. NS2NP2 എന്ന് പറയുമ്പോൾ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരുന്നു. അത് അവർ NS2 എന്ന് പറയുന്നത് ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയി. സോ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് മോർ സ്റ്റേബിൾ ദാൻ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PbI4 ഉണ്ട്, PbF4 ഉണ്ട്. അപ്പൊ രണ്ടും +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതാണോ അതാണോ ചോദിച്ചാൽ മിസ് രണ്ടും ആയിക്കോട്ടെ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ രണ്ടും ആവില്ല. അതായത് PbF4 എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ളതാണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലൂറിൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റബിലൈസേഷനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പൊ PbF4 എന്ന് പറയുന്നത് ആക്ച്വലി പോസിബിൾ ആണ്. പക്ഷെ എക്സിസ്റ്റ് ചെയ്യാത്തത് PbI4 എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. I എന്ന് പറയുന്നത് ബീങ് ലാർജ് സൈസ്, അയോഡിൻ ഈസ് ലാർജ് സൈസ്. അപ്പൊ അതിന്റെ ആ ഒരു പിന്നെ ഇലക്ട്രോണെഗറ്റിവിറ്റിയും കുറവാണ്. സോ ആ ലാർജ് സൈസിനെ അക്യുമുലേറ്റ് ചെയ്യാൻ മാത്രമുള്ള അല്ലെങ്കിൽ ആ ഒരു ഡിസബിലൈസേഷനെ മാത്രം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ആർക്ക് പറ്റുന്നില്ല? അയോഡിന് പറ്റുന്നില്ല. അതന്നെയല്ലേ നമ്മുടെ SiF6 ഒക്കെ പ്രശ്നം. Okay, next question. Higher yield of NO in N2 plus O2 gives 2NO2 ആണ്. Can be obtained by delta H of the reaction. Delta H ആണ്, AH അല്ല, ശിവനേ. Delta H of the reaction is +180.7 kJ/mol. Okay, അതാണ് കൊടുത്തിരിക്കുന്നത്. So the questions is A എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചർ ആണ്, B എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചർ ആണ്, C എന്ന് പറയുന്നത് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് N2 ആണ്, D എന്ന് പറയുന്നത് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് O2 ആണ്. സോ എന്തിനൊക്കെയാണെന്നാണ് മക്കളെ ഇവിടെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്. ദേ ഹാവ് ഗിവൺ യു ദാറ്റ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു +180.7 kJ/mol എന്ന് തന്നിട്ടുണ്ട്. സോ 180.7 kJ/mol എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ദിസ് ഇസ് ഗോയിങ് ടു ബി ദി എൻഡോതെർമിക് റിയാക്ഷൻ അല്ലെ. എൻഡോതെർമിക് റിയാക്ഷൻ ആണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ എൻഡോതെർമിക് എന്ന് പറയുമ്പോൾ യു നോ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഇൻ ദ റിയാക്ടൻ സൈക്കിളായിരിക്കും. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ ആണ്, പ്ലസ് ഹീറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ സപ്പോസ് നമ്മളിവിടെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ്, ഞാൻ ഓപ്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. ടെമ്പറേച്ചർ ഞാൻ കുറച്ചു,
ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ സിസ്റ്റം എന്തിനു ശ്രമിക്കും? ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റം എന്തിനു ശ്രമിക്കും? ടെമ്പറേച്ചർ കൂട്ടാൻ ശ്രമിക്കും. സോ എങ്ങനെയായിരിക്കും ടെമ്പറേച്ചർ കൂട്ടുന്നുണ്ടാവുക? ഇത് കുറയുമ്പോൾ ഇത് കൂട്ടണമെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെ റിയാക്ടന്റ് കൂടുക. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഹയർ ഈൽഡ് അല്ല, പ്രൊഡക്റ്റ് അല്ല. സോ ഞാൻ ടെമ്പറേച്ചർ കൂട്ടി. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദി ഇക്വിലിബ്രിയം സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം? ദേ ട്രൈ ടു ഡിക്രീസ് ഇറ്റ്, റൈറ്റ്? എങ്ങനെയായിരിക്കും ഡിക്രീസ് ആവുന്നുണ്ടാവുക? ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്ത്. സോ ഹയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് N2. അത് N2 ന്റെ ഹയർ കോൺസെൻട്രേഷൻ ഞാൻ കൂട്ടിയെന്ന് വിചാരിക്കുക, കുറയ്ക്കാൻ ശ്രമിക്കും, ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും, ഈൽഡ് കിട്ടും. ദാറ്റ് ഈസ് ഓൾസോ എ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് ഓൾസോ എ പോസിബിലിറ്റി. O2 എന്ന് പറയുന്നത് പോസിബിലിറ്റിയാണ്. സോ റിയാക്ടന്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കുറയ്ക്കും? ഈ റിയാക്ടന്റ് എങ്ങനെ കുറയുക? പ്രോഡക്റ്റ് കൂടുതൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ? ACD, ഓപ്ഷൻ ACD, that is option D is the correct answer. Yes, ACD. Clear ആണോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മിസ് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റോൺ എമംഗ് ദ ഫോളോയിങ്. തന്നിരിക്കുന്ന ഫോളോയിങ്ങിലുള്ള മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ. നന്നായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യുക കേട്ടോ. തന്നിരിക്കുന്നതിലുള്ള മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റോൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പ്രൈമറി ആണ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ C എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്, ഇതും സെക്കൻഡറി ആണ്. B എന്ന് പറയുന്നത് ടേർഷ്യറി ആണ്. പറയൂ പറയൂ, ഓടി വരൂ, ചാടി വരൂ എന്നോട് പറഞ്ഞിട്ട് പോയേ മക്കളെ. ഓപ്ഷൻ B ആയിരിക്കും അല്ലേ? ടേർഷ്യറി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following will be the, yes Raj, which of the correct option IUPAC name of the following ആണ് ചോദിച്ചിരിക്കുന്നത്. what is the correct IUPAC name ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താ മക്കളെ ഇതിന്റെ correct IUPAC name ആയിട്ട്? നമുക്ക് രണ്ട് തരത്തിൽ മെയിൻ ചെയ്യാൻ പറ്റും. either we have to start from there or there. here ഏതിലായിരിക്കും നമുക്ക് എളുപ്പമായിട്ട് 1 2 3 ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എളുപ്പമായിട്ട് വരിക. ബിക്കോസ് കൗണ്ട് ചെയ്യുമ്പോൾ ലെസ് നമ്പർ കിട്ടുന്നത് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെ സ്ഥാനത്ത് നമുക്ക് എന്തുണ്ട്? യെസ്, ഒന്നാമത്തെ സ്ഥാനത്ത് നമുക്ക് എന്തുണ്ട്? CH3 ഗ്രൂപ്പ് ഉണ്ട്, 2 CH3 ഗ്രൂപ്പ് ഉണ്ട്, വിച്ച് മീൻസ് 2 മീഥൈൽ ഗ്രൂപ്പ്. മൂന്നാമത്തെ സ്ഥാനത്ത് എന്തുണ്ട്? 1 ഈഥൈൽ ഗ്രൂപ്പ്, റൈറ്റ്? സോ ഒന്നാമത്തെ സ്ഥാനത്ത് എന്തുണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, മൂന്നാമത്തെ സ്ഥാനത്ത് ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പേര് എഴുതാം മക്കളെ? പേരുടെ ചടങ്ങ് എങ്ങനെയായിരിക്കും? 3 ഈഥൈൽ 119 മീഥൈൽ സൈക്ലോഹെക്സൈൻ എന്നായിരിക്കും പേര് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ A is going to be the correct answer. ക്ലിയർ ആവുന്നുണ്ടോ? ഓപ്ഷൻ A ആണ്, C അല്ല. അഭിനവി 119 മീഥൈൽ. മക്കളെ എഴുതുമ്പോൾ നമ്മൾ എന്തെങ്കിലും നോക്കണം? ആൽഫബറ്റിക് ഓർഡർ നോക്കണ്ടേ? E ആണോ M ആണോ ആദ്യം? Okay, next question, calculate the spin only magnetic moment of Cr+2 oxidation state. Cr+2 oxidation state എന്ന് പറയുന്നത് 4s1 3d5 ആണ്. Cr എന്ന് പറയുന്നത്, I mean Cr ന്റെ oxidation state എന്ന് പറയുന്നത് 4s1 3d5 ആയിട്ടുള്ള oxidation state ആണ്. So Cr+2 oxidation state എന്ന് പറയുമ്പോൾ that is going to be D4 oxidation state ആയിരിക്കും. So root of n into n+2 എന്ന രീതിയിലേക്ക് വരും. root of 4 into 4+2 എന്ന് പറയുമ്പോൾ നമുക്ക് 4 into 6 വരും. 6 12 18 24 root 24 root 25 എന്ന് പറയുന്നത് 5 ആണ്. root 24 എന്നത് കുറച്ച് താഴെ ആയിരിക്കും, which means approximately 4.90. ഓപ്ഷൻ ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in 1 molar solution that contains 0.5 mole of solute there is dash. 0.5 mole of solute, 1 molar solution എടുത്തിട്ടുണ്ട്. മോളാലാണ്, which means മൊളാലിറ്റി ആണ്. മൊളാലിറ്റിയിൽ എന്തില്ല? ലിറ്റിയില് ലിറ്റർ ഇല്ല. ലിറ്റിയിൽ എന്താണുള്ളത്? വെയിറ്റ് ആണുള്ളത്, which means mass ആണുള്ളത്. mass of the solvent ആണുള്ളത് അല്ലെ? So we can say that molality, capital letter small letter m is equal to number of moles of solute divided by mass of the solvent into 1000. ഇവിടെയൊക്കെ ഗ്രാംസിലും ഇതിലൊക്കെ അല്ലേ തന്നിരിക്കുന്നത്. സോ 1 is equal to number of moles എന്ന് പറയുന്നത് 0.5 ആണ്. weight of the solvent ആണ് 1 mole. weight of the solvent നമുക്ക് അറിയില്ല, we don't know guys. so into 1000. so we can say that the weight of the solvent is going to be 500 grams. option C.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ മിസ്. Shall we go to the next questions, my dear students? Clear ആണോ? പക്കയാണോ guys? Okay, next question. The correct order of the stability. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മിസ് പറയുന്നത് ശ്രദ്ധിച്ചു വയ്ക്കുക. The correct order of the stability ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് CH3 CH CH3, സെക്കൻഡ് വൺ CH3 CH O CH3, തേർഡ് വൺ എന്ന് പറയുന്നത് CH3 CH CH2 O CH3. So listen carefully. ഇവിടെ നമുക്കറിയാം എല്ലാം കാർബോകാറ്റോൺ ആണ്. കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി വിൽ ബി ഇൻക്രീസസ് വിത്ത് പ്ലസ് ഐ എഫക്ട്, ഡിക്രീസസ് വിത്ത് മൈനസ് ഐ എഫക്ട്. യു നോ ദാറ്റ് അബൌട്ട്. ആൻഡ് പ്ലസ് എം എഫക്ട് ആണെങ്കിലും സെയിം. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ ദേ ഹാവ് ദ സ്റ്റെബിലിറ്റി ബിക്കോസ് പ്ലസ് ഐ എഫക്ട് ഉണ്ട്, മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. രണ്ടാമത്തെ സ്ഥാനത്ത് പ്ലസ് ഐ എഫക്റ്റും വരുന്നുണ്ട്, പ്ലസ് എം എഫക്റ്റും വരുന്നുണ്ട്, വിച്ച് മീൻസ് ദേ വിൽ ബി ഹാവിംഗ് OCH3 ആണല്ലോ, ലോൺ പെയേഴ്സ് ആണ്. സോ ദേ വിൽ ബി ഡൊണേറ്റിംഗ് ദ ഇലക്ട്രോൺസ്. സോ ദേ ഹാവ് പ്ലസ് എം എഫക്ട് ഓൾസോ. ഇനി ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ആലോചിക്കുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് എം എഫക്ട് ഉണ്ടായിരിക്കില്ലേ മിസ്സേ OCH3, പക്ഷേ ഇവിടെ ഇത് അകലെയാണ്. OCH3യുടെ പ്ലസ് എം എഫക്ട് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരുപാട് അകലെയാണ്. ഡിസ്റ്റൻസ് ഇസ് മോർ. സോ ഡിസ്റ്റൻസ് മോർ ആവുമ്പോൾ അവിടെ എന്ത് എഫക്റ്റ് ഉണ്ടാവുള്ളൂ? പ്ലസ് ഐ എഫക്ട് മാത്രമായിരിക്കും. ഈ OCH3 എന്ന് പറയുന്നത് ഈ പ്ലസ് എം എഫക്ട്, പ്ലസ് ഐ എഫക്ട് എന്ന് പറയുന്നത് ഇവിടത്തെ പ്ലസ് ഐ എഫക്റ്റാ. ഇയാൾ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക? മൈനസ് ഐ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ദേ വിൽ ബി ഹാവിംഗ് ലെസ് സ്റ്റെബിലിറ്റി. വി കനോട്ട് സേ ദാറ്റ് ഓക്കെ ഇതിന് ലെസ് സ്റ്റെബിലിറ്റി, ഹൈ സ്റ്റെബിലിറ്റി ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഈവൻ ദോ പ്ലസ് എം എഫക്ട് ആണെങ്കിൽ പോലും ദാറ്റ് ഈസ് റിയലി ഫാർ അവേ അല്ലെ. നമ്മൾ ഇവിടെ കണ്ട പോലെയല്ല, ഇത് ഫാർ അവേ ആണ്. So what happens means even though they are stability ആണെങ്കിലും അത് പ്ലസ് എം എഫക്ട് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, മൈനസ് ഐ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ വിച്ച് വൺ വിൽ ബി ദി കറക്റ്റ് ഓപ്ഷൻ മൈ ഡിയർ സ്റ്റുഡൻസ്? ഏറ്റവും കൂടുതൽ വരുന്നുണ്ടാവുക സെക്കൻഡ് വണ്ണിനായിരിക്കും. പിന്നെ വരുന്നുണ്ടാവുക രണ്ടിനും പ്ലസ് ഐ എഫക്ട് വരുമ്പോൾ ഏതിനായിരിക്കും? ഫസ്റ്റ് വൺ ആയിരിക്കും, പിന്നെ ആയിരിക്കും തേർഡ് വണ്ണ്. ഓപ്ഷൻ എ ഇസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ഐയും പ്ലസ് ഐയും വന്നിട്ടുണ്ട് എഫക്ട് ആയിട്ട് അല്ലെ. മൈനസ് ഐയും വരുന്നുണ്ട്, പ്ലസ് ഐ എഫക്റ്റും വരുന്നുണ്ട്. ഇവിടെ രണ്ടും പ്ലസ് ഐ എഫക്റ്റാ. ഇവിടെ പ്ലസ് ഐ പ്ലസ് എമ്മും വരുന്നുണ്ട്. സോ ദിസ് ഇസ് മോർ. ഫസ്റ്റ് സെക്കൻഡ് വൺ വരും, പിന്നെ ഫസ്റ്റ് വൺ വരും, പിന്നെ തേർഡ് വൺ വരും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. 2, 3, 1 is going to be the correct answer. No, 2, 1, 3 going to be the correct answer. ഹിലാൽ 2, 1, 3, 2, 3, 1 അല്ലേ, 2, 1, 3 ആണ്. കാരണം ഇവിടെ OCH3 എന്ന് പറയുന്നത് മൈനസ് ഐ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ എ. Next question. Rate of the displacement or replacement of hydrogen of alkanes in the halogenation process. Halogenation process ആണ്. നമുക്കറിയാം ഹാലോജിനേഷൻസ് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് അല്ലെ മക്കളെ. എന്താണ് ഫ്രീ റാഡിക്കൽ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ സ്റ്റെബിലിറ്റി ആയിട്ടാണ് വരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതായിരിക്കും മക്കളെ വരുന്നുണ്ടാവുക? ടെർഷറി ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി അല്ലെ. ടെർഷറി എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരുന്നുണ്ടാവുക? Tertiary, secondary, primary. So the stability order is going to be tertiary is greater than secondary is greater than primary is greater than the methyl. So option D is going to be the correct answer. D option. Yes. Very good, makle. Very good. Super da. The correct IUPAC name of the following compound is, നമുക്കൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ബ്രോമിൻ തന്നിട്ടുണ്ട്, ക്ലോറിൻ തന്നിട്ടുണ്ട്, OH ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, അതായത് നമ്മുടെ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, ആൻഡ് ദേ ഹാവ് ഗിവൻ യു മീഥൈൻ ഓൾസോ. സോ വി ക്യാൻ സേ ദാറ്റ് ഇത് എങ്ങനെയായിരിക്കും കറക്റ്റ് ഓർഡർ വരിക? OH കുറവ് നമ്പർ എടുക്കണം അല്ലെ. ഇവിടുന്ന് 1, 2, 3, 4 ഇങ്ങനെ വരുമ്പോൾ 4 ആ വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ 1, 2, 3, 4, 5, 6 ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. സോ വി ക്യാൻ സേ ദാറ്റ് മൂന്നാമത്തെ സ്ഥാനത്ത് എന്തുണ്ട്? OH ഗ്രൂപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്ഥാനത്ത് ബ്രോമിൻ ഉണ്ട്. നാലാമത്തെ സ്ഥാനത്ത് മീഥൈൽ ഉണ്ട്. അഞ്ചാമത്തെ സ്ഥാനത്ത് എന്തുണ്ട്? ക്ലോറിൻ ഉണ്ട്. സോ പേര് വരുന്നത് 1 ബ്രോമോ. ബി ആണ് ഏറ്റവും ആദ്യം വരുന്നുണ്ടാവുക അല്ലെ. സോ ഒന്നാമത്തെ സ്ഥാനത്ത് നമുക്ക് എന്തുണ്ട്? ആൽഫബറ്റിക് ഓർഡറിൽ 1 ബ്രോമോ വന്നു. പിന്നെ ഏതാ വരുന്നുണ്ടാവുക? സി ആണ് വരുന്നുണ്ടാവുക. അതായത് അഞ്ചാമത്തെ സ്ഥാനത്ത് നമുക്ക് എന്തുണ്ട്? ക്ലോറോ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ എന്താ വരുന്നുണ്ടാവുക? പിന്നെ മീഥൈൽ ഗ്രൂപ്പ് വരും അല്ലെ. നാലാമത്തെ സ്ഥാനത്ത് നമുക്ക് എന്തുണ്ട്? ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. മൊത്തത്തിൽ എന്തുണ്ട്? 6 കാർബൺ ഉണ്ട്. ഹെക്സൈൻ വരും. മൂന്നാമത്തെ സ്ഥാനത്ത് ഒരു OH ഗ്രൂപ്പ് ഉണ്ട്, വിച്ച് ഇസ് 1 ബ്രോമോ, 5 ക്ലോറോ, 4 മീഥൈൽ. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി. എ അല്ല, ബി. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? പക്കയാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. BF3 is planar and electron deficient compound. BF3 എന്ന് പറയുന്നത് നമുക്കറിയാം. BF3 എന്ന് പറയുന്നത് എന്താ മക്കളെ? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആണ്, ഹൈപ്പോവാലന്റ് ആണ്. ലൂയിസ് അപ്ടേക്ക് തിയറിയിൽ നിന്നുള്ള ഒരു ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്, ഇലക്ട്രോഫൈൽ ആണ്. സോ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ട് ആണ്. They are asking you about the hybridization
and number of electrons around the central atom. നമ്മൾ already ചെയ്തിട്ടുള്ള ഒരു question ആണ്. അതായത് hybridization ചോദിച്ചിട്ടുണ്ട്, and they are also asking you about the number of electrons also. Find it out, my dear students. കണ്ടുപിടിച്ചേ മക്കളെ. sp2 and 8 ഒന്ന് ആലോചിച്ച് നോക്കിയേ. sp2 hybridization is fine because നമ്മുടെ hybridization SN number എന്ന് പറയുന്നത് 3 ആയിരിക്കും. എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുന്നേ? എന്തുകൊണ്ട് അത് ഹൈപ്പോവാലന്റ് ആയത്? 6 അല്ലേ? 1 2 3 4 5 6. So option B is going to be the correct answer. Option B ആണ് കേട്ടോ. sp2 and 6 ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ. In which of the following Kp യും Kc യും ഈക്വൽ അല്ലാത്തത്? നോട്ട് ഈക്വൽ ആണ്. When the Kp and Kc is going to be equal, delta Ng is equal to 0 എന്ന് പറയുന്ന കേസാണ്. അപ്പൊ നമുക്ക് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? നോട്ട് ഈക്വൽ ടു കണ്ടുപിടിക്കുന്നത്. സോ ഡെൽറ്റ Ng is not equal to 0 ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ that there will be Kp and Kc is not equal അല്ലേ? So we can say that CO plus H2O gives CO2 plus H2 എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിലും ഡെൽറ്റ Ng എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് gaseous പ്രോഡക്റ്റ് മൈനസ് gaseous റിയാക്ടന്റ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും? ഡെൽറ്റ Ng ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 തന്നെയാണ് വരുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 0. ഇനി ഇവിടെ ആണെങ്കിൽ എന്താണ്? ഡെൽറ്റ Ng ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 ആണ് വരുന്നത്, വിച്ച് ഇസ് 1. സോ വി ക്യാൻ സേ ദാറ്റ് ഓപ്ഷൻ C is going to be the correct answer. എന്താ മക്കളെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ozonolysis of an organic compound A produce acetone and propanaldehyde. A produce എന്താ മക്കളെ? അസറ്റോണും കിട്ടുന്നുണ്ട് നമുക്ക്, പ്രൊപ്പനാൽഡിഹൈഡും കിട്ടുന്നുണ്ട്. ഓക്കെ. സോ യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട്, നിങ്ങൾ എന്താ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, ഏതാണ് ഡബിൾ ബോണ്ട്, അതായത് ഏത് ആൽക്കീൻ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? എന്തായിരുന്നു? അസറ്റോൺ, CH3 CO CH3, പിന്നെ ഏതായിരുന്നു? CH3 CH2 CHO അല്ലെ? ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് CH3 C ഡബിൾ ബോണ്ട് CH2 CH2 CH3 CH3. അതായത് ഈ ഡബിൾ ബോണ്ട് മാറ്റിയിട്ട്, ഈ ഡബിൾ ബോണ്ട് ഓക്സിജൻ എന്ന് മാറ്റിയിട്ട് ഈ രണ്ടെണ്ണം കൂടി ജോയിൻ ചെയ്യാം. ആ ഓക്സിജനെ കട്ട് ചെയ്തിട്ട് ബാക്കി ജോയിൻ ചെയ്തു നമ്മൾ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ ഇവിടെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ചെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ചെയിൻ വരിക അല്ലെ? സോ ചെയിൻ ഇങ്ങനെ വരുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് രണ്ടാമത്തെ സ്ഥാനത്താണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് വരുന്നത്. 1 2 വേറെ കളർ കൊണ്ട് കൊടുക്കാം. വി ഹാവ് ഇനഫ് കളേഴ്സ് now. 1 2 3 4 5 അല്ലെ? രണ്ടാമത്തെ സ്ഥാനത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്, രണ്ടാമത്തെ സ്ഥാനത്ത് തന്നെ മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. സോ ദ നെയിം ഈസ് ഗോയിങ് ടു ബി 2-methyl pent-2-ene. Option D. Option D is the correct answer. Yes, makla. Correct alle? Okay alle? Okay. Next question. Among the given options, which of the following molecules or ions act as a Lewis acid? ഏതാണ് തന്നിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ശേഷി കൂടുതൽ? ലൂയിസ് ആസിഡ്സ് ആർ വാട്ട് സ്പീഷ്യസ് മക്കളെ? ലൂയിസ് ആസിഡിന്റെ സ്പീഷ്യസ് എന്താ മക്കളെ?
അതായത് ലൂയിസ് ആസിഡ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോഫൈൽസ് ആണ്, ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്. ദേ വിൽ ആക്സെപ്റ്റ് ഇലക്ട്രോൺസ് ആണ്. കാറ്റിയോൺസ് അല്ലെങ്കിൽ ഹൈപ്പോവാലന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും. ലൂയിസ് ബേസ് എന്ന് പറയുന്നത് ന്യൂക്ലിയോഫൈൽ ആണ്, ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്, ഇലക്ട്രോൺ ഗിവിംഗ് സ്പീഷീസ് ആണ്. ആനിയോൺസ്, ലോൺ പെയേഴ്സ് ഇവരൊക്കെ ലൂയിസ് ബേസസ് ആണ്. സോ തന്നിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ലൂയിസ് ബേസ് ആണ്, ബിക്കോസ് ആനിയോൺ ആണ്. ഇതെന്ന് പറയുന്നത് ലൂയിസ് ബേസ് ആണ്, ലോൺ പെയർ ഉണ്ട്. ദേ ഹാവ് 2 സെറ്റ് ഓഫ് ലോൺ പെയർ ഇൻ വാട്ടർ, ദാറ്റ് ഇസ് ഓൾസോ ലൂയിസ് ബേസ്. ഇതെന്ന് പറയുന്നതാണ് ലൂയിസ് ആസിഡ്. സോ BF3 ഇസ് ലൂയിസ് ആസിഡ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ മിസ്. ക്ലിയർ അല്ലേ? Okay. Next question. The IUPAC name of the element with atomic number 119. 119 ഉള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 119. IUPAC name ആണ് ചോദിച്ചിരിക്കുന്നത്. Element with atomic number 119. 119 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ വരുന്നുണ്ടാവുക? UN ഇനിയം അല്ലേ? 9 ആകുമ്പോൾ ഇനിയം. ENN വരും, IUM വരും, ഇൻ വരും, IUM വരും. So option B is going to be the correct answer. Option B is going to be the correct answer. എന്താ correct answer വരിക? Option B ആണ് correct answer. Clear ആവുന്നുണ്ടോ മക്കളെ? Yes. Clear ആണോ? Next question. Consider the following reaction. They have given you a reaction. This is benzyl group PH എന്ന് ഉദ്ദേശിക്കുന്നത് ഫിനൈൽ ഗ്രൂപ്പ് ആണ്. In the presence of CCH3 രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്, CH double bond CH2 എന്ന രീതിയിലേക്ക്. So this is going to be in the presence of B2H6 ആണ്. B2H6 ആകുമ്പോൾ they are undergoing എന്തായിരിക്കും? ആന്റി മാർക്കോ എഡിഷൻ ആയിരിക്കും undergo ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആൽക്കഹോൾ ആയിരിക്കും, OH ഗ്രൂപ്പ് ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക. സോ യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് എ മേജർ പ്രോഡക്റ്റ്. ഫൈൻഡ് ഇറ്റ് ഔട്ട് ഗൈസ്. യെസ് മീനാക്ഷി. വെരി ഗുഡ് ചിൽഡ്രൻ. എന്താ സംഭവിക്കാം? മാർക്കോനിക്കോസ് അഡീഷൻ ആണെങ്കിൽ OH എന്ന് പറയുന്നത് ഇവിടേക്ക് പോയേനെ, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് OH ഇവിടേക്ക് പോയേനെ. ഇത് ആന്റി മാർക്കോനിക്കോസ് റൂൾ ആണ് B2H6 എന്ന് പറയുന്നത്. ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ B2H6 എന്ന് പറയുന്നത് ഈ ഡബിൾ ബോണ്ടിലേക്ക് വരുമ്പോൾ ഇലക്ട്രോഫൈൽ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഓപ്ഷൻ. ഈ ആ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് B2H6ലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ B2H6 എന്ന് പറയുന്നത് BH3 ആയിട്ട് പോവുക ചെയ്യുന്നത്, ഇലക്ട്രോഫൈൽ ആയിട്ട് BH3 ആയിട്ട് പോവുക ചെയ്യുന്നത്. ആ BH3ക്ക് ഓരോ വട്ടും ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് അഡീഷൻ നടക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് okay Hilal. So we can say that anti-Markovnikov rule ആണ്, they are following it. So അത് ഫോളോ ചെയ്യുന്ന പാറ്റേൺ ആയിട്ടാട്ടോ പറയുന്നത്. So this is, if it is Markovnikov rule, it should be OH ഇവിടെ ആവണം. Since it is anti-Markovnikov rule, OH ഇവിടെ ആയിരിക്കും, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടെ CH2 ആയിരിക്കും. So this is going to be option C. Option C is going to be the correct answer. Clear ആണോ മക്കളെ? Option C is going to be the correct answer. മനസ്സിലാവുന്നുണ്ടോ? Next question. Predict the correct intermediate of the product in the following reaction. I told you, alkynes-ൽ നിന്ന് നമ്മുടെ കീറ്റോൺസ് കിട്ടുന്ന റിയാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു ആൽക്കൈൻസ് YNE-യിൽ നിന്ന് നമ്മുടെ YNE2 കീറ്റോൺസ് ഭയങ്കര വലിയൊരു ഓക്സിഡേഷൻ അവിടെ നടക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ HgSO4 ഒക്കെ. അപ്പോൾ അതിൽ നിന്ന് അത്രയും വലിയൊരു റിയാക്ഷനാണ് നടക്കുന്നത്. സോ അതിൻ്റെ ഇന്റർമീഡിയറ്റ് നിങ്ങൾ പഠിക്കണം. അത് ഒരുപാട് റിയാക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നീറ്റിന് ചോദിച്ചിട്ടുള്ളതാണ് കൂടുതൽ. ഞാൻ നീറ്റിന് അല്ലാതെ JEE-മെയിൻസിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ നീറ്റിനും പഠിക്കണം കേട്ടോ. സോ ഇതിൽ എന്താ സംഭവിക്കുക മക്കളെ? എന്താ സംഭവിക്കുന്നുണ്ടാവുക? നമുക്ക് മനസ്സിലായിട്ട് YNE-യിൽ നിന്ന് കീറ്റോണിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ സംഭവം എങ്ങനെ എഴുതാമെന്നറിയോ? അതായത് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതി തരികയാണ്. CH3 C triple bond CH in the particular HgSO4 bar H2O അല്ല H2SO4 H2O പ്രസൻസിൽ, വാട്ടറിന്റെ പ്രസൻസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അവിടെ ഒരു ആൽക്കഹോൾ, അതായത് ഡബിൾ ബോണ്ട് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ ഉണ്ടാവുക. അതായത് ഈ CH3ന്റെ ട്രിപ്പിൾ ബോണ്ട് ആക്കിയിട്ട് അവിടേക്ക് എന്ത് ആഡ് ചെയ്യും? ഒരു ആൽക്കഹോൾ ആഡ് ചെയ്യും, വാട്ടർ ആഡ് ചെയ്യുമ്പോൾ. പിന്നീട് അതിനെ ടോട്ടോമറിസം എന്ന് പറയും. അതിലേക്കാണ്, അതിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? CH3 C ഡബിൾ C ഡബിൾ ബോണ്ടോ CH3 ആയിട്ട് മാറുന്നത്. ടോട്ടോമറിസം ആണ് അണ്ടർഗോ ചെയ്യുന്നത്. സോ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് A എന്ന് പറയുന്നത് ഇതായിരിക്കും. അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇതിൽ നിന്ന് ടോട്ടോമറിസം ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കീറ്റോൺ ആയിട്ട് കിട്ടുന്നത്, നമ്മുടെ അസറ്റോൺ ആയിട്ട് കിട്ടുന്നത്. സോ ഓപ്ഷൻ D ഈസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്, ഈനോൾ ആൻഡ് പ്രൊപ്പനോൺ ആണ് കിട്ടുന്നുണ്ടാവുക.
enol. Yes, crucial reaction. Next question, consider the reaction. നമ്മുടെ MgBr പ്രസൻസിൽ CH2 നമ്മുടെ CH2O CH2 എന്ന രീതിയിലേക്ക് H⁻H2 എന്ന റിയാക്ഷനിലാണ് നടക്കുന്നത്. എന്തായിരിക്കും ഇവിടെ നടക്കുന്നുണ്ടാവുക? ഫസ്റ്റ് ഓഫ് ഓൾ മക്കളെ എന്താ നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമുക്കറിയാം നമ്മുടെ ഫിനോൾ, അതായത് MgBr ഉണ്ട്, ഇറിഗനൈറ്റ് റിയേജന്റ് ഉണ്ട്, പ്ലസ് CH2O മൈനസ് ആയിട്ടുണ്ടാവും. അതിലേക്ക് ഇയാൾ പോയിട്ട് അറ്റാക്ക് ചെയ്യും. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി MgBr ആയിട്ട് മാറും. സോ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ so I can say that they will be undergoing. Did I made any mistakes? അയ്യോ ഒരു മിനിറ്റ് മക്കളെ, നിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. CH2OH ആയിട്ട് മാറും അല്ലേ. ആദ്യം O മൈനസ് ഉണ്ടായിരിക്കും, അതിന്ന് MgBr പോവും, പിന്നീട് അതിലേക്ക് OH ആഡ് ചെയ്യും, OH ആയിട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യും, OH ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ പ്രൈമറി ആൽക്കഹോൾ. ബെൻസോയിക് ആസിഡ് അല്ല, പ്രൈമറി ആൽക്കഹോൾ. ഹിലാൽ ഇങ്ങനെയാ വരുന്നത് കേട്ടോ. യെസ്, പ്രൈമറി ആൽക്കഹോൾ ആയിട്ടാണ് വരുന്നത്. യെസ് ശ്രുതിയ, കറക്റ്റ് ആൻസർ. Phenol in the presence of Br2 in CS2 273 കെൽവിനിൽ നേച്ചർ ആയിട്ട് കിട്ടുന്നതാണ് എന്താണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം Br2 in the presence of CS2 ആണെങ്കിൽ പാരാ പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക, OH കിട്ടുന്നുണ്ടായിരിക്കും. ഫിനോളിന്റെ കൂടെ തന്നെ they will be giving you the Br അല്ലേ. ഓപ്ഷൻ A is going to be the correct answer. ഓപ്ഷൻ എന്തായിരിക്കും? A is going to be the major product ആയിട്ട് അല്ലേ. A is going to be the correct answer. മേജർ പ്രൊഡക്റ്റ് ആണ് മിസ് പറഞ്ഞത്. Next question, the major product of the given reaction are. Major product of the given reaction ആണ് ചോദിച്ചിരിക്കുന്നത്. They have given you either in the presence of HI, അതായത് SN മെക്കാനിസം ആണ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഈതേഴ്സ് ആണ് അവിടെ വരുന്നത്. എവിടെയാണ് ബോണ്ട് ബ്രേക്കിംഗ് നടക്കുക എന്നാണ് വേണ്ടത്. എവിടെയാണ് നമുക്ക് ബോണ്ട് ബ്രേക്കിംഗ് ഉണ്ടാവുക എന്നാണ് അറിയേണ്ടത്. മക്കളെ ബോണ്ട് ബ്രേക്കിംഗ് ഇവിടെ ആയിരിക്കും സംഭവിക്കുക, ഇവിടെ സംഭവിക്കില്ല. കാരണം ഇത് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും. സോ ബോണ്ട് ബ്രേക്കിംഗ് ഇവിടെ ആയിരിക്കും സംഭവിക്കുക. അങ്ങനെ H ഇവിടെയും I ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടാവും. സോ വി ക്യാൻ സേ ദാറ്റ് CH2I എന്ന് വരും, അതേപോലെ ഫിനോൾ എന്ന രീതിയിലേക്കും വരും. ഓക്കെ, ഇത് രണ്ടും വരില്ലേ, പക്ഷെ ഇത് രണ്ടും സെയിം ഓപ്ഷൻ അല്ലേ മക്കളെ? BO CO രണ്ടും ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. മേ ബി ഇത് വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്കും ആയിരിക്കും. ക്ലിയർ ആണോ? ഓപ്ഷൻ B ആണ് വരുന്നത്. താങ്ക് യു ഹില. ഓപ്ഷൻ BO അല്ലെങ്കിൽ DO ആണ്, അതായത് ഡിയും സെയിം ഓപ്ഷനാണ് അവർ തന്നിരിക്കുന്നത്. മേ ബി ആ ഇയറിൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെൻസീൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഒലിയം ഫോളോഡ് ബൈ ദ യെസ് ബെൻസീൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഒലിയം ഫോളോഡ് ബൈ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് H+ ന്റെ പ്രസൻസിലാകുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് മക്കളെ? ബെൻസീനിൽ നിന്ന് ഒലിയത്തിന്റെ പ്രസൻസിലാണെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ്, ഡയറക്ട്ലി നമുക്ക് പറയാൻ പറ്റും ഫിനോളിന്റെ പ്രിപ്പറേഷനിൽ വരുന്നത് അല്ലെ. ഫിനോളിന്റെ പ്രിപ്പറേഷനിലല്ലേ നമ്മളിത് പഠിച്ചിരിക്കുന്നത്, ഫിനോളിന്റെ പ്രിപ്പറേഷൻസിൽ വരുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ബെൻസീൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഒലിയം ആൻഡ് NaOH. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, tertiary alcohol can be prepared by the reaction of RMGX with what? നമ്മുടെ C2 എത്തനോൾ കൂടെയാണോ, അതോ ഫോർമാൽഡിഹൈഡിന്റെ കൂടെയാണോ, അതോ നമ്മുടെ അസറ്റാൽഡിഹൈഡിന്റെ കൂടെയാണോ, അതോ അസറ്റോണിന്റെ കൂടെയാണോ? ഏതിന്റെ കൂടെ കിട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? ടെർഷ്യറി ആൽക്കഹോൾ കിട്ടുക എന്നാണ് ചോദ്യം. ടെർഷ്യറി ആൽക്കഹോൾ ക്യാൻ ബി പ്രിപ്പയർഡ്.
ഏതിന്റെ കൂടെ ആയിരിക്കും മക്കളെ? ഓഫ് കോഴ്സ് ടെർഷ്യറി ആൽക്കഹോൾസ് കീറ്റോൺസിന്റെ കൂടെയാണ് അല്ലെ. ഇത് ഇതും ആൽഡിഹൈഡ് ആണ്, ഇതും ആൽഡിഹൈഡ് ആണ്, ഇതാണ് കീറ്റോൺസ് അല്ലെ. കീറ്റോൺസിന്റെ കൂടെ CH3 C ഡബിൾ ബോണ്ട് O CH3 ഇൻ ദ പ്രസൻസ് ഓഫ് RMgX ആണെങ്കിൽ വി കൻ സേ ദാറ്റ് ഇത് പ്ലസ് ചാർജ് ആയിരിക്കും, ഇത് മൈനസ് ചാർജ് ആയിരിക്കും. സോ CH3C tertiary alcohol. Option D is the correct answer. കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. We are almost done. Given below are the two statements. One is assertion and that is A, and other is reason. Assertion എന്ന് പറയുന്നത് benzyl alcohol is more acidic than the phenol. Okay, അതിന്റെ റീസൺ ആയിട്ട് അവർ പറയുന്നത് pK of benzyl alcohol is less than phenol. First of all, tell me, benzyl alcohol എന്ന് പറയുന്നത് ഫീനോളിനെക്കാട്ടിലും അസിഡിക് ആയിട്ടുള്ള ഒരു കാര്യമാണോ? ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഫിനോളിനെക്കാട്ടിലും അസിഡിക് ആയിട്ടുള്ള ഒരു റീസൺ ആണോ, അതായത് ഒരു കാര്യമാണോ? ബെൻസൈൽ ആൽക്കഹോൾ, അതായത് ഫിനോൾ എന്ന് പറയുന്നത് മക്കളെ O മൈനസ് ആയിട്ട് വരുന്നതാ അല്ലെ. മറ്റതെന്ന് പറയുന്നത് C6H5CH2- ആ അല്ലെ ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. സോ ടെൽ മീ വിച്ച് വൺ വിൽ ബി കറക്റ്റ് ആൻസർ? ഓഫ് കോഴ്സ് ഫിനോൾ ഇസ് മോർ അസിഡിക് അല്ലെ. ഫിനോൾ ആണ് കൂടുതൽ അസിഡിക് ആയിട്ട് വരുന്നത് ദാൻ ബെൻസൈൽ. കറക്റ്റ്. സോ നമുക്ക് പറയാൻ പറ്റും അസെഷൻ എ എന്ന് പറയുന്നതും റോങ് ആണ്, അതിന്റെ റീസൺ എന്ന് പറയുന്നതും റോങ് ആണ്. ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നതിന് മോർ ആണ്, ബിക്കോസ് ദേ ആർ ലെസ് അസിഡിക്, മോർ അസിഡിക്, മോർ pK വാല്യൂ ആയിരിക്കും. സോ ബോത്ത് അസെഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. അസെഷനും റീസണും എന്താണെന്നാണ് പറയുന്നത്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്, റോങ് ആണ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? Phenol is more acidic. Yes, exactly. Phenol ആണ് കൂടുതൽ acidic ആയിട്ട് വരുന്നത്. Next question. Which of the following given batteries are rechargeable? ഏത് ബാറ്ററീസ് ആണ് റീചാർജബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. സോ ട്രൈസെൽ ബാറ്ററി ആണോ, നിക്കൽ കാഡ്മിയം ബാറ്ററി ആണോ, ലിഥിയം ബാറ്ററി ആണോ, ഫ്യൂവൽ സെൽ ആണോ, ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണോ? വിച്ച് ഓഫ് ദ ബാറ്ററീസ് ആർ മോർ റീചാർജബിൾ, വിച്ച് ഓഫ് ദ വൺ ആർ റീചാർജബിൾ? സോ വി കൻ സേ ദാറ്റ് നിക്കൽ ബാറ്ററി റീചാർജബിൾ ആണ്, അതേപോലെ തന്നെ ഫ്യൂവൽ സെൽ റീചാർജബിൾ ആണ്, പിന്നെന്താണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും റീചാർജബിൾ ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. നിക്കൽ ബാറ്ററി, ഫ്യൂവൽ സെൽ, ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഇസ് ഗോയിങ് ടു ബി ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ്. മിസ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ, അല്ല ഐ മീൻ ഇതൊന്ന് ഇതാക്കട്ടെ. ഓക്കെ, അതായത് ഫോർമാൽഡിഹൈഡിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ഇഥൈൽ ബ്രോമൈഡ് ആണ്, അതായത് മെഗ്നീഷ്യം ബ്രോമൈഡ് ആണ് ആഡ് ചെയ്യുന്നത്. അതിലേക്ക് CrO3 ആഡ് ചെയ്തിട്ടാണ് നമുക്ക് CrO3 ഇൻ ദ പ്രസൻസ് ഓഫ് H2SO4 ആണ് ആഡ് ചെയ്യുന്നത്. അന്ന് ബി ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ഇതൊന്ന് കുറയ്ക്കട്ടെ. in the presence of C2H5MgBr ആണെങ്കിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? We can say that CH3 CH2 CH2OH അല്ലേ? CH3 CH2 CH2OH വരും 3. യെസ്, അതിലേക്ക് CrO3 in the presence ആണെങ്കിൽ ഓക്സിഡേഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത് അല്ലേ. ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്തിട്ട് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? വി വിൽ ബി ഗെറ്റിംഗ് പ്രൊപ്പനോയിക് ആസിഡ്. എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? പ്രൊപ്പനോയിക് ആസിഡ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. പ്രൊപ്പനോയിക് ആസിഡ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക, ആസിഡ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിനോൾ ഉണ്ട്, ഇൻ ദ പ്രസൻസ് ഓഫ് NaOH നമുക്കൊരു A കോമ്പൗണ്ട് കിട്ടുന്നുണ്ട്. ആ A കോമ്പൗണ്ടിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ഹാലോ ആൽക്കിൻ ആഡ് ചെയ്യാണ്, അതിൽ നിന്ന് ബി കിട്ടുന്നുണ്ട്. എന്താണ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, സോ ഫിനോൾ ഉണ്ട്, ഫിനോൾ യു ഹാവ് ദ ഫിനോൾ when they react with NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമുക്ക്
ONA എന്ന രീതിയിലേക്ക് കിട്ടുന്നുണ്ട്. ഈ ONA-യിലേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? CH3, CH2, Cl ആഡ് ചെയ്യാണ്. വിച്ച് മീൻസ് അതിലേക്ക് നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക? OCH2, CH3 ആയിട്ടായിരിക്കും കിട്ടുക. OCH2, CH3. ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ D is going to be the correct answer. Yes, Hemant Malhotra. Hemant Malhotra. You're not Mallu. You're not belongs to Kerala, na? Hemant Malhotra. If I'm not wrong. Yes, the option. Hi, Shubham. ഇത് കുറെ പുറത്തുനിന്നുള്ള ആളുകളാണല്ലോ. ഹിലാൽ. Yes, Shubham, correct answer. You guys are not belongs to here. I mean, I'm asking like you guys are not Keralite, right? May I know which place you are from? Hemant, Shubham Nayak. Which place? Which place you guys are from? G, ma'am. Okay, I got it. So tell me which place you guys are from? I'm pretty much Kashmir. Oh, Kash. So, Hilal, you also not belongs to Kerala. You are not a, ma'am, your name. Myself is Anakha. My name is Anakha. 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 So, my question is, Hilal also not belongs to Kerala? So, how can you understand? I'm talking okay, Hemant is from Telangana. Okay, fine, Hilal. Shubham is from Odisha. Okay. Hemant, my question, Hilal, Manigandan, Coimbatore. Okay, so every part of the India, is here. Okay, I'm happy for that. But by the way, Hilal, you are not belongs to Kerala. So how can you understand my language? Coimbatore, it's fine. They may be understanding Malayalam. Telangana also, it's fine. But what about Hilal? You, how you are from Kerala, or you belong to Kerala or something? Because when I'm talking in Malayalam also, you were replying in that, right? How can that possible? Okay, Hemant, that I got it. Just doing the questions itself, no language, that's fine, pretty good. But my question is for the Hilal, because when I'm talking in Malayalam also, he will be communicating me. But it's usually in the English only. So you belong to, you know Malayalam or something, Kashmir, you are from that corner of India. That topmost now. So I was just curious. But I got everything. Ah! Oh my god. Okay. That's nice actually. That's nice. So you oh my god, in a lot of question, but you speak English also. I will speak, but not. Okay, fine. Okay, it's a new one for me, because I seen you in a lot of classes now, so I know that pretty much sure. I know that you belongs to, you are attending the classes regularly, so I thought that you belongs to Malayalam, because when you were telling that once more, ma'am, I used to speak that. I used to repeat it. Correct. So that time you are getting it, and you are telling, okay, ma'am, I'm getting it, and now, okay, that's good. That's pretty good. So everyone is understanding the language. No language, zero language, 100% is understanding, right? 0% is language and understanding, 100% is, right? Okay. Name the compound COEN twice, Cl2 twice, Hall twice, SO4. So you are supposed to name the compound. Okay, what will be the compound, my dear students? It will be starting from the dichlorido, right? It will be starting from the chlorine. So it will be dichlorido. Then since it is EN, you can say that it will be bis 2La. This is 2 only, no? Yeah. Bis ആയിരിക്കും. Bis, ethane 1,2 diamine varum. When a cobalt will be there, and you can say that they will be having together 3 will be the oxidation state and the sulfate, right? So I can say that dichlorido, bis, ethane 1,2 diamine, cobalt 3 sulfate.
Option B is going to be the correct answer. Yes, Meenakshi. Meenakshi, I hope you are from, you are Keralite. Meenakshi is the name. I can see this Hemant, Manikantan, that's fine. Shubham, we can understand. Meenakshi is the kind of Kerala name. Kerala, Malayali Kerala. I love you more than myself, trust me. Oh my god. Okay. The primary and the secondary valencies of the chromium. Okay, nice question, my dear students. Primary and the secondary valencies of the chromium in the complex ion dichlorido, dioxylato, chromium 3 respectively. So you are supposed to find out the primary and secondary valency. You know the primary valency and secondary valency also. So first of all, write down the structure of this dichlorido, dioxylato, chromium 3. അതിന്റെ structure ഒന്ന് വരച്ചു നോക്കിക്കേ. Structure on the this is a new knowledge for us. Okay, a lot of other state students also is attending our class, which is actually happy, but it's a new knowledge for us. I hope you guys are understanding everything. So chromium ഉണ്ട് മക്കളെ, നമുക്ക് chromium ഉണ്ട്, and you have the dioxylate also. So C2O4 di അല്ലേ 2 വരും. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത് dichlorido, chloride ആണ്. അപ്പോൾ Cl2 and this will be 3 minus, right? This is going to be the structure. Correct അല്ലേ? This is going to be the structure because dichlorido എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് അത് എന്തിലായിരിക്കും അപ്പോൾ വരുന്നുണ്ടാവുക? നമ്മുടെ സ്പിയറിനകത്തായിരിക്കും വരുന്നുണ്ടാവുക. Yes, ഹിലാലെ നോക്കിക്കേ, they are asking about the primary and secondary valency, not secondary and primary valency, which is wrong. നോക്ക്. So the thing is actually primary valency എന്ന് പറയുന്നത് we can say that is equal to the എന്തായിരുന്നു primary valency എന്ന് പറയുന്നത് oxidation number of central atom എന്ന രീതിയിലേക്ക് എടുക്കാം. So primary valency will be equal to plus 3 ആയിരിക്കും, which means 3 ആയിരിക്കും primary valency എന്ന് പറയുന്നത് അല്ലേ? Primary valency 3 ആയിരിക്കും. ഇനി secondary valency എന്ന് പറയുന്നത് that is equal to the coordination number. Coordination number എന്ന് പറയുന്നത് നിങ്ങൾ 4 ആയിട്ട് എടുക്കരുത്. No, C2O4 എന്ന് പറയുന്നത് they are providing 2. രണ്ടല്ലേ, bidentate ആണ്. അപ്പോൾ 2 into 2 means 4. അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 4 plus 2 എന്ന് പറയുന്നത് 6 ആണ്. So we can say that 3 and 6 is going to be the primary and secondary. Here in the option അവർ എന്ത് തന്നിട്ടുണ്ട് 6 and 3 ആ തന്നിരിക്കുന്നത്, which is wrong. This is wrong. You shouldn't choose this. Option D is the correct answer. 3 and 6 ആണ് കേട്ടോ. Yes, option D. Very good children. Next question. ഇതൊക്കെ easy question ആണ്. I guess we have done this already. I mean, ഏതോ ഒരു ലൈവിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. For the chemical reaction, they have given you N2 plus 3H2 gives 2NH3 തന്നിട്ടുണ്ട്. Chemical reaction ആണ്, അടിപൊളിയായിട്ടുള്ള ഒരു chemical reaction തന്നിട്ടുണ്ട്. And you are supposed to find out the correct option. You know that reactant side ലാകുമ്പോൾ what happens? minus 1 by എന്ന് വരും. Product ആണെങ്കിൽ just 1 by എന്നേ വരുള്ളൂ. So we can say that minus 1 by 3 d of H2 by dt is equal to minus 1 by 2. This is wrong. This should be plus. So ഇത് wrong ആണ്. ഇനി B എന്ന് പറയുന്നത് minus 1 by 1, which is 1 d concentration of N2 divided by dt is equal to 1 by 2 എന്ന് വേണം. അപ്പോൾ ഇതും wrong ആണ്. minus 1 by d2 is equal to 1 minus 1. This is right. Option C. Yes. Option C ആണ്, D അല്ലല്ലോ. It's not D. It should be minus 1 by 3 if it is, right? The H2 എന്ന് പറയുമ്പോൾ it should be minus 1 by 3 d of concentration of H2 divided by dt, right? So option D is not, they are asking about the correct option. So option C is the correct option. Okay. Next question. For which one of the following ഏതിനാണ് Bohr model is not valid? ഏതിനാണ് Bohr model valid അല്ലാത്തെ എന്നാണ് ചോദിക്കുന്നത്. So Bohr model എന്ന് പറയുന്നത് നമുക്കറിയാം സിംഗിൾ ഇലക്ട്രോൺ സ്പീഷ്യസിന് മാത്രമുള്ള സാധനമാണ്. അപ്പോൾ സിംഗിൾ അയോണൈസ്ഡ് ഹീലിയം ആറ്റം എന്ന് പറയുമ്പോൾ He plus state ആണെങ്കിൽ the electrons is going to be 1. So the Bohr model is valid for them. ഏതിനാണ് ഇല്ലാത്ത, which is not ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. So this is correct. Deuterium atom also, it's an isotope of hydrogen, which is true. Single ionized neon atom, this is wrong. Neon atom എന്ന് പറയുന്നത് single ionized Ne plus എന്ന് പറയുന്ന oxidation state, which is very difficult. Ne plus എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 9 ആയിട്ടാണ് മാറുക. So which one will be the correct answer? Yes, option C is going to be the correct answer. Very good children. Next question. കുറച്ചും കൂടി ഉള്ളേ. Only few questions. Assertion ആണ്, the coordination complex NiCN4 minus and NiCl4 minus have different shape and similar magnetic behavior. Okay, they do have different shape, they are telling, and they do have the similar magnetic behavior. Okay,
NiCN for 2 minus is square planar and diamagnetic, but NiCl for 2 minus is tetrahedral and paramagnetic. Which one is correct? Which one is incorrect? Okay. Coordination complex എന്ന് പറയുന്നത് NiCN for 2 minus എന്ന് പറയുന്നതും NiCl for 2 minus എന്ന് പറയുന്നത് ഡിഫറെന്റ് ഷേപ്സ് ആണ് ഉണ്ടാവുക. Of course, because they have ഒന്ന് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്, ഒന്ന് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. സിമിലർ മാഗ്നറ്റിക് ബിഹേവിയർ ആണ് ഉണ്ടാവുക. Nickel plus 2 oxidation state. Yes, magnetic behavior will be similar for them. That's true. Assertion is true. NiCN for 2 minus is square planar and diamagnetic, but NiCl for 2 minus is tetrahedral, fine, but paramagnetic. Assertion ശരിയാണ്, but reason is wrong, right? So R is correct and they don't have any എന്താ പറയാ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും അല്ല ഇത്, അല്ലേ? അല്ലേ? മിസ് പറയുന്നതെല്ലാം നന്നായി മനസ്സിലാവുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ട് യു ഹാവ് ടു ഗെറ്റ് ദ സ്കോർ ഹൈ ആൻഡ് ഓൾറെഡി ലൈക്ക് യു ഗൈസ് ആർ ഓൾറെഡി ഡോക്ടേഴ്സ് ഫോർ അസ്. ആസ് ഐ ടോൾഡ് യു, നിങ്ങൾ വീണ്ടും റീഗെയിൻ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. സെക്കൻഡ് ചാൻസിൽ യു ഗൈസ് ആർ ഹിയർ, റൈറ്റ്? So you are already doctors for us, but I want you guys to get good score in chemistry. Okay, so മക്കളെ ഇത് ശ്രദ്ധിച്ചേ. അതായത് ഇത് ശരിയാണ്, പക്ഷെ ഇത് റീസൺ ആണോ ചോദിച്ചാൽ അല്ല. അത് മാത്രമല്ലടാ, റീസൺ കറക്റ്റും അല്ല. അതായത് NiCN for സ്ക്വയർ പ്ലാനാർ ആണ്, ഡയാമാഗ്നറ്റിക്. വെയിറ്റ് എ സെക്കൻഡ്, ജസ്റ്റ് എ സെക്കൻഡ്. ഞാൻ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് മക്കളെ. ഇതെന്ന് പറയുന്നത് കറക്റ്റാ, അതായത് R എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, പക്ഷെ A എന്ന് പറയുന്നത് റോങ് ആണ്, അല്ലെ? സിമിലർ മാഗ്നറ്റിക് ബിഹേവിയർ അല്ല ഉള്ളത്. സോ R is correct but A is incorrect. അസെഷൻ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്, റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ക്ലിയർ ആണോ? മിസ്സേ ഇൻസ്റ്റ ഉണ്ടോ? ഇൻസ്റ്റയിലൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, next, match the items of the column 1 with the column 2 and choose the correct option from the codes given below. മക്കളെ ഇത് ആക്ച്വലി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാലേ, അതായത് ഇവർ പറയുന്ന A എന്ന് പറയുന്ന കോമ്പൗണ്ട്, B എന്ന് പറയുന്ന കോമ്പൗണ്ട്, C എന്ന് പറയുന്ന കോമ്പൗണ്ട്, D എന്ന് പറയുന്ന കോമ്പൗണ്ട്, ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്, വളരെ ഈസി ക്വസ്റ്റൻ ആണ്. വളരെ ഈസി ക്വസ്റ്റൻ ആണ് മക്കളെ ഇത്. യെസ് ശുഭം, ബൈ 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 ബൈ. മക്കളെ ഇത് പറഞ്ഞേ, അതായത് നമുക്ക് CH3 CH2 CH2 CH3 അതേപോലെ CH3 ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും. അതായത് there is a change, ആ ചെയിനൊരു ചേഞ്ച് വരികയാണ്. അപ്പൊ അതിനെന്താ പറയാ മക്കളെ? ചെയിൻ ഐസോമറിസം എന്നല്ലേ? സോ ദിസ് ഇസ് സെയിം. നൗ ദർ ഇസ് ഇത് ആൽക്കഹോൾ ആണ്, ഇത് ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ ഗ്രൂപ്പ്സ് ആണെങ്കിൽ അവിടെ എന്താ മാറ്റം വരുന്നുണ്ട്? അവിടെ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ പൊസിഷൻ മാത്രമാണ് മാറ്റം വരുന്നത്, അല്ലെ? സോ ദിസ് ഇസ് ഓൾസോ സെയിം. പിന്നെ ഇവിടേക്കാണ് CH3CO, ഇത് രണ്ടും ഫങ്ഷണൽ ഐസോമർസ് ആണ്, ഇത് ഇങ്ങനെ വരുന്നത്. സോ A gives 1, B gives 2, 4 3. ഓക്കെ, സോ ഓപ്ഷൻ D is going to be the correct answer. ഇത് നിങ്ങൾ ചെയ്തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An increase in the concentration of the reactant of the reaction leads to the change in the heat of the reaction, threshold energy, collision frequency, activation energy. Concentration reactant in the increase ആവുമ്പോഴും always remember there will be a change or there will be a leads to the change in the collision frequency. Collision frequency എന്ന് പറയുന്നത്, you know that collisions, right? So collision frequency ക്ക് change വരും എന്നാണ് പറയുന്നത്. Collision frequency ആണ്. Okay, so the increase in the concentration of the reactant will lead to the change in the collision frequency. Clear ആണോ മക്കളെ? Option C is the correct answer. Option C. Next question, correct order of the electrophilic substitution reaction. ESR ആണ് ചോദിച്ചിരിക്കുന്നത്. You have CH3O, CH3, Cl, CHO. Oh my god, വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ഏതാ വരുന്നുണ്ടാവുക? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. മക്കളെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരൊറ്റ മിനിറ്റ്, ആക്ടിവേഷൻ എനർജി ആണോ ഇതിൽ വരുന്നത്? Concentration of the reactant of the reaction. Collision frequency increase ചെയ്തതിന് ശേഷമല്ല ആക്ടിവേഷൻ എനർജി വരുന്നേ മക്കളെ. I will just check it one time. Concentration of the reactant കൂടുമ്പോൾ അതിന്റെ കൊളീഷൻ കൂടുകയാണ്. കൊളീഷൻ കൂടുന്നതിന്റെ ഫലമായിട്ടാണ് ആക്ടിവേഷൻ എനർജി കൂടുന്നത്. I will check it one more time, okay? എന്നിട്ട് I will let you know. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം. ഓക്കെ, നെക്സ്റ്റ് ലൈവ് ഉണ്ടാവുമല്ലോ. കൊളീഷൻ ആണ് വരുന്നത്. സി
Due to the collision only activation is increasing, na? Now, listen carefully, my dear students. ESR എന്ന് പറയുന്നത് electrophile ആണ് substitute ചെയ്യുന്നത്. Electrophile is substituted with the benzene ring. So, the benzene ring should be nucleophile. അല്ലേ? Electrophile is substituted with the benzene ring. So, the benzene ring should be the nucleophile. So, benzene ringലേക്ക് electrons കൊടുക്കുന്ന species will be more. That has to be the species which is giving to the benzene ring or electrons to the benzene ring, that will be more ESR. Correct? So, ഇതിൽ ഏതായിരിക്കും? ഇതെന്ന് പറയുന്നത് കൊടുക്കുന്നുണ്ട്. OCH3 എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് മക്കളെ? OCH3 is also providing, Cl is giving, CHO എന്ന് പറയുന്നത് giving ആണ്. So, we can say that more will be OCH3 group ആയിരിക്കും. പിന്നെ വരുന്നുണ്ടാവുക CH3 ആയിരിക്കും. പിന്നെ വരുന്നുണ്ടാവുക നമ്മുടെ C ആയിരിക്കും വാല്യൂ നോക്കുമ്പോൾ കേട്ടോ. പിന്നെ വരുന്നുണ്ടാവുക D ആയിരിക്കും. സോ BACD ആയിരിക്കും വരുന്നുണ്ടാവുക. ഓപ്ഷൻ C. BACD കിട്ടിയോ? BACD. Yes, Hilal. Correct answer. Yes. BACD. Yes. Okay, ano? Next question. Next, which of the following set of molecules will have zero dipole moment? Zero dipole moment. Okay, ഇത് tricky ആണ്. Tricky എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിക്കണമെന്നേ ഉള്ളൂ. ബോറോൺ, ഫ്ലോറിൻ ആണ്. Okay, രണ്ടെണ്ണം അങ്ങനെ പോയിണ്ടാവും. Hydrogen fluoride, they won't be having. Carbon dioxide, 1,3-dichlorobenzene. 1,3-dichlorobenzene. Okay, nitrogen fluoride, beryllium difluoride, water. Nitrogen trifluoride. They won't be having zero. Beryllium difluoride. Beryllium okay ആണ്, പക്ഷെ നൈട്രജൻ അങ്ങനെയല്ല. വാട്ടറിന് ഓക്കെ അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റ് അല്ല, ഈ ഓപ്ഷനും കറക്റ്റ് അല്ല. നെക്സ്റ്റ് വൺ ബോറോൺ ട്രൈഫ്ലോറൈഡ്. Symmetrical ആണ്. They will be having zero. Beryllium difluoride. They also belongs to zero. Carbon dioxide also belongs to zero. 1,4-dichlorobutane. അതും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ വരുന്നത്. So option C is going to be the correct answer. C option. Yes. Clear ആണോ മക്കളെ? സോ ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. വി ഹാവ് ഓൾമോസ്റ്റ് ടേക്കൺ 100 ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ അതെടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ 3 hours അടുത്ത് വന്നിട്ടുണ്ട്. നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് NCERT ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. NCERT which belongs to the they will be having some options also. Options 4 options ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. There will be some questions which require the practical, നമ്മൾ എഴുതണ പോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓപ്ഷൻസ് വിത്ത് ഓപ്ഷൻ ആൻഡ് വിത്തൗട്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ വി വിൽ ബി ഡിസ്കസിങ് ദാറ്റ്. NCERT എക്സാമ്പിൾസ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. സോ ദ സെഷൻ, ഐ ഹോപ്പ് ദ സെഷൻ വാസ് യൂസ്ഫുൾ ഫോർ യു ഗൈസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വിച്ച് ഈസ് ഓൺ ട്യൂസ്ഡേ. ഓക്കെ, ട്യൂസ്ഡേ നമുക്ക് ഇതേപോലെ സെഷൻ ഉണ്ട്. ട്യൂസ്ഡേ നമുക്ക് NCERT-യിലുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസ്, NCERT-യിലുള്ള നമ്മുടെ ഓപ്ഷൻസിലുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. Tomorrow I guess it's Adra ma'am. Tomorrow biology aane. Tomorrow Hemant. Tomorrow is for biology. Okay, that is also same question series will be there. So you can attend that also. Tell ma'am that you belongs to, I mean, if you guys are attending from out of the Kerala or something, just tell the ma'am. Okay, ma'am ന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ she will be telling it in English also. മലയാളത്തിലും പറയുന്നതായിരിക്കും കേട്ടോ മക്കൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ തരത്തിലാണ്. Okay Meenakshi, okay, I hope the session was useful guys. Please do let me know in the comments. Okay, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് അറിയണം. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഓർഗാനിക്കിൻ്റെയും ഫിസിക്കലിൻ്റെയും ഇൻഓർഗാനിക്കിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓർഗാനിക് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പോയിന്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. ഓക്കെ മക്കളെ, ബൈ, ടേക്ക് കെയർ, സ്റ്റഡി വെൽ, പ്രേ വെൽ, ഈറ്റ് വെൽ, സ്ലീപ്പ് വെൽ.